യെസ്, നമ്മളിപ്പോൾ ഇന്ന് ഒഫീഷ്യലി നമ്മുടെ മാരത്തോൺ PM റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ഇപ്പം ഓൾറെഡി ഇൻഫോം ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാരത്തോൺ റിവിഷനിൽ പ്ലാൻ ചെയ്യുന്നത് ഒന്ന് ടോപ്പിക്സിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ ഉണ്ടാവും. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പ്രാക്ടീസും ആയിരിക്കും നമ്മൾ ഈ ഒരു റിവിഷനിൽ ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ ഒരു പ്ലാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഫസ്റ്റ് ഡേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ടോപ്പിക്സിൻ്റെ റിവിഷനാണ്. അത് എല്ലാ ടോപ്പിക്സും ഫുൾ റിവൈസ് ചെയ്യല്ല. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് നമ്മൾ പാസ് പേപ്പറിൻ്റെ ഒരു അനാലിസിസ് നടത്തിയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണോ അതിൻ്റെ ബേസിലുള്ളൊരു ടോപ്പിക്സ്, അതിൻ്റെ ഒരു ഡിസ്കഷനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ദെൻ അതിനുശേഷം നാളെ ആയിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക്, സെക്ഷൻ സി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നുണ്ടാവുക. ഞാനിപ്പം സ്ക്രീൻ ഷെയർ ചെയ്തത് കാണുന്നുണ്ടല്ലോ അല്ലേ? അതുപോലെ ഓഡിയോ ഓക്കെ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓഡിയോ അതുപോലെ സ്ക്രീൻ രണ്ടും ഓക്കെ ആണോ എന്നുള്ളത്. യെസ്, ഓക്കെ. സോ നമുക്കറിയാം നമ്മൾ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ എന്തായാലും എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇപ്പം നമുക്കറിയാം ഒരു 1 വീക്ക് ഉണ്ടാവും. അപ്പം അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കും നമ്മൾ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നത്. എല്ലാവരുടെ മനസ്സിലും ഒറ്റ ക്വസ്റ്റൻ ആയിരിക്കും, എങ്ങനെയാണ് PM പാസ്സാവുക ഈ ഒരു അറ്റംപ്റ്റിൽ. മെജോറിറ്റി ആൾക്കാരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ നോക്കുന്ന ആൾക്കാരായിരിക്കും. മേ ബി കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്ത ആൾക്കാരും ഉണ്ടാവാം. അപ്പം ഇത്തവണ എങ്ങനെയെങ്കിലും പാസ്സാവണം, അത് പാസ്സാവാൻ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് പാസ്സാവുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ജനറലി നമ്മൾ പറയുമ്പം ഇപ്പം ഒരു എക്സാം പാസ്സാവാൻ ഒരു ഒരു ഐഡിയൽ സിറ്റുവേഷനിൽ നമ്മൾ കവർ ചെയ്യേണ്ട റിസോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ആ സബ്ജക്റ്റിന്റെ സ്റ്റഡി ഹബ്ബ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവണം, സ്റ്റഡി ഹബ്ബ് വായിച്ചിട്ടുണ്ടാവണം. പിന്നെ നമുക്ക് റിവിഷൻ കിറ്റ് ഉള്ളത് BPPയുടെ റിവിഷൻ കിറ്റ് ഉണ്ട്, അതിലെ ക്വസ്റ്റ്യൻസ്, പിന്നെ കെപ്ലാനിൽ കിറ്റിലെ ക്വസ്റ്റ്യൻസ്, പിന്നെ ഇത് കൂടാതെയുള്ള പാസ് പേപ്പേഴ്സ്. ബേസിക്കലി ഇത്രയും റിസോഴ്സസ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ മെജോറിറ്റി ആൾക്കാരും ഒരു റെഗുലർ ക്ലാസ്സിലോ ഓൺലൈനിലോ ഓഫ്ലൈനിലോ അറ്റൻഡ് ചെയ്തിട്ട് ദെൻ ഈ പറയുന്ന റിസോഴ്സ് കവർ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പം ഇത് ഫുള്ളായിട്ട് നമുക്ക് എന്തായാലും ചിലപ്പം ഇതുവരെ പഠിക്കാത്ത ഒരാൾക്ക് ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ റിസോഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു ഐഡിയൽ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ടോപ്പിക്സ് ഫുൾ കവർ ചെയ്യുക. അത് ഷോർട്ട് നോട്ട്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്റ്റഡി ഹബ് യൂസ് ചെയ്തിട്ടോ ഫുൾ ടോപ്പിക്സ് അതിന്റെ കോൺസെപ്റ്റ്സ് ആയിട്ട് സെറ്റ് ആക്കണം. പിന്നെ BPP കെപ്ലാൻ ഗിൽഡിലെ ക്വസ്റ്റ്യൻസ്, സെക്ഷൻ A സെക്ഷൻ B ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് അതിൽ നിന്ന് ചെയ്യണം. പിന്നെ പാസ് പേപ്പേഴ്സ് കുറേ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ആ പാസ് പേപ്പേഴ്സ് സെക്ഷൻ C ക്വസ്റ്റ്യൻസ് കുറേ അവൈലബിൾ ആണ്, അത് മാക്സിമം ചെയ്യുക. ഇത്രയാണ് നമ്മൾ ഐഡിയലി കവർ ചെയ്യേണ്ട റിസോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതില് PMലേക്ക് വരുമ്പോൾ റിസ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം. നമുക്ക് സ്പെസിഫിക് ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ഷുവർ ക്വസ്റ്റൻ അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തായാലും ഒരു സെക്ഷൻ C ക്വസ്റ്റൻ വരും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ജനറലി. അപ്പൊ ബാക്കി പല പേപ്പേഴ്സിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ നമുക്കറിയാം. ഉറപ്പായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് FR ആണെങ്കിൽ അല്ലെങ്കിൽ ബാക്കി പേപ്പറിൽ നമുക്കറിയാം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റൻ ഉണ്ടാവും. ആ ഏരിയ നന്നായി പഠിച്ചാൽ സെക്ഷൻ C ക്വസ്റ്റന്റെ ഒരു 50, 60, 70% ഒക്കെ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. PMൽ നമുക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ടോപ്പിക് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ പാസ് പേപ്പേഴ്സ് നോക്കുമ്പം ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ഏതാണ് അതിന്റെ ബേസിൽ നമുക്ക് ചില ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഓൾറെഡി നമ്മുടെ സിലബസ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ ചാപ്റ്റർ വൈസ് പറയുമ്പം ഏറ്റവും ആദ്യം ഇൻഫർമേഷന്റെ ഒരു സെക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. IT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ, കൂടുതലും തിയറിക്ക് വെയിറ്റേജ് വരുന്ന ഒരു ഏരിയ ആണ്. കാൽക്കുലേഷൻസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കുറച്ച് കാൽക്കുലേഷൻസ് മേ ബി വരാം. നിങ്ങൾ പാസ് പേപ്പേഴ്സ് നോക്കുമ്പോൾ എക്സാമിനേഴ്സ് റിപ്പോർട്ട്സ് ഒക്കെ നോക്കുന്ന സമയത്ത് അതിനകത്തൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാൽക്കുലേഷൻ വന്നിട്ടുണ്ട്. പിന്നെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ടെക്നിക്സ് ഉണ്ട്. ഇത് MAയിലൊക്കെ പഠിക്കുന്ന പല ടോപ്പിക്സിന്റെ ഒരു റിവിഷൻ. പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ടെക്നിക്സിൽ വരാം. ജനറലി ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് സെക്ഷൻ Bയിൽ വരാറുണ്ട്. ത്രൂപുട്ട് അക്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ ABCയോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക് അത് സെക്ഷൻ Bയിൽ ജനറലി വന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ്, ഇവിടെയാണ് നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത്. അവിടെ നമുക്ക് CVP ഉണ്ട്, പ്രൈസിങ്, അതുപോലെ റെലവൻറ്റ് കോസ്റ്റിംഗ്, റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി, ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്, ഇങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സിൽ കാണുന്നുണ്ട്. ദെൻ ബഡ്ജറ്റിംഗ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന സെക്ഷൻ, ഇവിടെ നമ്മൾ ബഡ്ജറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ വേരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അനലിറ്റിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ, ഇത്രയാണ് ഇതിനകത്ത് വരിക.
പിന്നെ ഏറ്റവും ലാസ്റ്റ് പെർഫോമൻസ് മെഷർമെന്റ് ആൻഡ് കൺട്രോൾ, കമ്പനീസിന്റെ പെർഫോമൻസ് എങ്ങനെ അസസ് ചെയ്യാം അതിന്റെ ഡിഫറെന്റ് ടെക്നിക്സ്. ഇത്രയാണ് നമ്മുടെ ഹോൾ സിലബസ് എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ 100% സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഈ മെയിൻ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇതിന്റെ ബേസിൽ പാസ് പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്, ഇപ്പം 2020 തൊട്ട് 2020 to 2025 നമുക്ക് റിലീസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഡിസംബർ വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് റിലീസ് ചെയ്തേക്കുന്നത്. അത് നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാം ഏതൊക്കെ ഇയറിൽ ഏതൊക്കെ സെഷൻസിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതിലെ ടോപ്പിക് ഏതാണെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ ക്വസ്റ്റ്യന്റെയും നേരെ അതിന്റെ ടോപ്പിക്സ് നിങ്ങൾക്ക് കാണാം. അത് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പെർഫോമൻസ് അനാലിസിസ് ആണ്. അതായത് പെർഫോമൻസ് അനാലിസിസ് എന്ന് പറയുന്ന സെക്ഷൻ ആണ് അല്ലെ. അതിൽ തന്നെ പെർഫോമൻസ് അനാലിസിസ് ഇൻ പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, പബ്ലിക് സെക്ടർ ഉണ്ട്, ഡിവിഷണൽ പെർഫോമൻസ് ഉണ്ട്, റിലേറ്റഡ് ആയിട്ട് ട്രാൻസ്ഫർ പ്രൈസ് ഉണ്ട്. ഈ ടോപ്പിക്സ് ഓൾമോസ്റ്റ് എല്ലാ സെഷനിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്കറിയാം ഇപ്പം ക്വസ്റ്റ്യൻസ് പാസ്റ്റ് ക്വസ്റ്റ്യൻസ് റിലീസ് ചെയ്യുന്നത് 2 സെഷൻസ് കമ്പൈൻ ചെയ്ത്, ഇപ്പൊ മാർച്ചും ജൂണും കമ്പൈൻ ചെയ്ത് അതിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് റിലീസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ റിലീസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും പെർഫോമൻസ് അനാലിസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് എല്ലാ സെഷനിലും അത് വരുന്നു എന്നല്ല, പക്ഷെ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ടോപ്പിക് അല്ലെങ്കിൽ സെക്ഷൻ എന്ന് പറയുന്നത് പെർഫോമൻസ് അനാലിസിസ് ആണ്. അപ്പം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം എത്രയ്ക്ക് ടൈം ഇല്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് സമയം വളരെ കുറവായിരുന്നു, വേറെ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എമർജൻസീസ് കൊണ്ടൊക്കെ നമുക്ക് പഠിക്കാൻ ടൈം ഇല്ല എന്ന് പറഞ്ഞാലും ഏറ്റവും മിനിമം പെർഫോമൻസ് അനാലിസിസിലെ എല്ലാ ടോപ്പിക്സും നമ്മൾ മിനിമം ഒരു ക്വസ്റ്റ്യൻ വെച്ചെങ്കിലും ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ ഇനിയുള്ള ഒരു 1 വീക്ക് നമ്മൾ ഈ കാണുന്ന അത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും ഏറ്റവും മിനിമം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. ഏറ്റവും മിനിമം ആണ് ഞാൻ പറയുന്നത്. ഈ കാണുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഏറ്റവും മിനിമം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇത്രയും ക്വസ്റ്റ്യൻസിൽ മിനിമം ഈ 5 വർഷത്തെ ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യണം. ബട്ട് ഇത് മാത്രമല്ല, ആക്ച്വലി 2007 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2007 തൊട്ടുള്ള പല ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ നോക്കുമ്പോൾ വളരെ കുറച്ച് ടൈമല്ലേ ഉള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇത്രയും ക്വസ്റ്റ്യൻസിനാണ്. ഇത് എന്തായാലും നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അപ്പം ഇതിന്റെ ഒരു ബേസിസിൽ പാസ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ വന്ന ടോപ്പിക്സ് അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് അതിന്റെ ഒരു പ്രോബബിലിറ്റി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ടോപ്പിക്സ് റിവൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഏതൊക്കെയാണോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അതായിരിക്കും നമ്മൾ ആദ്യം റിവൈസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ജസ്റ്റ് ടോപ്പിക്സ് എന്താന്ന് പറയാന്നുള്ളത് മാത്രമല്ല, എക്സാമിന് നമ്മുടെ ആൻസർ എങ്ങനെ പ്രസന്റ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ ജസ്റ്റ് ബേസിക്കലി ഇപ്പം റേഷ്യോസ് എന്താ അല്ലെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസ് എന്താന്നുള്ളത് മാത്രമല്ല, അത് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം, അതിനെങ്ങനെയൊക്കെ നമുക്കൊരു ഒരു ബേസിക് ആൻസർ ഫ്രെയിം ചെയ്യാം, ഒരു പെർഫോം എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം റിവൈസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പെർഫോമൻസ് മെഷർമെന്റ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന സെക്ഷനാണ്. ഇതിലെ ടോപ്പിക്സ് പറയുകയാണെങ്കിൽ നമ്മൾ പെർഫോമൻസ് മെഷർമെന്റ് എന്ന സെക്ഷനിനകത്ത് എന്തൊക്കെ പഠിക്കുന്നുണ്ട്. പെർഫോമൻസ് മെഷർമെന്റിൽ തന്നെ പ്രൈവറ്റ് സെക്ടറിന്റെ പെർഫോമൻസ് മെഷർമെന്റ് ഉണ്ട്, അതുപോലെ പബ്ലിക് സെക്ടറിന്റെ പെർഫോമൻസ് മെഷർമെന്റ് വരുന്നുണ്ട്, പിന്നെ ഡിവിഷൻസിന്റെ പെർഫോമൻസ് വരുന്നുണ്ട്. ബേസിക്കലി ഒരു കമ്പനിയെ ഇവാലുവേറ്റ് ചെയ്യുക, കമ്പനിയുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ വാല്യൂസും കാര്യങ്ങളൊക്കെ നോക്കി കമ്പനി നന്നായി പെർഫോം ചെയ്യുന്നുണ്ടോ, ഒരു ഡാറ്റ തന്നിരിക്കുന്ന ഡാറ്റ വെച്ച് കമ്പയർ ചെയ്ത് അതിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പെർഫോമൻസ് മെഷർമെന്റ് ഒരു ഒബ്ജക്റ്റീവ്. അതിൽ ഒരു പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻ ആണെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവിലായിരിക്കും ബേസിക്കലി അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പം അങ്ങനത്തെ ഒരു കമ്പനി, പ്രൈവറ്റ് സെക്ടറിൽ ഒരു കമ്പനിയെ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും, അതിന് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഫിനാൻഷ്യൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഫിനാൻഷ്യൽ മെഷേഴ്സ് യൂസ് ചെയ്യാം. ഫിനാൻഷ്യൽ മെഷേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ പഠിക്കുന്ന റേഷ്യോ അനാലിസിസ്. ബട്ട് റേഷ്യോ അനാലിസിസ് എന്നൊരു ടേം നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർമെന്റ്, ഫിനാൻഷ്യൽ മെഷേഴ്സ് എന്നാണ് ജനറലി പറയുക. ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, FPIs എന്നും പറയാം. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ ഒരു കമ്പനിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക് നമ്മൾ ഫിനാൻഷ്യൽ മെഷേഴ്സ് റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യലിന് പുറമെ
നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസും നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഇത് രണ്ടും കമ്പൈൻ ചെയ്തുകൊണ്ട് രണ്ട് മോഡൽസ് പഠിക്കുന്നുണ്ട്. ബാലൻസ്ഡ് സ്കോ കാർഡും അതുപോലെ ബിൽഡിംഗ് ബ്ലോക്ക് മോഡലും. അപ്പം ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം ഒരു ഔട്ട്ലൈൻ മാത്രമേ ഇപ്പൊ പറഞ്ഞു പോവാണ്, എന്തൊക്കെയാണ് ടോപ്പിക്സ് എന്ന് ആദ്യം പറയുന്നു, എന്നിട്ട് ഇൻ ഡെപ്ത് നമുക്ക് ആ ടോപ്പിക്സിലേക്ക് പോവാം. ദെൻ പബ്ലിക് സെക്ടറിലോട്ട് വരുമ്പം നമ്മുടെ നോട്ട് ഫോർ പ്രോഫിറ്റ് സെക്ടറും ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഓർഗനൈസേഷൻസും ആണ് നമ്മൾ അതിനകത്ത് ഒന്നിച്ചെടുക്കുന്നത്. ഇപ്പൊ നോട്ട് ഫോർ പ്രോഫിറ്റിൽ വരുന്ന ചാരിറ്റി പോലത്തെ ഓർഗനൈസേഷൻസ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോലത്തെ പബ്ലിക് സെക്ടറിൽ വരുന്ന ഓർഗനൈസേഷൻസിന്റെ പെർഫോമൻസ് എങ്ങനെ മെഷർ ചെയ്യും, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത്. ദെൻ ഇത് കഴിഞ്ഞാൽ കമ്പനിയിലെ ഡിവിഷൻസിന്റെ പെർഫോമൻസ് എങ്ങനെ അസസ് ചെയ്യാന്നുള്ളതായിരുന്നു നെക്സ്റ്റ് ടോപ്പിക്. ഒരു കമ്പനിക്ക് എസ്പെഷ്യലി ഒരു പ്രൈവറ്റ് സെക്ടറിൽ തന്നെ ഡിഫറെന്റ് ഡിവിഷൻസിന്റെ പെർഫോമൻസ് എങ്ങനെ അസസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനകത്ത് ഡിഫറെന്റ് കമ്പനീസ് ഉണ്ടെങ്കിൽ അതിന്റെ പെർഫോമൻസ് എങ്ങനെ അസസ് ചെയ്യാം, അതിന് യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സ് ഉണ്ടായിരുന്നു. അതിൽ മെയിൻ ആയിട്ടുള്ള ടെക്നിക്സ് എന്ന് പറയുന്നത് ROI, RI എന്ന് പറയുന്ന ടെക്നിക്സ് ഉണ്ട്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും റെസിജ്വൽ ഇൻകം, ഈ രണ്ട് ടെക്നിക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്ന ടോപ്പിക്. സോ ഇത്രയാണ് ബേസിക്കലി പെർഫോമൻസ് മെഷർമെന്റിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ സിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ്. ഇപ്പം ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ട്രാൻസ്ഫർ പ്രൈസ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും, ബാക്കി എല്ലാതും പെർഫോമൻസ് മെഷർമെന്റിന്റെ ടെക്നിക്സ് ആണ്. ട്രാൻസ്ഫർ പ്രൈസ് എന്നുള്ളത് ഒരു മെഷർ അല്ല, ഒരു ഒരു പെർഫോമൻസ് മെഷർ അല്ല. ബാക്കിയെല്ലാം തന്നെ ഒരു പെർഫോമൻസ് മെഷർമെന്റ് ടെക്നിക് ആയിട്ടോ അല്ലെങ്കിൽ മെഷേഴ്സ് ആയിട്ടോ നമുക്ക് പറയാൻ പറ്റും. ഇതിൽ വൺ ബൈ വൺ ഓരോ ടോപ്പിക്കിലേക്ക് വന്നാൽ നമുക്ക് ആദ്യം പ്രൈവറ്റ് സെക്ടറിലെ ഫിനാൻഷ്യൽ മെഷേഴ്സ് എടുക്കാം, റേഷ്യോ അനാലിസിസിലേക്ക് വരാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യെസ്, ഓക്കെ. നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ടെക്നിക്കാണ് ഫിനാൻഷ്യൽ മെഷേഴ്സ് അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മെഷേഴ്സ് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമുക്കൊരു കമ്പനിയുടെ ഡാറ്റ തരുന്നു. ഡാറ്റ എന്ന് പറയുമ്പം ഒരു കമ്പനി അവരുടെ ബിസിനസ് മോഡൽ എന്താ, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ഓ സർവീസസ് എന്താണ്. ചിലപ്പം ഒരു സിംഗിൾ പ്രൊഡക്റ്റോ സിംഗിൾ സർവീസോ ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സർവീസോ പ്രൊഡക്ട്സോ ഉണ്ടാവും. ദെൻ അവർ നിൽക്കുന്ന ഇൻഡസ്ട്രി എങ്ങനെയാണ്, അവിടുത്തെ കോമ്പറ്റീഷൻ എങ്ങനെയാണ്, അവിടുത്തെ ഗവൺമെന്റ് എങ്ങനെയാണ്, അവിടുത്തെ കോമ്പറ്റീറ്റേഴ്സിന്റെ ആക്ഷൻസ് എങ്ങനെയാണ്, ദെൻ എക്കണോമിക് കണ്ടീഷൻസ് എങ്ങനെയാണ്, ഇങ്ങനെ ആ കമ്പനി റിലേറ്റ് ചെയ്യുന്ന ഇന്റേണൽ എക്സ്റ്റേണൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവും. നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും. എയ്തർ P&L മാത്രം അല്ലെങ്കിൽ P&L പ്ലസ് ബാലൻസ് ഷീറ്റ് ആയിട്ട് തരാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു കമ്പനിയുടെ ബേസിക് ഡീറ്റെയിൽസ്, ഇന്റേണൽ എക്സ്റ്റേണൽ കണ്ടീഷൻസും പ്ലസ് ആ കമ്പനിയുടെ കുറച്ച് ഫിനാൻഷ്യൽ വാല്യൂസും തന്നിട്ടുണ്ടാവും. ഈ ഡാറ്റ വെച്ച് നമ്മൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അസസ് ചെയ്യണം. അപ്പം ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും റേഷ്യോ അനാലിസിസ് ആണെങ്കിൽ അതിലൊരു കോമൺ സ്ട്രക്ചർ ഇതായിരിക്കും. ഒരു കമ്പനി, അവരുടെ ബേസിക് ഡീറ്റെയിൽസ്, അവരുടെ ഫിനാൻഷ്യൽസ് കമ്പയർ ചെയ്തിട്ട് വേണം നമ്മളൊരു കമന്റ് പറയാൻ. കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ either കറണ്ട് ഇയർ ഡാറ്റ പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഡാറ്റയും ഒരു കോമ്പറ്റീറ്ററുടെ ഡാറ്റയും തന്നിട്ടുണ്ടാവും, അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയും ഒരു ഇൻഡസ്ട്രി ആവറേജ് ഡാറ്റയും ഉണ്ടാവും, ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പം കമ്പയർ ചെയ്തിട്ട് മാത്രമേ നമുക്കൊരു കമന്റ് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഒരു സിംഗിൾ ഇയറിലെ മാത്രം ഡാറ്റ തന്നാൽ നമുക്കൊരു അബ്സല്യൂട്ട് കമന്റ് അവിടെ പറയാൻ പറ്റില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ കമന്റിലേക്ക് വരിക. റേഷ്യോ അനാലിസിസ് ആണ് ക്വസ്റ്റൻ എങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ്ലി മനസ്സിലാവും. അപ്പം നിങ്ങൾ പാസ് പേപ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് ചില ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ടോപ്പിക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, അല്ലെങ്കിൽ ഇത് ഏത് ടോപ്പിക് ആണെന്ന് മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. പക്ഷെ റേഷ്യോ അനാലിസിസ് ഒക്കെ ജനറലി വളരെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ, റിക്വയർമെന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതാണ് ചെയ്യാനുള്ളത്, റേഷ്യോ അനാലിസിസ് ആണ്. അത് ശരിക്കും ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. എന്താ, നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ അതിന്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടി, ഏകദേശം എന്തൊക്കെ കാൽക്കുലേഷൻസും ഡിസ്കഷൻസും ആണ് വരേണ്ടത് നമുക്ക് മനസ്സിലാവും. അപ്പം റേഷ്യോ അനാലിസിസ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആൻസറിന്റെ ഒരു ഫോർമാറ്റ്, നമ്മൾ ഈ പറയുന്ന ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എക്സാമിന്. അതായത് ഇപ്പം റേഷ്യോ അനാലിസിസ് ആണ്, ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആൻസറിൽ ഒരു ഹെഡിങ് ആദ്യം കൊടുക്കുക, ഫിനാൻഷ്യൽ പെർഫോമൻസ്
ഓഫ് ഏതാണോ കമ്പനി ആ കമ്പനിയുടെ പേര് കൊടുക്കുന്നു. അപ്പം ഇന്നൊരു കമ്പനി, അപ്പൊ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കൊടുക്കുക. ഇത് ജസ്റ്റ് റേഷ്യോ അനാലിസിസിൽ മാത്രമല്ല, നമ്മൾ എവിടെയൊക്കെ പെർഫോമൻസ് അസസ്മെന്റ് ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുക. നമ്മൾ ശരിക്കും വേരിയൻസിലും എന്ത് ചെയ്യുന്നുണ്ട്, പെർഫോമൻസ് അനാലിസിസ് ചെയ്യുന്നുണ്ട്. അതായത് വേരിയൻസിന്റെ വാല്യൂസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനി അസസ് ചെയ്യാൻ പറ്റും. അപ്പൊ എവിടെയൊക്കെ പെർഫോമൻസ് അസസ്മെന്റ്, പെർഫോമൻസ് മെഷർമെന്റ് ഉണ്ടോ അവിടെയൊക്കെ ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുക. അതായത് അത്യാവശ്യം ഒരു നല്ല മാർക്ക്, ലൈക്ക് ഒരു 12 മാർക്കിനോ 14നോ 20 മാർക്സിന് വരെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പം കാൽക്കുലേഷൻസിന് കമ്പാരിറ്റീവ്ലി മാർക്ക് ഭയങ്കര കുറവായിരിക്കും. ഇപ്പോൾ ഒരു 12 മാർക്കിനാണെങ്കിൽ ചിലപ്പോൾ 3-4 മാർക്സ് മാത്രമേ കാൽക്കുലേഷൻ ഉണ്ടാവുള്ളൂ, ബാക്കി ഫുൾ എന്തിനായിരിക്കും, ഡിസ്കഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയറി ആൻസർ ഒരു പ്രോപ്പർ ഫോർമാറ്റിൽ വരിക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു വലിയ ആൻസർ കൊടുക്കുമ്പോൾ കുറേ തിയറി ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഇതൊന്ന് സ്ട്രക്ചർ ആക്കി പ്രോപ്പർ ആക്കി കൊടുക്കുക. ആദ്യം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കൊടുക്കുന്നു, ലൈക്ക് ബേസിക് കമ്പനി ഡീറ്റെയിൽസ് അതിനകത്ത് പറയുന്നു. എന്ന് വെച്ചാൽ കമ്പനി എന്താണ്, അവരുടെ പ്രൊഡക്റ്റ് ഏതാണ്, ബേസിക് ഡീറ്റെയിൽസ്, ബാക്കിയുള്ള ബേസിക് ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മളൊരു കമ്പനി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വേണം തുടങ്ങാൻ. ഓക്കെ, കമ്പനി ഇതാണ്, പ്രൊഡക്റ്റ് ഇതാണ്, ഇതാണ് ഇൻഡസ്ട്രി, അങ്ങനത്തെ ബേസിക് ഡീറ്റെയിൽസ് ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യണമെങ്കിൽ, അനാലിസിസ് നടത്തണമെങ്കിൽ നമുക്ക് അതിന്റെ മെട്രിക്സ്, നമുക്ക് ഡാറ്റ വേണം. ഡാറ്റ എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു കമ്പനി നല്ലതാണോ അല്ലയോ, അല്ലെങ്കിൽ ഒരു മൂവി നല്ലതാണോ അല്ലയോ എന്ന് അറിയാൻ നമുക്ക് എന്തെങ്കിലും ഒരു മെഷർ വേണ്ടേ. ആ മെഷർ വെച്ചിട്ടായിരിക്കും നമ്മൾ പറയാം, ഓക്കെ ഇന്ന കാര്യം ഉള്ളതുകൊണ്ട്, ഈ നമ്പർ ബെറ്റർ ആയതുകൊണ്ട് ഈ കമ്പനി നല്ലതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിന്റെ മെഷേഴ്സ് എടുക്കും. മെഷേഴ്സ് എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് സ്പേസ് വിട്ടിട്ട് താഴെ നമ്മളൊരു വർക്കിംഗ് നോട്ട് പോലെ കൊടുക്കുന്നു. വർക്കിംഗ് നോട്ടിൽ ഫിനാൻഷ്യൽ മെഷേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ ഫിനാൻഷ്യൽ മെഷേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനിടയിൽ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു ഒരാൾ, ഇൻട്രൊഡക്ഷൻ 2 or 3 ലൈൻസ് മതിയോ? യെസ്, വളരെ ബേസിക് ഡീറ്റെയിൽസ്, കമ്പനി എന്താ, പ്രൊഡക്റ്റ് എന്താ, ഇൻഡസ്ട്രി എന്താ, അങ്ങനെ വളരെ ബേസിക് ഡീറ്റെയിൽസ്. ആ ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന എല്ലാ ഡാറ്റയും ഇങ്ങോട്ട് കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു സമ്മറി, വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു സമ്മറി മാത്രം നമുക്ക് ഇതിലേക്ക് മതി. അത് ഒന്ന്, നമ്മുടെ ആൻസർ ഒരു പ്രോപ്പർ സ്ട്രക്ചറിൽ വരാനും, രണ്ട് നമ്മുടെ തന്നെ ഓർമ്മയിൽ ഇത് ഉണ്ടാവണം. അതായത് നമ്മൾ ഒരു ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രിയിൽ, ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിന്റെ ബേസിസിൽ, ഒരു സ്പെസിഫിക് കമ്പനിയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. കാരണം ചില ഇൻഡസ്ട്രികൾക്ക് അനുസരിച്ച്, ചില സിറ്റുവേഷൻസിനനുസരിച്ച് വാല്യൂയിൽ എന്തുണ്ടാവാം, ചേഞ്ചസ് ഉണ്ടാവാം. എക്കണോമിക് കണ്ടീഷൻസ് വീക്ക് ആണെന്ന് ക്വസ്റ്റനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, റിസഷൻ പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പം ഇത് മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അനാലിസിസ് ചെയ്യാൻ. അപ്പം അങ്ങനത്തെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ കൊടുക്കുക. വളരെ കുറച്ച്, വളരെ ക്രിസ്പായിട്ട് കമ്പനിയുടെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നു കേട്ടോ. ദെൻ നമ്മൾ പോയിന്റിലേക്ക് വരുന്നു. നമ്മൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ മെഷേഴ്സ് എടുക്കുന്നു. ഫിനാൻഷ്യൽ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അതിലെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ എടുക്കുക. അപ്പം 2 വർഷത്തെ ഡാറ്റ ഉണ്ടെങ്കിൽ ഇയർ 1, ഇയർ 2. 2 വർഷം എന്നുള്ളത് ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ്. അതിന് പകരം ചിലപ്പോൾ 2 കമ്പനി ആയിരിക്കാം, 2 കമ്പനി കമ്പയർ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ എടുക്കുന്നുണ്ടാവും. എന്താണെങ്കിലും അത് കമ്പയർ ചെയ്യാനുള്ള ഡാറ്റ എടുക്കുക. ചില ക്വസ്റ്റ്യൻസിൽ ഡയറക്ട്ലി റേഷ്യോസ് തരാറുണ്ട്. ലൈക്ക് ഇപ്പം ROC ഇതാണ്, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഇതാണെന്ന് പറഞ്ഞ് ഡയറക്ട്ലി ക്വസ്റ്റനിൽ തന്നെ തരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഡയറക്ട്ലി എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, അനാലിസിസ് നടത്താം. ചിലപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, ഓരോ ഇമ്പോർട്ടന്റ് മെഷറും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. തൽക്കാലം ഞാൻ അങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്, നമ്മളാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം തന്നിരിക്കുന്ന ഡാറ്റ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന റേഷ്യോസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ നമ്മൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച്, ഓക്കെ ഇത് വേണോ, ഇത് കാൽക്കുലേറ്റ് ചെയ്യണോ, ഇത് ഇമ്പോർട്ടന്റ് ആണോ, അങ്ങനെ ആലോചിച്ച് ടൈം കളയണ്ട. പറ്റുന്ന എല്ലാ റേഷ്യോസും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം സെയിൽസ് ഗ്രോത്ത് ഉണ്ടാവും, റവന്യൂ എത്ര ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരാം, അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരാം. അങ്ങനെ പോസിബിൾ ആയിട്ടുള്ള, അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ റേഷ്യോസും എല്ലാ മെഷേഴ്സും അവിടെ എടുക്കുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ ബേസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന എല്ലാ വാല്യൂസും എടുക്കുക. അപ്പം അതിൽ നമ്മൾ ഡിഫറെന്റ് കാറ്റഗറീസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും, പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, എഫിഷ്യൻസി, ഗിയറിംഗ് റേഷ്യോസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിലെല്ലാ റേഷ്യോസും എടുക്കുക. ചിലത് 2 വർഷത്തെ കമ്പയർ ചെയ്ത് ഒറ്റ വാല്യൂ ആയിരിക്കും, ചിലപ്പോൾ ചിലത് 2 വർഷത്തിലേക്കും രണ്ട് വാല്യൂസ് എടുക്കാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ക്വസ്റ്റ്യൻസിൽ തരുന്ന ഡാറ്റ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ ഇപ്പം
കോസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്, കമ്പനിയിലെ കോസ്റ്റിന്റെ ഡീറ്റെയിൽസ് തരുമ്പം ചിലപ്പം എല്ലാം കൂടെ ടോട്ടൽ ചെയ്തിട്ടുള്ള ഒറ്റ കോസ്റ്റ് ആയിരിക്കും. ചില ക്വസ്റ്റ്യൻസിൽ ഓരോ കോസ്റ്റും സെപ്പറേറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ റവന്യൂ തരുമ്പം പ്രൊഡക്റ്റ് വൈസ് ചിലപ്പോൾ റവന്യൂ തരും. ഇപ്പം പ്രൊഡക്റ്റ് വണ്ണിന് ഒരു റവന്യൂ, പ്രൊഡക്റ്റ് ടൂവിന് ഒരു റവന്യൂ. അങ്ങനെ എത്രത്തോളം ഡാറ്റ ക്വസ്റ്റനിൽ തരുന്നുണ്ടോ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വേണം നിങ്ങളുടെ റേഷ്യോ കാൽക്കുലേഷൻ. അതായത് ജസ്റ്റ് ഇപ്പം എക്സാമ്പിൾ പറയുകയാണ് ടോട്ടൽ കോസ്റ്റേ ഉള്ളൂ, അപ്പോൾ ടോട്ടൽ കോസ്റ്റിന്റെ ഒരു അനാലിസിസ് നമുക്ക് ചെയ്യാം. ടോട്ടൽ കോസ്റ്റ് മാത്രമല്ല, ഇൻഡിവിജ്വലി ഓരോ കോസ്റ്റ്, ഇപ്പം അഡ്വർടൈസ്മെന്റ് എത്രയാണ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എത്ര, അങ്ങനെ സെപ്പറേറ്റ്ലി ഓരോ കോസ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ ആ ഓരോ കോസ്റ്റും എടുത്ത് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അപ്പം ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന ഡാറ്റ നിങ്ങൾ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, അതിനനുസരിച്ച് വേണം കാൽക്കുലേഷൻസും അനാലിസിസും നടത്താൻ. അത് ശ്രദ്ധിക്കണം. അത് ചില ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാം, ചേഞ്ചസ് ഉണ്ട്, ഈ പറഞ്ഞ രീതിയിൽ ചേഞ്ചസ് ഉണ്ടാവാം. അവർ തരുന്ന ഡാറ്റ നോക്കുക. അങ്ങനെ പറ്റുന്ന അത്രയും റേഷ്യോസ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇപ്പൊ എത്രയാണോ സെയിൽസ് ഗ്രോത്ത് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുപോലെ ഓരോ റേഷ്യോസും കാൽക്കുലേറ്റ് ചെയ്തു വിചാരിക്കുക. അങ്ങനെ പറ്റുന്ന അത്രയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഞാനത് ശരിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. നിങ്ങൾക്ക് ആ ജസ്റ്റ് ആ ടോപ്പിക്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യല്ല, എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി സോറി ഓൾറെഡി ക്വസ്റ്റനിൽ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കൊടുത്തു. അനാലിസിസ് എഴുതണമെങ്കിൽ നമുക്ക് ഡാറ്റ വേണം. അപ്പൊ നമ്മൾ കുറച്ച് സ്പേസ് ഇട്ടിട്ട് എന്ത് ചെയ്തു, താഴെ മെഷേഴ്സ് പറ്റുന്ന അത്രയും റേഷ്യോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ആ നമ്പേഴ്സ് നിങ്ങൾ നോക്കി നിങ്ങളുടെ കുറച്ച് കൺക്ലൂഷൻസ് അല്ലെങ്കിൽ അനാലിസിസ് നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, എഴുതണ്ട. അതായത് മൊത്തത്തിലുള്ള വാല്യൂസ് നോക്കി നിങ്ങളുടെ ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എത്തണം. അതായത് ഇപ്പം കമ്പനിയുടെ റവന്യൂ കൂടി, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞു, അപ്പൊ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാവും. എല്ലാം പോസിറ്റീവും എല്ലാം നെഗറ്റീവും ആവണമെന്നില്ല. ഇതിന്റെ ഒരു മിക്സ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. അപ്പൊ ഇതിന്ന് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. കുറെ വാല്യൂസ് കൂടി ചിലത് കുറഞ്ഞു, അപ്പൊ ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടോ? അപ്പം മേ ബി ഇപ്പൊ കമ്പനിയുടെ റവന്യൂ കൂടി, റവന്യൂ കോമ്പറ്റീറ്റീവ് എക്സാമ്പിൾ പറയാണ്, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിരുന്നു, കമ്പനിയുടെ റവന്യൂ കൂടിയപ്പോൾ ചിലപ്പം സെല്ലിംഗ് പ്രൈസ് ചിലപ്പോൾ കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ടാവാം. അങ്ങനെ സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുമ്പോൾ ചിലപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. അങ്ങനെ കമ്പനിയുടെ ഒരു സിറ്റുവേഷൻ ഒരു ഏകദേശം ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് ടൈപ്പ് ചെയ്യണ്ട, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിലെ ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ് എടുത്ത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന റേഷ്യോസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ ഓർഡറിൽ ഡിസ്കസ് ചെയ്യും. ഇത് കൃത്യമായി ഇങ്ങനെ തന്നെ ചെയ്യണം. എല്ലാ റേഷ്യോസും നിങ്ങൾ ഫുള്ളി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ് മാത്രം ആദ്യം ഡിസ്കസ് ചെയ്യുക. അപ്പം എങ്ങനെയാണ് ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ് ഐഡന്റിഫൈ ചെയ്യുക? ബേസിക്കലി പ്രോഫിറ്റബിലിറ്റി കാറ്റഗറി റേഷ്യോസ് എല്ലാം ജനറലി ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ സെയിൽസ് ഗ്രോത്ത്, ROC, ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, ഇങ്ങനത്തെ റേഷ്യോസ് എല്ലാം ജനറലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് കമ്പനിയുടെ അൾട്ടിമേറ്റ് ഗോളിലേക്ക് ഡയറക്ട്ലി ലീഡ് ചെയ്യുന്ന റേഷ്യോസ് ആണ്. അൾട്ടിമേറ്റ് ഗോൾ എന്താ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. സോ അതിലേക്ക് ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന റേഷ്യോസ് ആയതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനത്തെ റേഷ്യോസ് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഒന്ന് സ്പെസിഫിക്കലി പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആദ്യം ഡിസ്കസ് ചെയ്യുക. പിന്നെ 2 വർഷത്തെ ഡാറ്റ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായി ചേഞ്ച് ചെയ്തിരിക്കുന്ന, ഭയങ്കര ഡിഫറൻസ് വന്നിരിക്കുന്ന ഏതെങ്കിലും റേഷ്യോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ മുമ്പ് 10% ഉണ്ടായിരുന്നു, ഇപ്പോൾ 2% ആയി. മുമ്പ് 50% ഉണ്ടായിരുന്നു, ഇപ്പം 5%. അങ്ങനെ ഒരു വലിയ ചേഞ്ച്, ഒരു മെറ്റീരിയൽ ഡിഫറൻസ് വന്നിട്ടുള്ള കാര്യങ്ങൾ അതെന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അതുപോലെ ക്വസ്റ്റനിൽ സ്പെസിഫിക്കലി ഏതെങ്കിലും ഒരു ഏരിയ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കമ്പനി ഇപ്പോൾ എക്സാമ്പിൾ ആണ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അപ്പം അതിന് റിലേറ്റ് ചെയ്യുന്ന റേഷ്യോസ് ഉണ്ടെങ്കിൽ അതെടുത്ത് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. അങ്ങനെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, ഭയങ്കരമായി ചേഞ്ച് ചെയ്തിരിക്കുന്ന റേഷ്യോസ്, ക്വസ്റ്റനിൽ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിരിക്കുന്ന റേഷ്യോസ്, പിന്നെ കമ്പനിയിലെ മെറ്റീരിയൽ എമൗണ്ട്സ്, വലിയ എമൗണ്ടുകൾ, ചെറിയ കമ്പാരിറ്റീവ്ലി വലിയ എമൗണ്ടുകൾ എന്ത് ചെയ്യണം, അതിന്റെ കാര്യങ്ങളും അനാലിസിസിലേക്ക് കൊണ്ടുവരണം. അപ്പം ഈ പറയുന്ന ക്രൈറ്റീരിയാസ് നോക്കി ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ് എടുത്ത് ആ ഒരു ഓർഡറിൽ ഡിസ്കസ് ചെയ്ത് വരാം. ഞാനിത് പറയുന്നത് എല്ലാ റേഷ്യോസും ചിലപ്പം ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല. നമുക്കറിയാം കറക്റ്റ് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ സി ക്വസ്റ്റനിൽ നമുക്ക് ഒരു ഫുൾ 20 മാർക്കിന് 36 മിനിറ്റ്സ് ആണ് ഐഡിയയിൽ എടുക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് വരെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എടുക്കാം, അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഈ പറയുന്ന ടൈം ലിമിറ്റിനുള്ളിൽ നമ്മുടെ തിയറി ടൈപ്പ് ചെയ്ത് തീരണം. കാൽക്കുലേഷൻ ഒട്ടും മാർക്കില്ല. നമ്മളിത് കുറേ കാൽക്കുലേറ്റ് ചെയ്താലും ചിലപ്പോൾ ഒരു 3-4 മാർക്സേ ഉണ്ടാവുള്ളൂ. തിയറി ടൈപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം എന്ത് ചെയ്താൽ മതി, ആദ്യം ചെയ്താൽ മതി. സമയം ഉണ്ടെങ്കിൽ എല്ലാം ചെയ്തോ, പക്ഷെ സമയം കിട്ടാൻ ചാൻസ് ഇല്ല. ഫുൾ എല്ലാ റേഷ്യോസും ഡിസ്കസ് ചെയ്യാൻ ചിലപ്പോൾ ടൈം കിട്ടില്ല. ഇനി എങ്ങനെയാണ് അനാലിസിസ് എഴുതുന്നത്? അനാലിസിസ് എഴുതുമ്പോൾ നമ്മളിപ്പോൾ ഒരു റേഷ്യോ എടുത്തിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ആണ് എടുക്കുന്നതെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എടുത്തിട്ട്
അതിൽ പറയേണ്ട കീ പോയിന്റ്സ് ഒന്ന്, ആ റേഷ്യോ നമ്മൾ കമ്പയർ ചെയ്യുക. ഇപ്പൊ 2 വർഷമാണ് കമ്പയർ ചെയ്തതെങ്കിൽ അതിൽ വന്ന ചേഞ്ച് എങ്ങനെയാണ്. ഇപ്പൊ അതിൽ 2 കമ്പനിയാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഏതാണ് നല്ല വാല്യൂ, ഏത് കമ്പനിയുടെയാണ് നല്ല വാല്യൂ, ആ കാര്യം നോക്കാം. അങ്ങനെ കമ്പയർ ചെയ്യാം. ദെൻ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ലൈക്ക് വാല്യൂ കൂടി അല്ലെങ്കിൽ വാല്യൂ കുറഞ്ഞു, അപ്പൊ അത് നല്ലതാണോ മോശമാണോ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നല്ലതാണോ മോശമാണോ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പറയുന്നു. എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, പിന്നെ അതിന്റെ റീസൺസ് പറയുന്നു. അപ്പം ഏതൊരു അനാലിസിസിലും ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്, ഏതൊരു അനാലിസിസ് നമ്മുടെ പി എമ്മിൽ എവിടെയൊക്കെ ഒരു പെർഫോമൻസ് അസസ്മെന്റ് ഉണ്ടോ ഇവിടെയൊക്കെ ഇതേ രീതിയിലാണ്. നമ്മളൊരു മെഷർ എടുക്കുന്നു, ആ മെഷർ വെച്ച് നമ്മളൊരു കമ്പാരിസൺ നടത്തുന്നു. കമ്പാരിസൺ വഴി നമുക്ക് മനസ്സിലായത് എന്താണെന്ന് നോക്കുന്നു, മീൻസ് അത് നല്ലതാണോ മോശമാണോ, നല്ല പെർഫോമൻസ് ആണോ പുവർ പെർഫോമൻസ് ആണോ എന്ന് നോക്കുന്നു. ദെൻ അതിന്റെ റീസൺ എന്താ, എന്തുകൊണ്ട് അത് സംഭവിച്ചു, അതിന്റെ റീസൺസ് ചിലപ്പം ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി ഉണ്ടാവും, അല്ലെങ്കിൽ അസ്യൂം ചെയ്യുന്ന റീസൺസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ 1 ബൈ 1 ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ് ഡിസ്കസ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പാരഗ്രാഫ് നമുക്ക് കൊടുക്കാം. ഒരു പ്രോപ്പർ കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെങ്കിൽ, ലൈക്ക് ഇപ്പോൾ കുറേ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്തതിൽ ഓവറോൾ കമ്പനിയുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, അപ്പം ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൺക്ലൂഷൻ കൊടുക്കാം. അപ്പം ഇതിൽ മാർക്ക് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അനാലിസിസ് പാർട്ടിനാണ് മാർക്കുള്ളത്. നിങ്ങൾ ഓരോ ഇൻഡിവിജ്വൽ പോയിന്റ് അനലൈസ് ചെയ്യുന്നതിനാണ് മാർക്കുള്ളത്. അതായത് എക്സാമിനർ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും, ലൈക്ക് ഗ്രോസ് പ്രോഫിറ്റ് മാർജിനിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ROCയിലെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇൻഡിവിജ്വലി ഓരോ അനാലിസിസിനാണ് മാർക്കുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എടുത്ത് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. അപ്പം ഈ രീതിയിലാണ് നിങ്ങൾ റേഷ്യോ അനാലിസിസിന്റെ ആൻസേഴ്സ് കൊണ്ടുവരേണ്ടത്. അതിനൊരു ബേസിക് ഫോർമാറ്റ് ഇങ്ങനെയാണ്. പിന്നെ ഇതിന് പുറമെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, കമ്പനിയിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് കമ്പനിയുടെ പെർഫോമൻസിനെ എഫക്ട് ചെയ്തിട്ടുണ്ടാവാം, അത് നോക്കണം. ലൈക്ക് ഗവൺമെന്റ് ആക്ഷൻസോ അല്ലെങ്കിൽ റിസഷനോ കാരണം എക്കണോമിക് കണ്ടീഷൻസ് വീക്ക് ആയതുകൊണ്ടൊക്കെ കമ്പനിയുടെ വാല്യൂസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഫിനാൻഷ്യൽസിന് പുറമെ ചില ക്വസ്റ്റ്യൻസിൽ നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് കൂടെ അസസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഫിനാൻഷ്യൽസിന്റെ ഒരു ഐഡിയ കിട്ടി, ഫിനാൻഷ്യൽസിന്റെ ഏകദേശം ഒരു ആൻസർ പ്രസന്റ് ചെയ്തു, പിന്നെ നോൺ ഫിനാൻഷ്യൽ ഡാറ്റയും കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ബാക്കി കാര്യങ്ങൾ അസസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ആയിരിക്കണം നമ്മളൊരു റേഷ്യോ അനാലിസിസിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. റേഷ്യോ അനാലിസിസ് ഒക്കെ വന്നാൽ നമുക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റണം. ബട്ട് അതിന്റെ ട്രാപ്പ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് സ്റ്റക്കായി പോകുന്നത്, കാൽക്കുലേറ്റ് ചെയ്യാൻ ഇരുന്നിട്ട് കുറേ സമയം അവിടെ പോകും. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, ഇതിൽ കുറേ ടൈപ്പ് ചെയ്യണമെങ്കിൽ മൊത്തം ഒരു 36 മിനിറ്റ്സിൽ മേ ബി ഒരു 10 മിനിറ്റ്സ് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാനും ഫുൾ മനസ്സിലാക്കാനും പോയി എന്ന് വിചാരിക്കുക. പിന്നെ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് ക്വസ്റ്റ്യൻ ഫുൾ സെറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സിൽ നമ്മുടെ കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് ആവണം. ആ കാൽക്കുലേഷൻസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ വാല്യൂസ് മാത്രം ഇവിടെ ഇൻപുട്ട് ചെയ്താൽ മതി, അല്ലാതെ ഫുൾ കാൽക്കുലേഷന്റെ സ്റ്റെപ്സ് ഒന്നും റേഷ്യോ അനാലിസിസിൽ കാണിക്കേണ്ട ആവശ്യമില്ല. റേഷ്യോ അനാലിസിസ് നമുക്ക് ആ ഫൈനലി കിട്ടുന്ന ഫിഗേഴ്സ് മാത്രം അവിടെ കൊടുത്താൽ മതി. അതിന്റെ റൗണ്ടിങ് ഓഫ് ഒരു വലിയ ഇഷ്യൂ അല്ല. റൗണ്ടിങ് ഓഫ് നിങ്ങൾക്ക് 2 ഡെസിമൽസിലോ ഹോൾ നമ്പറിലോ റൗണ്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല. അതിന്റെ ബേസുള്ള അനാലിസിസ് വന്നാലേ മാർക്കുള്ളൂ. അപ്പം നിങ്ങളുടെ ടാർഗറ്റ് അതായിരിക്കണം, അനാലിസിസുകൾ എഴുതാൻ. ഇപ്പം ഒരു 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും, അതായത് ഒരു 6 പോയിന്റ്സ് എങ്കിലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർമെന്റിന്റെ ആൻസർ പറയേണ്ടത്. ഇനി ഇത് തന്നെ ഇതേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഫിനാൻഷ്യലിന് പുറമെ നോൺ ഫിനാൻഷ്യൽ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം, ഇതേ ഫോർമാറ്റ് തന്നെ നമ്മൾ ആദ്യം ഹെഡിങ് കൊടുക്കുന്നു, നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ഏതാണോ കമ്പനി അത് കൊടുക്കുന്നു, നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ്. അവിടെയും ഇതേപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസിലും ഇതേപോലെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇനി ഒറ്റൊരു സെയിം ക്വസ്റ്റ്യനിൽ തന്നെ ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് മതി. പിന്നെ അനാലിസിസിലേക്ക് വരുന്നു. അനാലിസിസിലേക്ക് വരുമ്പോൾ നമുക്ക് ഡാറ്റ വേണം. ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ സെപ്പറേറ്റ് ഒരു വർക്കിംഗ് നോട്ട് എടുക്കുന്നു. അതിൽ നോൺ ഫിനാൻഷ്യൽ മെഷേഴ്സ് എടുക്കുന്നു. ഞാൻ നേരത്തെ റേഷ്യോ അനാലിസിൽ പറഞ്ഞ പോലെ തന്നെ
നോൺ ഫിനാൻഷ്യൽ മെഷേഴ്സ് ചിലപ്പോൾ ക്വസ്റ്റനിൽ ഡയറക്ട്ലി തന്നിട്ടുണ്ടാവും, ലൈക്ക് 2 വർഷത്തെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനോ 2 വർഷത്തെ എംപ്ലോയി സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി റേറ്റിംഗ്സോ എന്തെങ്കിലും ആ ബിസിനസ്സിന് റിലവന്റ് ആയിട്ടുള്ള നോൺ ഫിനാൻഷ്യൽ മെഷേഴ്സ് എന്തെങ്കിലും ഡയറക്ട്ലി തന്നിട്ടുണ്ടാവും. ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഇയർ 1 ഇയർ 2 എടുക്കുകയാണെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും പുതിയ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, ലൈക്ക് കൺവേർഷൻ റേറ്റ്സോ റേറ്റിന്റെ പെർസെൻറ്റേജോ അല്ലെങ്കിൽ കസ്റ്റമർ കംപ്ലൈൻസിന്റെ പെർസെൻറ്റേജോ അങ്ങനെ എന്തെങ്കിലും എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറയുന്നതൊക്കെ. ആ ബിസിനസ്സിന് റിലവന്റ് ആയിട്ടുള്ള എന്തെങ്കിലും മെഷേഴ്സ് നിങ്ങൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം എഗെയിൻ റേഷ്യോ അനാലിസിസ് ചെയ്ത പോലെ തന്നെ യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ റേഷ്യോസും എല്ലാ നമ്പേഴ്സും അവിടെ കാൽക്കുലേറ്റ് ചെയ്തിടുക. എന്നിട്ട് അതിലെ ഇമ്പോർട്ടൻറ്റ് റേഷ്യോസ് എടുത്ത് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഏതാ ഇമ്പോർട്ടൻറ്റ് റേഷ്യോ എന്ന് വെച്ചാൽ ഒന്ന് വലിയ നമ്പേഴ്സ് ഉള്ളത്, ഭയങ്കരമായി ചേഞ്ച് ആവുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റനിൽ പറഞ്ഞുള്ളത്, പിന്നെ നിങ്ങളുടെ ജഡ്ജ്മെന്റും കൂടെ നോക്കിയിട്ട്. ഇപ്പം ഒരു ബിസിനസ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഏതാണ്? ഇപ്പം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പം നമുക്ക് നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് വെച്ച് എക്സാമിന് തോന്നുന്ന കാര്യങ്ങൾ, അതായത് ഇന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിരിക്കും, അങ്ങനത്തെ റേഷ്യോസ് എടുത്ത് എന്ത് ചെയ്യുക, ആദ്യം ഡിസ്കസ് ചെയ്യുക. ഇതേപോലെ തന്നെ ഹെഡിങ് കൊടുക്കുന്നു. ഇപ്പം കസ്റ്റമർ കംപ്ലൈൻസ് ആണെങ്കിൽ അതൊരു ഹെഡിങ് കൊടുക്കുന്നു. ഇതേപോലെ തന്നെ അതിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്താന്ന് പറയുന്നു, അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ലൈക്ക് അത് നല്ലതാണോ മോശമാണോ, പിന്നെ അതിന്റെ റീസൺ എന്താ, എന്തുകൊണ്ടത് കൂടി എന്തുകൊണ്ടത് കുറഞ്ഞു, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൺക്ലൂഷൻ കൊടുക്കുക. കൺക്ലൂഷൻ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ചിലപ്പം മൊത്തം ഒരു 4 വാല്യൂസ് നമ്മൾ എടുത്തു, 2 പോസിറ്റീവ് 2 നെഗറ്റീവ് ആണ്. അപ്പം നമുക്കൊരു പക്ക കൺക്ലൂഷൻ കൊടുക്കാൻ പറ്റണമെന്നില്ല. പറ്റുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യുക, ഒരു പ്രോപ്പർ കൺക്ലൂഷനിലേക്ക് എത്തുക. ഇതാണ് പെർഫോമൻസ് മെഷർമെന്റ് ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ പാസ് പേപ്പേഴ്സ് ഉണ്ടല്ലോ, പാസ് പേപ്പേഴ്സിൽ റേഷ്യോ അനാലിസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് 2 രീതിയിൽ ചെയ്യാം. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ക്വസ്റ്റ്യൻസ് 2020-25 ക്വസ്റ്റ്യൻസ് ഒന്നുകിൽ നിങ്ങൾക്ക് ഇയറിന്റെ ഓർഡറിൽ, സെഷന്റെ ഓർഡറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു, ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്യുന്നു, 2 ചെയ്യുന്നു, 3 ചെയ്യുന്നു, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് എടുത്തിട്ട്, ഇപ്പം പ്രൈവറ്റ് സെക്ടർ, നമ്മുടെ പെർഫോമൻസ് മെഷർമെന്റ് പ്രൈവറ്റ് സെക്ടർ മാത്രം ചെയ്യണം, അപ്പം അതിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് ചെയ്യുന്നു. അപ്പം ഒരു ടോപ്പിക്കിൽ തന്നെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഇതാണ്. ഇപ്പൊ റേഷ്യോ അനാലിസിന്റെ തന്നെ ഒരു 4 ക്വസ്റ്റ്യൻ നിങ്ങൾ അടുപ്പിച്ച് ചെയ്തു. അത് അടുപ്പിച്ച് ചെയ്യുമ്പം ക്വസ്റ്റ്യൻസിന്റെ ഡാറ്റ അല്ലെങ്കിൽ അതിലെ കമ്പനിയുടെ സിറ്റുവേഷൻസ് വാല്യൂസ് ഒക്കെ ഡിഫറെന്റ് ആണെങ്കിലും അതിൽ കോമൺ ആയി ചില കാര്യങ്ങൾ, ചില പാറ്റേൺസ് നമുക്ക് കാണാൻ പറ്റും. അതായത് എല്ലാ ക്വസ്റ്റ്യനിലും കോമൺലി ഇന്ന കാര്യങ്ങളുണ്ട്, എല്ലാ ആൻസറിലും കോമൺലി ഈ ഒരു സിറ്റുവേഷൻ, പക്ക ഒരേ സെന്റൻസ് അല്ല, ലൈക്ക് ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കുറയുമ്പം അവർ ഈ റീസൺ ആണ് ജനറലി പറയുന്നത്, അല്ലെങ്കിൽ ROC കൂടുന്നതിന്റെ റീസൺ ഇതാണ് പറയുന്നത്. അങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നമുക്ക് തന്നെ കുറെ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, ഇത് കുറഞ്ഞാൽ ഇതായിരിക്കാം റീസൺ, ഇത് കുറഞ്ഞാൽ ഇതായിരിക്കാം, അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് കിട്ടും. അത് ഒരു ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മനസ്സിലാവില്ല, 4-5 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് ഓക്കെ പല പല സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ അതിനനുസരിച്ച് ഓക്കെ ഇങ്ങനെയൊക്കെ വരാം എന്ന് മനസ്സിലാവും. പറയുന്നത് ക്ലിയർ ആണോ? അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ, ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാന്നുള്ള മാത്രമല്ല, അതിൽ നമുക്കൊരു ഇൻസൈറ്റ് കിട്ടണം. ജസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് എത്താന്നുള്ള മാത്രമല്ല, ഒരു ടോപ്പിക്കിൽ പല ക്വസ്റ്റ്യൻ ചെയ്യുമ്പം അതിൽ കോമൺലി ആൻസറിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താ, അതിലൊരു ഒരു പാറ്റേൺ ഉണ്ടോ, ക്വസ്റ്റ്യനിൽ ഒരു പാറ്റേൺ ഉണ്ടോ, ആൻസറിൽ കോമൺലി വരുന്ന കാര്യങ്ങൾ എന്താ. അപ്പം അതിൽ പല പോയിന്റ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് സെയിം ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതേ പോയിന്റ്സ് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി പ്രൈവറ്റ് സെക്ടറിലെ ഈ ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും കഴിഞ്ഞാൽ പിന്നെ ഇത് കമ്പൈൻ ചെയ്യുന്ന 2 മോഡൽസ് ആണ് പിന്നെ നമ്മൾ പഠിക്കുന്നത്. അതിലൊന്ന് ബാലൻസ്ഡ് സ്കോർ കാർഡ് ആണ്. ബാലൻസ്ഡ് സ്കോർ കാർഡ് പഠിക്കുമ്പം എന്താണ് ആ ടെക്നിക്ക് എന്ന് അറിയണം, അത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയണം, അത് അപ്ലൈ ചെയ്യാൻ അറിയണം, ലൈക്ക് ഒരു ക്വസ്റ്റ്യനിൽ അത് അപ്ലൈ ചെയ്യാൻ അറിയണം, പ്ലസ് അതിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും. ഇതിൽ എന്താണ് ബാലൻസ്ഡ് സ്കോർ കാർഡ്, എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന്റെ ബെനിഫിറ്റ്സ് ലിമിറ്റേഷൻ നമുക്ക് ഈസിലി നോട്ട്സ് നോക്കിയാൽ പഠിക്കാൻ പറ്റും. പെട്ടെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ
നമ്മൾ ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ഒരു മോഡലാണ്. അതിൽ 4 ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ്സ് ആണ് നമ്മൾ എടുക്കുന്നത്: ഫിനാൻഷ്യൽ, കസ്റ്റമർ, ഇന്നോവേഷൻ, ഇന്റേണൽ. ഈ ഓരോ പേഴ്സ്പെക്റ്റീവിലും കമ്പനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗോൾസും മെഷേഴ്സും ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഡിഫറെന്റ് ടാർഗറ്റ്സ് വെച്ചുകൊണ്ട് നമ്മൾ ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും കമ്പൈൻ ചെയ്യുന്നുണ്ട്. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ടാർഗറ്റ്സ് പലപ്പോഴും കോൺഫ്ലിക്റ്റിംഗ് ആയിരിക്കും. ഇതൊക്കെയാണ് ഇതിനെ നെഗറ്റീവായിട്ട് പറയാം. ഇനി ഇത് എങ്ങനെയാണ് ഒരു ക്വസ്റ്റനിൽ അപ്ലൈ ചെയ്യുക? അപ്പം ഞാൻ ഈ പറഞ്ഞ ബാക്കി ക്വസ്റ്റ്യൻസ്, എന്താണ് ബാലൻസ്ഡ് സ്കോർ കാർഡ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മേ ബി വരാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാം. ചിലപ്പോഴൊക്കെ ഒരു 8-10 മാർക്സിന് വരെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാം. അപ്പൊ അതൊക്കെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്ട്ലി ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ബെനിഫിറ്റ്സ്, ലിമിറ്റേഷൻസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ അപ്ലിക്കേഷൻ, ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ആ കമ്പനിയിൽ ബാലൻസ്ഡ് സ്കോർ കാർഡ് എങ്ങനെ യൂസ് ചെയ്യും, സോറി, എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ബാലൻസ്ഡ് സ്കോർ കാർഡിന്റെ അപ്ലിക്കേഷനിൽ തന്നെ 2 രീതിയിൽ വരാം. ചിലപ്പോൾ തിയറി മാത്രമായിട്ട് വരാം, ചിലപ്പോൾ തിയറി പ്ലസ് കാൽക്കുലേഷൻ വരാം. പാസ് പേപ്പേഴ്സ് നോക്കുമ്പോൾ ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് തിയറി മാത്രം, അതിന്റെ ഫോർമാറ്റ് സെറ്റ് ചെയ്യുന്ന മാത്രം ക്വസ്റ്റ്യൻസും വരാറുണ്ട്, പ്ലസ് കാൽക്കുലേഷൻ വരുന്ന ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഇപ്പം ഒരു ക്വസ്റ്റ്യനിൽ ബാലൻസ്ഡ് സ്കോർ കാർഡ് ആണെങ്കിൽ ക്വസ്റ്റ്യന്റെ അതിന്റെ അപ്ലിക്കേഷൻ ആണെങ്കിൽ കേട്ടോ, അപ്ലിക്കേഷൻ ആണെങ്കിൽ അതിന്റെ ബേസിക് ഫോർമാറ്റ് എന്ന് പറയുന്നത് നേരത്തെ ഫിനാൻഷ്യൽ പറഞ്ഞ പോലെ ഒരു കമ്പനി അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അവിടുത്തെ ഇന്റേണൽ എക്സ്റ്റേണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പ്ലസ് പ്രോബ്ലം ഇല്ലാത്ത, കാൽക്കുലേഷൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ കറന്റ്ലി അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രോബ്ലംസും ഫ്യൂച്ചറിലേക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ഇതിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ അതിന്റെ ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്യാൻ. ഫോർമാറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ, അതുപോലെ കസ്റ്റമർ, ഇന്നോവേഷൻ, ഇന്റേണൽ. ഇതിൽ ഇന്നോവേഷനെ ലേണിംഗ് ആൻഡ് ഗ്രോത്ത് എന്നും ഇന്റേണലിനെ പ്രോസസ് എഫിഷ്യൻസി എന്ന ടേംസിലും പറയാറുണ്ട്. അപ്പം ഈ 4 പേഴ്സ്പെക്റ്റീവിലേക്കും ആ കമ്പനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗോൾസ് ആൻഡ് മെഷേഴ്സ് ഐഡന്റിഫൈ ചെയ്യാം. ഗോൾസിനെ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് എന്നും മെഷേഴ്സിനെ KPIs എന്നും പറയാറുണ്ട്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നും പറയാറുണ്ട്. ആ കമ്പനിക്ക് ഓരോ പേഴ്സ്പെക്റ്റീവിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടാർഗറ്റ്സ് ആൻഡ് അതെങ്ങനെ ആ ടാർഗറ്റ്സ് അച്ചീവ് ആയോ എന്ന് അറിയാനുള്ള മെഷേഴ്സ്, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഫിനാൻഷ്യൽ എടുക്കുകയാണെങ്കിൽ ഒരു കമ്പനി ഫിനാൻഷ്യൽ സൈഡിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഗോൾസ് എന്തായിരിക്കും? ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റ്സേ ഉള്ളൂ. അതിൽ ജനറലി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളും അത് ആദ്യം ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. പിന്നെ ആ ക്വസ്റ്റനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് എടുക്കുക. ലൈക്ക് ഇപ്പോൾ ഫിനാൻഷ്യൽ സൈഡിൽ ഒരു കമ്പനി അവരുടെ റവന്യൂ, പ്രോഫിറ്റ്, കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാവും. അപ്പോൾ പ്രീവിയസ് ഇയറിൽ അവർ ഫേസ് ചെയ്ത പ്രോബ്ലംസോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബേസിൽ നമുക്ക് ഗോൾസ് എടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കമ്പനിക്ക് റവന്യൂ കൂടണം എന്ന് ആഗ്രഹമുണ്ട്, അപ്പം സെയിൽസ് ഗ്രോത്ത് കൊണ്ടുവരണം, ഇൻക്രീസ് സെയിൽസ് റവന്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അത് പല രീതിയിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ എന്താണോ നമ്മുടെ ഗോൾ നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു പീരീഡിലേക്ക് അച്ചീവ് ചെയ്യേണ്ടത്, അത് വളരെ സിമ്പിൾ പോയിന്റ് ആയിട്ട് ഫുൾ സെന്റൻസ് ആക്കണം എന്നില്ല, ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുത്താലും മതി. ദെൻ അതിന്റെ മെഷർ, ലൈക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്തോ എന്ന് അറിയാൻ നമ്മൾ എന്ത് മെഷർ ചെയ്യണം? അപ്പം നമുക്ക് റവന്യൂവിന്റെ പെർസെൻറ്റേജ് ഇൻക്രീസോ അല്ലെങ്കിൽ സെയിൽസ് ഗ്രോത്തോ എന്താന്ന് വെച്ചാൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെഷർ എടുക്കുക. അങ്ങനെ ഓരോ പേഴ്സ്പെക്റ്റീവിലും ആ കമ്പനി എക്സ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ, ലൈക്ക് ഇപ്പോൾ കസ്റ്റമർ ആകുമ്പം കസ്റ്റമർ കംപ്ലൈൻറ്റ്സ് കുറയണം, അല്ലെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സ് വരണം, കസ്റ്റമർ റീറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇന്നോവേഷൻ ആകുമ്പോൾ പുതിയ പ്രൊഡക്ട്സ്, പുതിയ സർവീസസ് കൊണ്ടുവരാൻ പറ്റണം, അത് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതായിരിക്കണം, അതിൽ നല്ല റവന്യൂ കൊണ്ടുവരാൻ പറ്റണം. ഇന്റേണൽ ആകുമ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രോസസ്സുകൾ, അവിടുത്തെ വേസ്റ്റേജ് കുറയ്ക്കുക, എഫിഷ്യൻ്റ് ആവുക. ഇങ്ങനെ ഓരോ ഗോളിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഓരോ പേഴ്സ്പെക്റ്റീവിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗോൾസ് ആൻഡ് മെഷേഴ്സ് എടുക്കുക. ഗോൾസ് എടുക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഗോൾസ് കിട്ടിക്കഴിഞ്ഞാൽ മെഷർ സിമ്പിൾ ആയിട്ട് എടുക്കാം. ലൈക്ക് ഇപ്പം ഇൻക്രീസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഗോൾ എങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ആയോ എന്ന് അറിയാൻ എന്ത് മെഷർ ചെയ്യണം? അപ്പൊ മെഷർ എങ്ങനെ എടുക്കും? ഒന്നുകിൽ പെർസെൻറ്റേജ് ഓഫ് കംപ്ലൈൻസോ അല്ലെങ്കിൽ നമ്പർ ഓഫ് കസ്റ്റമർ കംപ്ലൈൻസോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ സിറ്റുവേഷനിൽ ആ കമ്പനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗോൾസ് ഐഡന്റിഫൈ, എങ്ങനെ ഗോൾ ഐഡന്റിഫൈ ചെയ്യും? ക്വസ്റ്റ്യൻ നന്നായി വായിച്ചിട്ട് ഓൾറെഡി അവർ ഫേസ് ചെയ്ത പ്രോബ്ലംസ് എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാന്നുള്ളതായിരിക്കുമല്ലോ ഗോൾ ഉണ്ടാവുക.
അപ്പം ഓൾറെഡി അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടാവും. അല്ലെങ്കിൽ അവർ ഫ്യൂച്ചറിലേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ, അതിൽ നിന്ന് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഗോൾസ് ഉണ്ടാവും. ഇപ്പം കമ്പനി കസ്റ്റമർ റിട്ടൻഷൻ കൂട്ടാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അധികം നമുക്ക് മനസ്സിലാക്കി കമ്പനിയുടെ ഗോൾ ഇതാണ്, കസ്റ്റമർ റിട്ടൻഷൻ റേറ്റ് കൂട്ടണം. അതിന്റെ മെഷർ എന്തായിരിക്കും? റിട്ടൻഷൻ റേറ്റ് നോക്കാം. അങ്ങനെ കമ്പനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗോൾസും മെഷേഴ്സും എടുക്കുക. ഇതാണ് ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ കാൽക്കുലേഷനും കൂടെ കൂട്ടി വരാം. കാൽക്കുലേഷനും കൂടെ വരാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഗോൾ എടുത്തു. ഫോർ എക്സാമ്പിൾ ഇൻക്രീസ് റവന്യൂ ആണ് ഗോള്. അതിന്റെ മെഷർ നമ്മൾ എടുത്തേക്കുന്നത് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ റവന്യൂ ആണ്. ഈ ഗോള് മീറ്റ് ചെയ്തോ എന്ന് നമ്മൾ അസസ് ചെയ്യേണ്ടി വരും. എങ്ങനെ? ക്വസ്റ്റ്യനിൽ കമ്പനിയുടെ 2 വർഷത്തെ, ശ്രദ്ധിച്ചു കേൾക്കണേ, കമ്പനിയുടെ 2 വർഷത്തെ റവന്യൂവിന്റെ ഡീറ്റെയിൽസ് തരും ചിലപ്പോൾ. അപ്പം ആ റവന്യൂ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ആ പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടോ, റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആ ഗോൾ മീറ്റ് ചെയ്തു, അപ്പം കമ്പനി നന്നായി പെർഫോം ചെയ്തു എന്ന രീതിയിൽ ഫിനാൻഷ്യലിൽ നേരത്തെ പറഞ്ഞ പോലെ പെർഫോമൻസ് അസസ് ചെയ്യേണ്ടി വരാം. അതായത് ബാലൻസ്ഡ് സ്കോർ കാർഡ് യൂസ് ചെയ്തുകൊണ്ട് പെർഫോമൻസ് അസസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടത്? ഡാറ്റ നോക്കുക, ഡാറ്റ ഡയറക്റ്റ്ലി തരും. അപ്പൊ ആ മെഷർ എടുത്ത് അത് മീറ്റ് ആയോ, നമ്മുടെ ഗോള് മീറ്റ് ആയോ നോക്കുക, അതിന്റെ ബേസിസിൽ അനാലിസിസ് നടത്തുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസും മേ ബി വരാം. ഇപ്പൊ ബാലൻസ്ഡ് സ്കോർ കാർഡിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, ഇൻക്ലൂഡിങ് അതിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും. കേട്ടോ, ക്ലിയർ അല്ലേ? ബാലൻസ്ഡ് സ്കോർ കാർഡ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇതിൽ തന്നെ ബിൽഡിംഗ് ബ്ലോക്ക് മോഡലാണ്. സിമിലർ കോൺസെപ്റ്റ് ആണ് ബിൽഡിംഗ് ബ്ലോക്ക് മോഡലിലോട്ടും വരുന്നത്. അപ്പം ഇതേപോലെ തന്നെ ബിൽഡിംഗ് ബ്ലോക്ക് മോഡലിലും എന്താണെന്ന് ചോദിക്കാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അതിന്റെ ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, പിന്നെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും. ആപ്ലിക്കേഷൻ ഒഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വന്നാൽ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. ബിൽഡിംഗ് ബ്ലോക്ക് മോഡൽ എന്നുള്ളതും ഒരു പെർഫോമൻസ് മെഷർമെന്റ് മോഡലാണ്. കുറച്ചും കൂടെ വലിയൊരു ടെക്നിക്കാണ്. ജനറലി സർവീസ് ഇൻഡസ്ട്രീസിനാണ് നമ്മൾ അത് സജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 3 ബിൽഡിംഗ് ബ്ലോക്സ് അതിനകത്ത് വരുന്നുണ്ട്. ഡൈമെൻഷൻസ് ഉണ്ട്, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, റിവാർഡ്സ് ഉണ്ട്. ദെൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പിന്നെ അതിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും. ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റണം. അതിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം? ബാലൻസ്ഡ് സ്കോർ കാർഡിൽ പറഞ്ഞ പോലെ തന്നെ തിയറി ഓർ തിയറി പ്ലസ് കാൽക്കുലേഷൻ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. ബിൽഡിംഗ് ബ്ലോക്ക് മോഡലിലോട്ട് വരുമ്പോൾ ഡിഫറൻസ് എന്താണ്? സിമ്പിൾ ആണ്. ആകെ കോൺസെപ്റ്റ് വൈസ് ഒന്നും വേറെ ഡിഫറൻസ് ഇല്ല. ആകെ വരുന്ന ഡിഫറൻസ് നമ്പർ ഓഫ് പേഴ്സ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ ഡൈമെൻഷൻസ് കുറച്ച് കൂടുതലുണ്ട്. ബിൽഡിംഗ് ബ്ലോക്ക് മോഡലിലോട്ട് വരുമ്പോൾ ഏതൊക്കെ ഡൈമെൻഷൻ ഉണ്ട്? നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എന്ന് പറയുന്ന ഒരു ഡൈമെൻഷൻ ഉണ്ട്, പിന്നെ കോമ്പറ്റിറ്റീവ്നെസ് ഉണ്ട്, ദെൻ ക്വാളിറ്റി ഓഫ് സർവീസ്, ഇന്നൊവേഷൻ, ഫ്ലെക്സിബിലിറ്റി ആൻഡ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ഇത്രയും ഡൈമെൻഷൻസ് ഉണ്ട്. ഇനി ഈ ഡൈമെൻഷൻസിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗോൾസും മെഷേഴ്സും ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നോർമലി ക്വസ്റ്റ്യൻ വരാം. അപ്പം ആ കമ്പനി ഓൾറെഡി ഫേസ് ചെയ്യുന്ന ഇഷ്യൂസോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോട്ട് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളോ തന്നിട്ടുണ്ടാവും. ഇത് ഓരോ പേഴ്സ്പെക്റ്റീവിലേക്കും കറക്റ്റ് ആയിട്ടുള്ള ഗോൾസ് എടുക്കുക. ലൈക്ക് ഫ്യൂച്ചറിലോട്ടുള്ള റവന്യൂ, പ്രോഫിറ്റ് കാര്യങ്ങൾ, കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസിന്റെ ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പുതിയ പ്രൊഡക്ട്സ് കമ്പനി എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് കൊണ്ടുവരിക, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഫ്ലെക്സിബിലിറ്റി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് കമ്പനിക്ക് ഡിഫറെന്റ് വർക്കുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കമ്പനിയുടെ എംപ്ലോയീസിന് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, ഒരു ഇഷ്യൂ വന്നാൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെയാണ് ഫ്ലെക്സിബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. റിസോഴ്സ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിസോഴ്സുകൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അത് വേസ്റ്റേജ് ഉണ്ടോ, അത് ഫുള്ളി യൂട്ടിലൈസ്ഡ് ആണോ, കപ്പാസിറ്റി ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയാണ് റിസോഴ്സ് യൂട്ടിലൈസേഷനിൽ വരിക. ഇതിന്റെ ഗോൾസും മെഷേഴ്സും എടുക്കുക. പിന്നെ പലപ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ, ഈ ബിൽഡിംഗ് ബ്ലോക്ക് മോഡലിൽ ഇത് കൂടാതെ സ്റ്റാൻഡേർഡ്സും ഉണ്ട്,
റിവാർഡ്സും ഉണ്ട്. ഇതിൽ 3 പോയിന്റ്സ് വീതം നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ സ്റ്റാൻഡേർഡ്സിൽ 3 പോയിന്റ്സ് ഉണ്ട്, റിവാർഡ്സിൽ 3 പോയിന്റ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് 3 സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ 3 റിവാർഡ്സ് എന്ന രീതിയിലല്ല. നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് എങ്ങനെ ആയിരിക്കണം എന്ന ഗൈഡ് ലൈൻ ആണ് 3 പോയിന്റ്. നമ്മൾ ഓണർഷിപ്പ്, അച്ചീവബിലിറ്റി, ഇക്വിറ്റി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കൊടുക്കുന്ന ഗോൾസ്, നമ്മൾ കൊടുക്കുന്ന ഗോൾസ് പ്രാക്ടിക്കലി ഇപ്പം ഓരോ ഡയമെൻഷനിലും നമ്മൾ ഗോൾസ് പറഞ്ഞല്ലോ. ഈ ഗോൾസ് എങ്ങനെ ആയിരിക്കണം എന്നതാണ് സ്റ്റാൻഡേർഡ്സിന്റെ ആ 3 പോയിന്റ്സ്. അതുപോലെ ഗോൾ അച്ചീവ് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന റിവാർഡ്സ് അത് എങ്ങനെ ആയിരിക്കണം എന്നതാണ് റിവാർഡ്സ് എന്ന പോയിന്റിലെ റിവാർഡ്സ് എന്ന സെക്ഷനിലെ 3 പോയിന്റ്സ്. അത് ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിൽ വേറെ ഇമ്പാക്റ്റ് ഒന്നുമില്ല. ജനറലി വേറെ ഇമ്പാക്റ്റ് ഒന്നുമില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഗോൾസ് മെഷേഴ്സ് തന്നെ എടുത്താൽ മതി. ഇനി വളരെ റെയർ ആയിട്ട് മേ ബി ഓരോ ഗോളിലും അത് അച്ചീവ് ചെയ്താൽ ഉള്ള റിവാർഡ്സും കൂടെ മേ ബി വളരെ റെയർ ആയിട്ട് വരാം, റിവാർഡും കൂടെ കണക്ട് ചെയ്യേണ്ടി വരാം. എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ഗോൾ ഉണ്ട് കമ്പനിക്ക്. ഫോർ എക്സാമ്പിൾ റവന്യൂ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഗോൾ. മെഷർ റവന്യൂവിൽ ഇൻക്രീസ് ആണ് മെഷർ, പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ റവന്യൂ ആണ് മെഷർ. അതിന്റെ റിവാർഡ് എന്തായിരിക്കും? അപ്പം അത് അച്ചീവ് ചെയ്യുന്ന ആൾക്ക്, അതിൽ ഇൻവോൾവ് ചെയ്യുന്ന എംപ്ലോയിക്ക് നമ്മൾ കൊടുക്കുന്ന റിവാർഡ് എന്താ? ഈ റിവാർഡ് ക്വസ്റ്റനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ലൈക്ക് ഇപ്പം നമ്മൾ റവന്യൂ കൂടുകയാണെങ്കിൽ കൂടിയ റവന്യൂവിന്റെ 5%, അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കാന്നുള്ളതാണെങ്കിൽ കുറച്ച കോസ്റ്റിന്റെ 1%, എക്സാമ്പിൾ ആണ് പറയുന്നത്. അങ്ങനെ റിവാർഡ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യണം? അവിടെ കൊടുക്കണം. ഇങ്ങനെയായിരിക്കും നമ്മൾ ബിൽഡിംഗ് ബ്ലോക്ക് മോഡലിലോട്ട് വരിക. അതിന്റെ ആപ്ലിക്കേഷൻ സൈഡ് വരുമ്പം ബാലൻസ്ഡ് സ്കോർ കാർഡും ബിൽഡിംഗ് ബ്ലോക്ക് മോഡലും ഒരേപോലെ തന്നെയാണ് വരുന്ന. ഡിഫറൻസ് ഇവിടെ 6 ഉണ്ട് എന്നുള്ളത് മാത്രമാണ്, 6 ഡയമെൻഷൻസ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. ഇനി ഇത് കൂടാതെ ഈ 2 ടോപ്പിക്കിലും ജനറലി ജസ്റ്റിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. രണ്ടിലും ജസ്റ്റിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. എന്താണ് ജസ്റ്റിഫിക്കേഷൻ? ലൈക്ക് നിങ്ങൾ ഒരു ഗോൾ എടുക്കുന്നതിന്റെ ലോജിക്ക് എന്താ? അപ്പം എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇൻക്രീസ് ഗോളായിട്ട് റവന്യൂ ഇൻക്രീസ് എടുത്തു എന്നത് ജസ്റ്റിഫൈ ചെയ്യണം. ജസ്റ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നിങ്ങൾ അതിന്റെ ലോജിക്ക്, എന്തുകൊണ്ട് നിങ്ങൾ അത് എടുത്തു എന്ന ലോജിക്ക് വളരെ ബ്രീഫ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. അതും ചിലപ്പം ചോദിക്കാം. പിന്നെ ഇത് ആൻസർ ചെയ്യുമ്പം ടേബിൾ ഫോർമാറ്റിൽ തന്നെ ആൻസർ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എക്സാമിന് ഒരു ഫോർമാറ്റ് ഉണ്ടാവും, തന്നിട്ടുണ്ടാവും, ആ രീതിയിൽ ആൻസർ ചെയ്യുക. ചിലപ്പം ഓരോ ഗോള്, ഓരോ മെഷർ, അതിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്ന രീതിയിലായിരിക്കും. ചിലപ്പം താഴെ താഴെ ലൈനായിട്ട് കൊടുക്കാനായിരിക്കും പറയാം. എക്സാമിനർ തരുന്ന ഫോർമാറ്റ് എന്താണോ ആ രീതിയിൽ തന്നെ ആൻസർ ചെയ്യാൻ നോക്കുക. ഇതാണ് ബിൽഡിംഗ് ബ്ലോക്ക് മോഡലിൽ വരുന്നത്. ദെൻ ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് സെക്ടർ കഴിഞ്ഞു. പിന്നെ വരുന്നത് പബ്ലിക് സെക്ടർ ആണ്. പബ്ലിക് സെക്ടറിൽ വരുമ്പം ജനറലി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സെക്ഷൻ സിയിൽ മേ ബി അതിന്റെ ഡിഫിക്കൽട്ടീസ് ചോദിക്കാറുണ്ട്. ഒരു പബ്ലിക് സെക്ടറിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുമ്പോൾ വരുന്ന ഡിഫിക്കൽട്ടീസ്, ഇഷ്യൂസ് എന്താണ്? പിന്നെ വാല്യൂ ഫോർ മണി. വാല്യൂ ഫോർ മണി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 രീതിയിൽ വരാം. ഒന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താണ് വാല്യൂ ഫോർ മണി എന്ന രീതിയിൽ വരാം. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻ വരാം. പിന്നെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും അങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കാനില്ല. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. 1-2 പോയിന്റ് ഒന്ന് നോക്കി വെക്കുക. അങ്ങനെ കാര്യമായിട്ടില്ല, എന്നാലും ജസ്റ്റ് 1-2 പോയിന്റ് ഒന്ന് നോക്കി വെക്കുക. ക്വസ്റ്റ്യൻസ് വരുമ്പം പബ്ലിക് സെക്ടറിന്റെ പെർഫോമൻസ് മെഷറിൽ വരുന്ന ഡിഫിക്കൽട്ടീസ് ചോദിക്കാം. അപ്പം ജനറലി പബ്ലിക് സെക്ടറിലോട്ട് വരുമ്പം നോൺ ക്വാണ്ടിഫയബിൾ ഒബ്ജക്റ്റീവ്സ് ആണ്, മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. പലപ്പോഴും പെർഫോമൻസ് മെഷർമെന്റ് അത്ര ഈസി അല്ല. അതുകൊണ്ടാണ് നമ്മൾ വാല്യൂ ഫോർ മണി എന്നൊരു ടെക്നിക്ക് കൊണ്ടുവന്നിട്ട് പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്. വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത് എന്താ? ഒരു പബ്ലിക് സെക്ടറിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഒരു ഒബ്ജക്റ്റീവ് പോലെ നമുക്ക് എടുക്കാം. അതിൽ 3 കാര്യങ്ങളാണ് മെഷർ ചെയ്യുന്നത്. 3 E's ആണ് മെഷർ ചെയ്യുന്നത്: എക്കോണമി, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. പിന്നെ അതിന്റെ ബെനിഫിറ്റ്സ് എന്താ, ലിമിറ്റേഷൻസ് എന്താന്നുള്ള കാര്യങ്ങൾ. ഇനി അതിന്റെ ആപ്ലിക്കേഷൻ. ഒരു ക്വസ്റ്റനിൽ ഒരു സിനാരിയോ തന്നാൽ അവിടെ എങ്ങനെയാണ് വാല്യൂ ഫോർ മണി അപ്ലൈ ചെയ്യുക? അപ്പൊ വാല്യൂ ഫോർ മണി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നേരത്തെ ബാലൻസ് സ്കോർ കാർഡും ബിൽഡിംഗ് ബ്ലോക്ക് മോഡലിലും പറഞ്ഞതുപോലെ മേ ബി അതിന്റെ ഫ്രെയിം വർക്ക് മാത്രമായിരിക്കും, അതിന്റെ മെഷേഴ്സ് എന്താന്ന് മാത്രം പറഞ്ഞാൽ മതി. ചിലപ്പോൾ അതിന്റെ കാൽക്കുലേഷൻസും കൂടെ വരാം. അപ്പൊ ജനറലി ഇങ്ങനെയാണ് നമ്മൾ 3 കാര്യങ്ങൾ മെഷർ ചെയ്യേണ്ടത്: എക്കോണമി ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്, എഫക്റ്റീവ്നെസ് ഉണ്ട്. ഇപ്പം സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് നമ്മൾ പറയുക: റിസോഴ്സസിന്റെ കോസ്റ്റ്, ഇൻപുട്ട് കോസ്റ്റ് മെഷർ ചെയ്യുന്നതാണ് എക്കോണമി, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ എടുക്കുന്നതാണ് എഫിഷ്യൻസി,
ഔട്ട്പുട്ട്സും നിങ്ങളുടെ ഒബ്ജക്റ്റീവും തമ്മിൽ കറക്റ്റ് ആണോ, ഒബ്ജക്റ്റീവ്സ് കറക്റ്റായി മീറ്റ് ആവുന്നുണ്ടോ, അത് എത്രത്തോളം കറക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ എഫക്റ്റീവ്നെസ്സിൽ മെഷർ ചെയ്യുക. ഇത് ബേസ് ചെയ്ത് വേണം നമ്മൾ അവിടുത്തെ ഓരോന്നിന്റെയും മെഷേഴ്സ് എടുക്കാൻ. അപ്പോൾ ഒരു കമ്പനിയുടെ എക്കോണമി മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടുത്തെ റിസോഴ്സസിന്റെ കോസ്റ്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ എക്കോണമി എങ്ങനെ മെഷർ ചെയ്യും, അവിടുത്തെ റിസോഴ്സ്, അവിടുത്തെ ഡോക്ടേഴ്സ്, സ്റ്റാഫ്, ബാക്കി മെഡിസിൻസ്, എക്യുപ്മെന്റ്സ്, ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒക്കെ കോസ്റ്റ് നോക്കാം. ഈ കോസ്റ്റ് കുറയുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമ്മൾ എക്കണോമിക്കൽ ആവുന്നത്. പിന്നെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻപുട്സ് കുറച്ചിട്ട് ഔട്ട്പുട്ട്സ് കൂട്ടാനായിട്ട് നോക്കണം. പിന്നെ എഫക്റ്റീവ്നെസ്സിലോട്ട് വരുമ്പം നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് കൂടുതൽ മീറ്റ് ആവണം. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, ഒബ്ജക്റ്റീവ് എന്താ, ക്യൂർ ആവാന്നുള്ളതാണ്. ക്യൂർ ആവുന്നത് എത്ര പെർസെൻറ്റേജ്, അത് കൂടുന്തോറും നല്ലതാണ്. ഇതാണ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഇത് മൂന്ന് മീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ വാല്യൂ ഫോർ മണി അച്ചീവ് ചെയ്തു എന്ന് പറയുക. ഇനി ഒരു ക്വസ്റ്റ്യനിൽ ഇത് തന്നെ കാൽക്കുലേഷൻ കൂടെ വരാം. ജസ്റ്റ് തിയറി ക്വസ്റ്റ്യൻ മാത്രമല്ല, കാൽക്കുലേഷൻ ആയിട്ട് വരാം. അതെങ്ങനെ ആൻസർ ചെയ്യും? അപ്പൊ പെർഫോമൻസ് അസസ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ മെഷേഴ്സ് എടുക്കുക. ലൈക്ക് എക്കോണമിക്ക് എന്താണ് മെഷർ, എഫിഷ്യൻസിക്ക് എന്താണ് മെഷർ, എഫക്റ്റീവ്നെസ് എന്താണ് മെഷർ എന്ന് നോക്കുക. ദെൻ ആ മെഷർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിന്റെ ബേസിസിൽ പെർഫോമൻസ് അസസ്മെന്റ് നടത്തുക. ഫോർ എക്സാമ്പിൾ എക്കോണമിക്ക് നമ്മൾ എടുക്കുന്നത് ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ സാലറിയാണ്. അപ്പോൾ ഡോക്ടറുടെ സാലറി നമ്മൾ നോക്കിയപ്പം അത് കുറവാണ്. സാലറി കുറഞ്ഞു എന്ന് പറയുമ്പം എക്കണോമിക്കലാണ്, നല്ലതാണ്. അപ്പം അതിന്റെ റീസൺസോ കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ കണക്ട് ചെയ്തിട്ട് പറയാം. റേഷ്യോ അനാലിസിൽ പറഞ്ഞല്ലോ, അതേ രീതിയിൽ തന്നെ ഇവിടെയും കണക്ട് ചെയ്ത് പറയുക. അപ്പം ഈ മൂന്ന് ആംഗിളിലാണ്, ഈ മൂന്ന് വാല്യൂസ് എടുത്തിട്ടായിരിക്കും നമ്മൾ പെർഫോമൻസ് അസസ്മെന്റ് ചെയ്യുന്നുണ്ടാവുക. ഇതായിരിക്കും നമുക്ക് വാല്യൂ ഫോർ മണിയിൽ വരിക. പിന്നെ വരുന്നത് ഡിവിഷൻസിന്റെ പെർഫോമൻസ് മെഷർമെന്റ് ആണ്. ഡിവിഷണൽ പെർഫോമൻസ്. ഡിവിഷൻസിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുമ്പം അവിടെ പല ടൈപ്പ് ഡിവിഷൻസ് ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സ്, പ്രോഫിറ്റ് സെന്റേഴ്സ്, റവന്യൂ സെന്റേഴ്സ്, കോസ്റ്റ് സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. പല റെസ്പോൺസിബിലിറ്റി ഉള്ള ഡിവിഷൻസ് ഉണ്ട്. മെയിൻലി ഇൻവെസ്റ്റ്മെന്റ് സെന്ററോ പ്രോഫിറ്റ് സെന്റർ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ റെലവെന്റ് ആവുന്നത്. എസ്പെഷ്യലി ഇൻവെസ്റ്റ്മെന്റ് സെന്ററിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനാണ് നമ്മൾ ROI പോലത്തെ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ROI ആകുമ്പോൾ ഒരു പെർസെൻറ്റേജ് ഫിഗറും RI എന്ന് പറയുന്ന അബ്സല്യൂട്ട് ഡോളർ വാല്യൂ ആണ്. രണ്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് സെന്ററിന്റെ പെർഫോമൻസ് അസസ് ചെയ്യാനുള്ള ടൂൾസ് ആണ്. അപ്പം അതിൽ ROI എന്ന് പറയുമ്പം ഒരു ഡിവിഷനിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ്, ഇൻവെസ്റ്റ്മെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. RI ആണെങ്കിൽ നമ്മൾ എത്രയാണ് അവിടെ ഇംപ്യൂട്ടഡ് ഇൻട്രസ്റ്റ് കഴിഞ്ഞ് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടും കൂടുന്നതാണ് ജനറലി നല്ലത്. ഇനി ഇതും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. രണ്ട് ഡിവിഷൻസിന്റെ ഡാറ്റ തന്നിട്ട് പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ പറയാം. ഡിവിഷണൽ പെർഫോമൻസ് കമ്പയർ ചെയ്യുമ്പം ജസ്റ്റ് ROI മാത്രമല്ല, നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ പഠിച്ച ഏത് വാല്യൂസ് നമുക്ക് എടുക്കാം. ലൈക്ക് ഗ്രോസ് പ്രോഫിറ്റ് മാർജിനോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. അതിന് പുറമെയാണ് ROI എന്ന് പറയുന്ന ടെക്നിക്സ്. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവിഷൻസിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണോ നമ്മൾ റേഷ്യോ അനാലിസിസ് വെച്ച് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ ഇവിടെ നമുക്ക് ചെയ്യാം ഡിവിഷണൽ പെർഫോമൻസിലോട്ട് വരുമ്പോൾ. പിന്നത്തെ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ പ്രൈസ് ആണ്. ട്രാൻസ്ഫർ പ്രൈസ് ഒരു പെർഫോമൻസ് മെഷർ അല്ല. അതെന്ന് പറയുന്നത് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഡിവിഷൻസ് തമ്മിൽ ട്രാൻസ്ഫർ നടക്കുന്നു, പ്ലസ് ആ ഡിവിഷൻസ് എയ്തർ പ്രോഫിറ്റ് സെന്റേഴ്സോ ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സോ ഒക്കെ ആണെങ്കിൽ അവിടെയാണ് ട്രാൻസ്ഫർ പ്രൈസ് റെലവെന്റ് ആവുന്നത്. രണ്ട് ഡിവിഷൻസ് തമ്മിൽ ട്രാൻസ്ഫർ നടക്കുമ്പം ഇന്റേണലി നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു സെല്ലിംഗ് പ്രൈസ് ആണ് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫർ പ്രൈസിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും? ട്രാൻസ്ഫർ പ്രൈസിന്റെ ക്വസ്റ്റ്യൻസ് മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻസിൽ വരിക. ഒന്ന് കാൽക്കുലേറ്റ് ട്രാൻസ്ഫർ പ്രൈസ്, ട്രാൻസ്ഫർ പ്രൈസ് കണ്ടുപിടിക്കാൻ പറയും. പിന്നെ അത് ബേസ് ചെയ്ത് ഡിവിഷണൽ പ്രോഫിറ്റ്സോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ്സോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. പിന്നെ അതിന്റെ ഇമ്പാക്റ്റ്, അതിന്റെ തിയറി. അപ്പം ജനറലി ഒരു ക്വസ്റ്റ്യനിൽ ഡാറ്റ തന്നിട്ട് അവിടുത്തെ ട്രാൻസ്ഫർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസിന്റെ ബേസിലുള്ള ഡിവിഷണൽ പ്രോഫിറ്റ്സോ പിന്നെ ആ ട്രാൻസ്ഫർ പ്രൈസ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പോസിറ്റീവ്സും നെഗറ്റീവ്സും ആണ് ചോദിക്കുക. ട്രാൻസ്ഫർ പ്രൈസിന്റെ കാൽക്കുലേഷൻ ആണെങ്കിൽ, അപ്പം ആദ്യത്തെ പോയിന്റ് ആണ് പറയുന്നത് ട്രാൻസ്ഫർ പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ട്രാൻസ്ഫർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റൂൾ ഇതാണ്. ട്രാൻസ്ഫർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക്
എക്സ്റ്റേണൽ മാർക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം നോക്കുക. ഇന്റേണലി ട്രാൻസ്ഫർ ചെയ്യുന്ന ഐറ്റത്തിന് എക്സ്റ്റേണൽ മാർക്കറ്റ് ഇല്ലെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യുന്ന ഐറ്റത്തിന് എക്സ്റ്റേണൽ മാർക്കറ്റ് ഇല്ലെങ്കിൽ പിന്നെ നോർമലി ട്രാൻസ്ഫർ പ്രൈസ് എന്തിന്റെ ബേസിലായിരിക്കും? കോസ്റ്റിന്റെ ബേസിസിലായിരിക്കും. ഇനി പറയുന്ന ഒരു സെക്ഷൻ സി പേഴ്സ്പെക്റ്റീവിലാണ്, അല്ലാതെ ഒരു 2 മാർക്ക് ക്വസ്റ്റനിലല്ല. ഒരു സെക്ഷൻ സിയിൽ ട്രാൻസ്ഫർ പ്രൈസ് കണ്ടുപിടിക്കാൻ പറയുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് അതിനൊരു എക്സ്റ്റേണൽ മാർക്കറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസ് കോസ്റ്റിന്റെ ബേസിലായിരിക്കും. ആ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതർ വേരിയബിൾ കോസ്റ്റോ ഫുൾ കോസ്റ്റോ ആയിരിക്കും ബേസിസ് ആയിട്ട് എടുക്കുക. വേണമെങ്കിൽ റെലവൻറ്റ് കോസ്റ്റും എടുക്കാം. പക്ഷെ അത് ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടാവും. ദാ ട്രാൻസ്ഫർ പ്രൈസ് ഇസ് ബേസ്ഡ് ഓൺ ഫുൾ കോസ്റ്റ് പ്ലസ് 5% ഓർ വേരിയബിൾ കോസ്റ്റ് പ്ലസ് 10% എന്നൊരു പോളിസി ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യും. സോ ദാറ്റ് അവിടെ നിങ്ങളുടേതായ ഡിസിഷൻ മേക്കിങ്ങോ വേറെ ആവശ്യമില്ല. എന്താണോ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ആ പറയുന്ന മാർജിൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫുൾ കോസ്റ്റ് ആ പറയുന്ന മാർജിൻ ആഡ് ചെയ്യുക. അപ്പം മാർക്കറ്റ് വേറെ പുറത്തൊരു സെല്ലറോ ബയ്യറോ ഇത് വാങ്ങാനോ വിൽക്കാനോ ഇല്ലാത്തൊരു സിറ്റുവേഷൻ, മാർക്കറ്റ് ഇല്ലാത്ത സിറ്റുവേഷനിൽ കോസ്റ്റിന്റെ ബേസിലായിരിക്കും. അതും കോസ്റ്റ് ആരുടെ കോസ്റ്റ്? ആരാണോ ഇന്റേണലി ഐറ്റം സെല്ല് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അയാളുടെ കോസ്റ്റിന്റെ ബേസിൽ കേട്ടോ. ഇനി അതല്ല എക്സ്റ്റേണൽ മാർക്കറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യുന്ന ഐറ്റത്തിന് എക്സ്റ്റേണൽ മാർക്കറ്റ് ഉണ്ട്, പുറത്തൊരു സെല്ലർ ബയർ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ നോക്കേണ്ടത് അവിടുത്തെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള പ്രൈസ് നമ്മുടെ ജഡ്ജ്മെന്റ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ്. ഇപ്പം ആദ്യത്തെ കേസിൽ അവർ ക്ലിയർ ആയിട്ട് പോളിസി പറയുന്നുണ്ട്, നമുക്ക് ഇത് വേണോ അത് വേണോ നമ്മൾ ചിന്തിക്കേണ്ട, കാൽക്കുലേഷൻ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. സെക്കൻഡ് സിറ്റുവേഷൻ ആണെങ്കിൽ എക്സ്റ്റേണൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടുത്തെ സ്യൂട്ടബിൾ പ്രൈസ് എടുക്കണം. അപ്പൊ ജനറലി അവിടെ വരിക മിനിമം പ്രൈസ് മാക്സിമം പ്രൈസ് എന്ന് പറഞ്ഞ് രണ്ട് ലിമിറ്റ് ആയിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. മിനിമം പ്രൈസും മാക്സിമം പ്രൈസും. സെല്ലറിന്റെ പേഴ്സ്പെക്റ്റീവിൽ മിനിമം പ്രൈസും ബയ്യറിന്റെ പേഴ്സ്പെക്റ്റീവിൽ മാക്സിമം പ്രൈസും ആയിരിക്കും നമ്മൾ എടുക്കുക. അതിൽ മിനിമം പ്രൈസ് എടുക്കുമ്പോൾ ജനറൽ റൂൾ എന്ന് പറയുന്നത് പക്ക റെലവൻറ്റ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുക. ഒരാളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്ന സമയത്ത് അയാൾക്ക് വേണ്ടി വരുന്ന മിനിമം എമൗണ്ട് എന്താണോ, റെലവൻറ്റ് കോസ്റ്റ് എന്താണോ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ മാക്സിമം പ്രൈസിലോട്ട് വരുമ്പം അവിടെ ജനറലി എക്സ്റ്റേണൽ പർച്ചേസ് പ്രൈസ് നോക്കുക. പുറത്തുനിന്ന് എത്രയ്ക്ക് വാങ്ങാൻ പറ്റുമോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മാക്സിമം പ്രൈസ് എടുക്കുക. അപ്പം ഇത് രണ്ടും കണ്ടുപിടിച്ചാൽ ഇതിനിടയിലായിരിക്കും എന്തുണ്ടാവുക? ഒരു ഫെയർ ട്രാൻസ്ഫർ പ്രൈസ് ഉണ്ടാവുക. ഇങ്ങനെ ആയിരിക്കും ട്രാൻസ്ഫർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ മിനിമം പ്രൈസ് കാൽക്കുലേഷൻ ആണ് ഇവിടെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്. ബാക്കി ഏതും നമുക്ക് കുറച്ചുകൂടി ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. റെലവൻറ്റ് കോസ്റ്റിംഗ് ആയതുകൊണ്ട് മിനിമം പ്രൈസ് റെലവൻറ്റ് കോസ്റ്റിംഗ് ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പം ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് കാൽക്കുലേഷൻസ് അവിടെ വരാം. അപ്പം ഇപ്പോഴും സേഫ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാക്സിമം പ്രൈസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക, അതിനുശേഷം നിങ്ങൾ മിനിമം പ്രൈസിലേക്ക് വന്നാൽ മതി. അതായത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നമുക്കതിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതാണ് അത് മനസ്സിലാക്കുക. അപ്പം ഇതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വെറുതെ കുറെ ക്വസ്റ്റ്യൻ ചെയ്ത് തീർത്തു അതൊരു ടാർഗറ്റ് വെച്ച് തീർക്കാന്നുള്ള മാത്രമല്ല, അതിൽ നിന്ന് നിങ്ങൾ എന്താ പഠിക്കുന്നത്? നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ടോപ്പിക്കാണ്, സ്റ്റിൽ നിങ്ങൾ എക്സ്ട്രാ പഠിക്കുന്നത് എന്താ? അപ്പം കുറെ ക്വസ്റ്റനിൽ കാണുന്നു, ഓക്കെ മിനിമം പ്രൈസും മാക്സിമം പ്രൈസും വരുമ്പോൾ എല്ലാ ക്വസ്റ്റനിലും മാക്സിമം പ്രൈസ് കാൽക്കുലേഷൻ ഈസിയാണ്. അപ്പം മെയിൻ എക്സാമിന് എന്ത് ചെയ്യണം? ആദ്യം മാക്സിമം പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കണം. പ്രോബിലിറ്റി വൈസ് അത് നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ അതിന്റെ മാർക്ക് ആദ്യം സ്കോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് മറ്റേലേക്ക് പോകും. അപ്പം ആ ടൈം മാനേജ്മെന്റ് കുറച്ചുകൂടെ എന്താവും? ബെറ്റർ ആവും. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കുറേ പ്രാക്ടീസ് ചെയ്യും. ഒരു 80 ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രം ഒരു അതിൽ നിന്ന് എക്സ്ട്രാ എന്തെങ്കിലും പഠിക്കണം. ആൻസർ കിട്ടുക എന്നുള്ളതല്ല, നമ്മൾ അതിൽ നിന്ന് ഓക്കെ മെയിൻ എക്സാമിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പാറ്റേണോ അല്ലെങ്കിൽ പോയിന്റോ എന്തെങ്കിലും നമ്മൾ അതിൽ നിന്ന് പഠിച്ചെടുക്കുക. അപ്പം ഇത്രയായിരിക്കും ട്രാൻസ്ഫർ പ്രൈസ് കാൽക്കുലേഷനിൽ നോക്കേണ്ടത്. ഇത് കിട്ടിയാൽ പിന്നെ ഡിവിഷണൽ പ്രോഫിറ്റ്സോ കമ്പനി ആസ് എ ഹോൾ വരുന്ന പ്രോഫിറ്റ്സോ ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സെല്ലറും ബയ്യറും ഉണ്ട്. ഓർക്കുക, ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണെങ്കിലും രണ്ട് ഡിവിഷൻസ് തമ്മിൽ വൺസ് ട്രാൻസ്ഫർ എഗ്രി ചെയ്തു, ട്രാൻസ്ഫർ നടത്താൻ എഗ്രി ചെയ്തു, പിന്നെ ആ പ്രൈസ് എത്രയാണെങ്കിലും കമ്പനി ആസ് എ ഹോൾ പ്രോഫിറ്റിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. കമ്പനിക്ക് പ്രോഫിറ്റിലോ റവന്യൂലോ കോസ്റ്റിലോ പ്രോഫിറ്റിലോ കമ്പനി ആസ് എ ഹോൾ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. പിന്നെ ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ്. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് ചിലപ്പം ഒരാളുടെ പെർസ്പെക്റ്റീവിൽ അത് ഫെയർ പ്രൈസ് ആയിരിക്കും, മറ്റൊരാൾക്ക് അത്ര ഓക്കെ ആയിരിക്കില്ല. അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഡിസ്കസ് ചെയ്യുക. ഇത്രയാണ് ട്രാൻസ്ഫർ പ്രൈസ് ബേസ്ഡ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്.
ഇത്രയാണ് നമ്മുടെ പെർഫോമൻസ് മെഷർമെന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ ഞാനിത് ഒരുപാട് ടൈം എടുത്ത് ഈ ഒരു സെക്ഷൻ മാത്രം ഇത്രയും പറഞ്ഞ് എന്തിനാണ് നമ്മൾ പാസ് പേപ്പേഴ്സ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നതാണ്. അപ്പം ഇത്തവണയും നമുക്ക് അതേ രീതിയിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പം നമുക്ക് ബഡ്ജറ്റിംഗ് ആൻഡ് കൺട്രോളും ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് എന്നുമാണ്. പിന്നെ നമുക്ക് സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് പെർഫോമൻസ് മെഷർമെന്റ് കഴിഞ്ഞാൽ പിന്നെ ബഡ്ജറ്റിംഗ് സെക്ഷൻ, അതിന്റെ വേരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അനലിറ്റിക്കൽ ടെക്നിക്സ് അതിൽ നിന്നൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ്, അതിൽ CBP ഉണ്ട്, ലിമിറ്റിംഗ് ഫാക്ടർ ഉണ്ട്, അങ്ങനെ ബാക്കി ടോപ്പിക്സിൽ നിന്നും വരാം. അതില് നമ്മളിപ്പം ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്സ് ഒന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാണ്. ഡിസിഷൻ മേക്കിംഗ് ടെക്നിക്കില് ആദ്യം റെലവൻറ്റ് കോസ്റ്റിംഗിലേക്ക് വരാം. റെലവൻറ്റ് കോസ്റ്റിംഗ് റെലവൻറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അവിടുത്തെ ഡയറക്റ്റ് കോൺസിക്വൻസ് ആയി വരുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോസ് മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ റെലവൻറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്തിനാ യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ കമ്പനിയുടെ പല ഷോർട്ട് ടേം ഡിസിഷൻസും എടുക്കാൻ നമുക്ക് റെലവൻറ്റ് കോസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ഇമ്പാക്ട് എന്താ, സ്പെസിഫിക്കലി അതിന്റെ കോൺസിക്വൻസ് ആയി വരുന്ന ഡിഫറൻസ് എന്താ, അഡീഷണൽ കോസ്റ്റ് എന്താ എന്ന കോൺസെപ്റ്റിലാണ് നമ്മൾ റെലവൻറ്റ് കോസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം എല്ലാ റെലവൻറ്റ് കോസ്റ്റും നമ്മൾ പറയുന്ന ഈ മൂന്ന് കണ്ടീഷൻസ് മീറ്റ് ചെയ്തിരിക്കണം. എന്തൊക്കെയാണ്? ഫ്യൂച്ചർ കോസ്റ്റ് ആയിരിക്കണം, ഇൻക്രിമെന്റൽ ആയിരിക്കണം, ക്യാഷ് ഫ്ലോസ് ആയിരിക്കണം. ഈ മൂന്ന് കണ്ടീഷൻസും ഉറപ്പായി മീറ്റ് ചെയ്തിരിക്കും. ഇത് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് റെലവെന്റ് ആയിട്ട് എടുക്കാനേ പറ്റില്ല. ഉറപ്പായിട്ട് ഈ മൂന്ന് കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം. ഇനി ഈ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ പല ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് സോൾവ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് മെയിൻലി ഉള്ളത്? ഒന്ന്, നമുക്ക് വൺ ഓഫ് കോൺട്രാക്റ്റ് ഉണ്ട്. പിന്നെ മേക്ക് ഓർ ബൈ, ഫർദർ പ്രോസസ്, ഷട്ട് ഡൗൺ. ഇതിന് പുറമെ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസും മേ ബി എക്സാമിന് തരാം. അതായത് ഈ നാല് കാറ്റഗറിയിൽ വരാത്ത ചില സിറ്റുവേഷൻസോ ഡിസിഷൻസോ മേ ബി എന്ത് ചെയ്യാം, എക്സാമിന് തരാം. ഇനി ഇതിലെ ഓരോ ഡിസിഷനും ഇപ്പം വൺ ഓഫ് കോൺട്രാക്ട്, അപ്പം ഇതിന്റെ ഡിസിഷൻസിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പം ഇതിൽ നിന്ന് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരാന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ലൈക്ക് ഇപ്പം എന്താണ് വൺ ഓഫ് കോൺട്രാക്ട്, അല്ലെങ്കിൽ വാട്ട് ഇസ് റെലവൻറ്റ് കോസ്റ്റ്, വാട്ട് ഇസ് ഇൻക്രിമെന്റൽ, അങ്ങനെ ഇതിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല. നമ്മൾ നേരത്തെ ബാലൻസ്ഡ് സ്കോർ കാർഡിലൊക്കെ പറഞ്ഞ പോലെ ഒന്നും ഇവിടെ ക്വസ്റ്റ്യൻ വരില്ല. എല്ലാം ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസിൽ ഓർക്കേണ്ടത് ഈ എല്ലാ സിനാരിയോയിലും കാൽക്കുലേഷൻ പ്ലസ് ഡിസ്കഷൻ വരാം. അപ്പം ഈ തിയറി ആക്ച്വലി ഈസിയാണ്. ഇവിടുത്തെ തിയറി എന്ന് പറയുന്നത് ഭയങ്കര ഈസിയാണ്. അപ്പൊ അത് നിങ്ങൾ നോക്കി പോയി കഴിഞ്ഞാൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നാൽ അത് ഈസി മാർക്സ് ആണ്. അതായത് ഈ എല്ലാ ടോപ്പിക്കിലും ഫിനാൻഷ്യൽ വാല്യൂസ് ആണ് ഡിസിഷനിൽ കൺസിഡർ ചെയ്യുന്നതെങ്കിലും അതിന് പുറമെ കുറച്ച് അതർ ഫാക്ടേഴ്സ്, നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിലും തന്നെ കാൽക്കുലേഷൻ പ്ലസ് അതിന്റെ എന്തെങ്കിലും നോൺ ഫിനാൻഷ്യൽ സൈഡിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇതെല്ലാ ക്വസ്റ്റ്യനിലും കോമൺ ആണ്. ഡയറക്റ്റ് പോയി എഴുതല്ല, പക്ഷെ ജസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് സിനാരിയോ ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻ ആണത്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്സിന്റെ തിയറി നിങ്ങൾ നല്ല പോലെ നോക്കി പോവാം. കോമൺ ആണ്. നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ നോക്കിയാൽ അതിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇപ്പം മേക്ക് ഓർ ബൈയിൽ അതർ ഫാക്ടേഴ്സ്, ഫർദർ പ്രോസസ്സിൽ അതർ ഫാക്ടേഴ്സ്, ഷട്ട് ഡൗണിൽ അതർ ഫാക്ടേഴ്സ്, എസ്പെഷ്യലി മേക്ക് ഓർ ബൈയിലും ഷട്ട് ഡൗണിലും ആണ് ഈ നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് കൂടുതലുള്ളത്. അത് നന്നായി നോക്കിക്കഴിഞ്ഞാൽ ഇൻ കേസ് അതിന്റെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഒരു 4 to 6 മാർക്സിന് അതിന്റെ തിയറി ഡിസ്കഷൻ ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അത് ആപ്ലിക്കേഷൻ ലെവലിലാണ് വരുന്നതെങ്കിലും എന്താ പക്ക ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പോലെ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഈസി മാർക്കാണ്. അത് നമുക്ക് സിനാരിയോ ആയിട്ട് എന്താ പറയുക, സിനാരിയോയ്ക്ക് അനുസരിച്ച് വലിയ വലിയ മാറ്റങ്ങളൊന്നും അതിനകത്ത് വരാനില്ല. ജസ്റ്റ് കമ്പനിയുടെ പേരും പ്രൊഡക്റ്റിന്റെ പേരും ഒക്കെ ഒന്ന് ആഡ് ചെയ്താൽ നമുക്ക് ആ മാർക്ക് ഫുൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ഇത് ശ്രദ്ധിക്കണം. അതിന്റെ തിയറി കാര്യങ്ങൾ വിട്ടുപോകരുത്.
എന്തൊക്കെയാന്ന് വെച്ചാൽ ബേസിക്കലി ഇത്രേ ഉള്ളൂ. നമ്മൾ മേക്ക് ഓർ ബൈ ഡിസിഷൻ എടുക്കുമ്പോൾ പുറത്തുനിന്ന് വാങ്ങണോ അകത്ത് തന്നെ ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അവിടുത്തെ പുറത്തുനിന്നുള്ള ഒരാളുടെ എക്സ്പെർട്ടൈസ് എന്താ, അയാളെ എത്രത്തോളം നമുക്ക് റിലയബിൾ ആയിരിക്കും, കസ്റ്റമർ പ്രിഫറൻസ്. അതുപോലെ ഷട്ട് ഡൗണിലോട്ട് വരുമ്പോൾ നമ്മളൊരു കാര്യം, നമ്മളൊരു പ്രൊഡക്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്താൽ നമ്മുടെ എംപ്ലോയീസിന്റെ കസ്റ്റമേഴ്സിന്റെ സൈഡ് എന്തായിരിക്കും, സപ്ലയേഴ്സിന്റെ സൈഡ് എന്തായിരിക്കും, ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ നോൺ ഫിനാൻഷ്യൽ സൈഡ്. അപ്പം അത് നന്നായി നോക്കി പോവുക. പിന്നെ ഇതിൽ ഓരോന്നും ഈ ടോപ്പിക്കിലോട്ട് വരുമ്പം ഇവിടെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ അതിൽ ഭയങ്കര എന്താ പറയാ, ഒരു പാറ്റേൺ ഒന്നും നമുക്ക് അത്ര പെട്ടെന്ന് കിട്ടില്ല. അപ്പൊ റേഷ്യോ അനാലിസിസ് പോലൊരു പാറ്റേൺ ഒന്നും ഇതിന്റെ ക്വസ്റ്റ്യൻസിൽ കിട്ടില്ല. അപ്പൊ നമ്മൾ വൺ ഓഫ് കോൺട്രാക്ടിന്റെ കുറെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അതിൽ ഇങ്ങനെ ആയിരിക്കും. ജനറലി ഒരു കോൺട്രാക്ട് കമ്പനിക്ക് ഒരു കോൺട്രാക്ട് വന്നു, ഒരു ഓഫർ വന്നു, ആ കോൺട്രാക്ട് ഫുൾഫിൽ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന റെലവൻറ്റ് കോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ അതിനകത്ത് വരുന്ന കോസ്റ്റ് എലമെന്റ്സ് എൻറ്റയർലി ഓരോ ക്വസ്റ്റിന് ഡിഫറെന്റ് ആയിരിക്കും. അതുപോലെ മേക്ക് ഓർ ബൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു കോമ്പോണന്റ് നമ്മൾ ഇൻഹൗസ് ചെയ്യണോ ഔട്ട്സോഴ്സ് ചെയ്യണോ എന്നുള്ളതാണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പം ഇൻഹൗസ് ചെയ്യുമ്പോൾ വരുന്ന റെലവൻറ്റ് കോസ്റ്റും പർച്ചേസ് കോസ്റ്റും നമ്മൾ കമ്പയർ ചെയ്തിട്ട് ചീപ്പർ ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യുക. ഫർദർ പ്രോസസ് ആകുമ്പോൾ നമ്മുടെ ജോയിന്റ് പ്രൊഡക്ട്സ് ഫർദർ പ്രോസസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. ഷട്ട് ഡൗണിലോട്ട് വരുമ്പോൾ കറന്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റോ ഡിപ്പാർട്ട്മെന്റോ ഡിസ്കണ്ടിന്യൂ ചെയ്യണോ, അപ്പൊ ഡിസ്കണ്ടിന്യൂ ചെയ്താൽ ഉണ്ടാവുന്ന ബെനിഫിറ്റ്സും കോസ്റ്റും കമ്പയർ ചെയ്തിട്ടാണ് എടുക്കുക. ഇതിൽ ഒരു പാറ്റേൺ പോലെ കുറച്ചെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നത്, ഏത് സിറ്റുവേഷൻ വന്നാലും ജനറലി ഇറലവന്റ് ആവുന്ന കോസ്റ്റുകൾ അല്ലെങ്കിൽ ജനറലി റിലവന്റ് ആയി വരാൻ ചാൻസ് ഉള്ള കോസ്റ്റുകളൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. അതിന്റെ ഒരു പാറ്റേൺ നോക്കി വെക്കുക. എന്ന് വെച്ചാൽ ഇപ്പം ഓൾറെഡി കഴിഞ്ഞു പോയ കോസ്റ്റുകൾ, നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപേ ഇൻകർ ചെയ്ത കോസ്റ്റുകൾ ഏതൊക്കെയാ? നമ്മൾ സങ് കോസ്റ്റ് എന്ന് പറയും, സങ് കോസ്റ്റുകൾ, പിന്നെ കമ്മിറ്റഡ് കോസ്റ്റുകൾ. ഇത് ജസ്റ്റ് ഇതിന്റെ ടേം ആയിട്ട് പഠിച്ചു വെക്കാതെ ലൈക്ക് ഇത് ഓക്കെ സങ് കോസ്റ്റ് ഇസ് ദിസ് അങ്ങനെ പഠിച്ചു വെക്കാതെ, ഞാൻ പറയുന്നത് ഒരു ക്വസ്റ്റ്യനിൽ ഒരു കോസ്റ്റ് കാണുമ്പോൾ ഓക്കെ ഇത് സങ് കോസ്റ്റ് ആണ്, സോ ഇത് റെലവെന്റ് ആയിരിക്കും, ഇറലവെന്റ് ആയിരിക്കും. ഇത് കമ്മിറ്റഡ് ആണ്, സോ ഇത് റിലവെന്റ് ആയിരിക്കും. അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതായത് ഓൾറെഡി ഡിസിഷൻ എടുക്കുന്നതിന് മുൻപേ ഇൻകർ ചെയ്ത കാര്യങ്ങൾ, ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ തീരുമാനിച്ച അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്നതിന്റെ ഭാഗമല്ലാതെ തന്നെ നമുക്ക് ആ കോസ്റ്റ് വരും, അങ്ങനത്തെ കമ്മിറ്റഡ് കോസ്റ്റുകൾ. ജനറൽ ഫിക്സഡ് കോസ്റ്റുകൾ, പിന്നെ സാലറീസ്, പിന്നെ നോൺ ക്യാഷ് ഫ്ലോ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിപ്രീസിയേഷൻ പോലത്തെ കാര്യങ്ങൾ, ഇതൊക്കെ നോർമലി എന്തായിരിക്കും, ഇറലവന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പറയുന്നത് എന്തൊക്കെ റെലവെന്റ് ആവും എന്ന് നോക്കുന്നതിനേക്കാൾ എന്തൊക്കെ കോമൺലി ഇറലവന്റ്, എന്ത് സിറ്റുവേഷനിലും നോർമലി ഇറലവന്റ് ആവുന്ന കുറച്ച് കോസ്റ്റുകളുണ്ട്. കുറെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കിട്ടും അങ്ങനത്തെ കോസ്റ്റുകൾ. ഇപ്പൊ സാലറി പോലത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. അതുപോലെ ഫിക്സ്ഡ് ഓവർ ഹെഡ്സ്, ജനറൽ ഫിക്സഡ് കോസ്റ്റ്, അതുപോലെ ഫിക്സ്ഡ് ഓവർ ഹെഡിന്റെ അബ്സോർപ്ഷൻ റേറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ നോർമലി എന്താ ഇറലവെന്റ് ആണ്. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സാമിന് ഈ റെലവെന്റ് കോസ്റ്റിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കുറെ റെലവെന്റും കുറെ ഇറലവെന്റ് കോസ്റ്റുകളും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും അവർ തരിക. അപ്പം ഇത് ഓരോന്ന് റെലവെന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനും ഇറലവെന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനും മാർക്കുണ്ട്. അപ്പം ഇറലവെന്റ് ആദ്യമേ ഐഡന്റിഫൈ ചെയ്താൽ അതിന്റെ ഈസി മാർക്സ് കിട്ടൂലേ. അപ്പം അങ്ങനെ ഇറലവെന്റ് എമൗണ്ട്സ് ആദ്യമേ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക. അപ്പം അതിനൊക്കെ 0 0 ഇട്ട് കൊടുത്ത് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തു പോവാം. റെലവെന്റ് എമൗണ്ട്സ് അത്ര പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല റെലവെന്റ് ഐഡന്റിഫൈ ചെയ്താലും പിന്നെ അതിന് പുറമെ കാൽക്കുലേഷൻ ഉണ്ടാവും. ഒരു എമൗണ്ട് റെലവെന്റ് ആണെങ്കിൽ പിന്നെ അതിന്റെ പുറത്ത് കാൽക്കുലേഷൻ ഉണ്ടാവും. അപ്പൊ അതും കറക്റ്റ് ആവണം. ഇറലവെന്റിന് അതൊന്നുമില്ല. ഇറലവെന്റ് ആണെന്ന് കൊടുത്താൽ തന്നെ ചിലപ്പോൾ നമുക്ക് അവിടെ മാർക്ക് കിട്ടും. അപ്പം ജനറലി എന്തൊക്കെയാണോ ഇറലവെന്റ് ആയിട്ട് വരുന്നത് അത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ ഓരോ സിനാരിയോയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുക, ആ ഒരു സ്പെസിഫിക് ഡിസിഷൻ എടുക്കുന്നത് കൊണ്ട് ഒരു കോസ്റ്റ് വരുവാണെങ്കിൽ അത് റെലവെന്റ്. അതായത് അതിന്റെ ആ ഡിസിഷന്റെ ഡയറക്റ്റ് കോൺസിക്വൻസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ റെലവെന്റ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇറലവെന്റ് ആയിട്ട് കളയാം. പിന്നെ ഇതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനിലും കോമൺലി വരുന്ന ഒരു റെലവെന്റ് കോസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് മെറ്റീരിയൽ ആൻഡ് ലേബർ. ഇതിന് ജനറൽ റൂൾസ് ഉണ്ട്, നമ്മൾ ഷോർട്ട് നോട്ട്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ ഒരു ഡൗട്ട് അതിനിടയിൽ വന്നിട്ടുണ്ട്, സർ ഡിപ്രീസിയേഷൻ റെലവെന്റ് ആണോ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞത് ഒരു നോൺ ക്യാഷ് ഐറ്റം ആയതുകൊണ്ട് എന്തായിട്ട് വരില്ല, റെലവെന്റ് ആയിട്ട് വരില്ല. അതേസമയം ശ്രദ്ധിച്ച് ചെയ്യുക, ഒരു മെഷീൻ വാങ്ങുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു മെഷീൻ വാങ്ങുന്നുണ്ടെങ്കിൽ ആ വാങ്ങാനുള്ള കോസ്റ്റ് മേ ബി റെലവെന്റ് ആയിരിക്കും. പക്ഷെ അതിനെ ഇയർലി ഡിപ്രീസിയേറ്റ് ചെയ്ത് കളയുന്ന അല്ലെങ്കിൽ ആ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ നോർമലി ഇറലവെന്റ് ആണ്. യെസ്, ഇനി പറഞ്ഞു വന്ന പോയിന്റിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു വന്നത് മെറ്റീരിയലും ലേബറും എങ്ങനെയാണ് റിലവൻറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എന്നതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി മെറ്റീരിയൽ ആകുമ്പോൾ നമുക്കറിയാം
നമ്മളൊരു കോൺട്രാക്റ്റിലോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് മെറ്റീരിയൽ വേണം. അപ്പോൾ ആദ്യം നോക്കേണ്ടത് സ്റ്റോക്കിലുണ്ടോ എന്നുള്ളതാണ്. സ്റ്റോക്കിൽ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങേണ്ടത് കൊണ്ട് അതിന്റെ റിലവന്റ് കോസ്റ്റ് എന്ന് പറയുന്ന എക്സ്റ്റേണൽ പർച്ചേസ് കോസ്റ്റ് കറന്റ് മാർക്കറ്റ് വാല്യൂ ആയിരിക്കും. ഇനി സ്റ്റോക്കിൽ ഉണ്ടെങ്കിൽ തന്നെ റെഗുലർ യൂസ് ഉള്ളതാണെങ്കിൽ വീണ്ടും അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ഓർ കറന്റ് മാർക്കറ്റ് വാല്യൂ തന്നെ റിലവന്റ് ആയിട്ട് വരും. ഇനി റെഗുലർ യൂസ് ഇല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് യൂസ് ഓർ സ്ക്രാപ്പ് വാല്യൂ നോക്കിയിട്ട് അതിൽ ഹയർ എമൗണ്ട് ആയിരിക്കും സെലക്ട് ചെയ്യുക. ഇങ്ങനെ മെറ്റീരിയൽ റിലവന്റ് കോസ്റ്റ്. അതുപോലെ ലേബറിലോട്ട് വരുമ്പം ലേബറിൽ വേജ് ഉണ്ടാവും, സാലറി ഉണ്ടാവും, സ്പെയർ കപ്പാസിറ്റി, ഫുൾ കപ്പാസിറ്റി വർക്ക് ചെയ്യുന്നുണ്ടാവും, ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകൾ ഉണ്ടാവാം. അപ്പം അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ലേബറിന്റെ എടുക്കുക. അതിൽ മെറ്റീരിയൽ കുറച്ചുകൂടെ എന്താ പറയുക, ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനിലും മെറ്റീരിയലിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരാറുണ്ട്. അത് ഈ പറയുന്ന ഒരു ഓർഡറിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കി പോവാ. ഞാൻ പറയുന്നത് എക്സാമിന് കോമൺലി ഇന്ന കാര്യങ്ങൾ നോക്കി വെച്ചാൽ ഇതെല്ലാത്തിലും വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനിലും വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇത് ഇങ്ങനെ പഠിക്കാനാണ് പറയുന്നത്. പിന്നെ ജസ്റ്റ് എന്താ പറയാ, ഇത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ പോരാ, ഇതിന്റെ കൂടെ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ ക്വസ്റ്റ്യൻസ് ഇനി പ്രാക്ടീസ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. പിന്നെ റെലവെന്റ് കോസ്റ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് CVP ആണ്. CVP എന്ന് പറയുന്നത് ബേസിക്കലി മാർജിനൽ കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. അതായത് നമുക്ക് കമ്പനിക്ക് അടുത്ത വർഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ഏകദേശം ഐഡിയ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, കമ്പനി അടുത്ത വർഷത്തെ ഫിക്സഡ് കോസ്റ്റുകൾ, വേരിയബിൾ കോസ്റ്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പം അത് ബേസ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് ബ്രേക്ക് ഈവൺ ആവാൻ, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്ന വെച്ചിട്ട് ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ CVP എടുക്കുക. CVPയിൽ സിംഗിൾ പ്രൊഡക്റ്റ് സിറ്റുവേഷനും മൾട്ടി പ്രൊഡക്റ്റ് സിറ്റുവേഷനും നമ്മൾ പഠിക്കുന്നുണ്ട്. സെക്ഷൻ സിയിലേക്ക് വരുമ്പം മൾട്ടി പ്രൊഡക്റ്റ് ആണ് കൂടുതൽ ചാൻസ് ഉള്ളത്. സിംഗിൾ പ്രൊഡക്റ്റിന്റെ ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, മൾട്ടി പ്രൊഡക്റ്റ് ആണ് കൂടുതൽ സാധ്യത. അതിൽ മൾട്ടി പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ മൾട്ടി പ്രൊഡക്റ്റ് ഓർ സർവീസ് ആയിരിക്കാം. ജസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് ABC എന്ന് പറയുന്ന അത്ര ഈസി ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു കമ്പനിയിലെ ഡിഫറെന്റ് സർവീസുകളായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ ആ സർവീസുകളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനും കാറ്റഗറൈസ് ചെയ്യാനും നമുക്ക് ആദ്യം പറ്റണം. ലൈക്ക് ഏതൊക്കെ സർവീസസ്, ഏതൊക്കെ പ്രൊഡക്ട്സ്, ഇത് ജനറലി ഒരു ചലഞ്ച് ആയിട്ട് വരാറുണ്ട്. അപ്പം ക്ലിയർ ആയിട്ട് നോക്കുക, നമുക്ക് സെപ്പറേറ്റ് സെല്ലിംഗ് പ്രൈസ് ഉള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ ബേസിൽ നമ്മുടെ പ്രൊഡക്ട്സ് ഓർ സർവീസസ് ഐഡന്റിഫൈ ചെയ്യുക. അത് കിട്ടിക്കഴിഞ്ഞാൽ, സെപ്പറേറ്റ്ലി നമുക്ക് പ്രൊഡക്ട്സ് ഓർ സർവീസസ് കിട്ടിക്കഴിഞ്ഞാൽ, എപ്പോഴും ഒരു CVP ക്വസ്റ്റനിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് വേണം. CVPയുടെ എന്ത് ക്വസ്റ്റൻ ആണെങ്കിലും, അതായത് ഓൾമോസ്റ്റ് CVP ആണെന്ന് മനസ്സിലായാൽ, ബ്രേക്ക് ഈവൻ പോയിന്റോ മാർജിൻ ഓഫ് സേഫ്റ്റിയോ ആണെന്ന് മനസ്സിലായാൽ, നമുക്ക് വേണ്ടത് ഒന്ന് പ്രൊഡക്റ്റ് വൈസ് സെപ്പറേറ്റ്ലി ഡാറ്റ ഇടണം. ഏതൊക്കെ പ്രൊഡക്ട്സ് ഓർ സർവീസ് കറക്റ്റ് മനസ്സിലാക്കുക. അതിന്റെ സെല്ലിംഗ് പ്രൈസ്, ഞാൻ പറയുന്നത് ക്വസ്റ്റ്യന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ വായിച്ച് വീണ്ടും വീണ്ടും വായിച്ചിരിക്കാതെ, ക്വസ്റ്റ്യൻ CVP ആണെന്ന് മനസ്സിലായാൽ പ്രൊഡക്റ്റുകൾ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക, സെല്ലിംഗ് പ്രൈസ് സെപ്പറേറ്റ്ലി എടുക്കാൻ നോക്കുക. ചിലപ്പോൾ ഇതൊക്കെ ഡയറക്ട്ലി തരാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ സെല്ലിംഗ് പ്രൈസ്, സെപ്പറേറ്റ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റുകൾ, സെപ്പറേറ്റ് കോൺട്രിബ്യൂഷൻ, ഇതൊക്കെ എന്തായാലും വേണ്ടി വരും. CVPയിൽ എന്ത് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ഇത് വേണം. കമ്പനിയുടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ഇത് ഉറപ്പായും വേണം. അപ്പൊ എന്ത് ക്വസ്റ്റൻ ആണ് CVPയുടെ സെക്ഷൻ സിയിൽ വന്നാലും ഇത് എന്ത് ചെയ്യുക, ഒറ്റയടിക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ നോക്കുക. ഞാനിത് പറയുന്നത് ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് വരാറുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് വായിച്ചാൽ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. അപ്പൊ നമ്മളത് ഫുൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം പ്രൊഡക്റ്റുകൾ മനസ്സിലാക്കി അതിന്റെ സെപ്പറേറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയാൽ തന്നെ കുറെയൊക്കെ നമുക്ക് ഒരു ആശ്വാസം ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് എക്സാമിന് ഓക്കെ ഇത്രയെങ്കിലും ആയല്ലോ. അപ്പം ഇത് ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി കാര്യങ്ങളോട്ട് പോകാൻ പറ്റും. പിന്നെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നോക്കേണ്ടത് CVPയിൽ സെക്ഷൻ സിയിൽ വരുമ്പോൾ തന്നെ ചിലപ്പം ഇൻഡിവിജ്വൽ CS റേഷ്യോസ് ചോദിക്കാറുണ്ട്. ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് വൈസ് CS റേഷ്യോ, ചിലപ്പോൾ വെയ്റ്റഡ് ആവറേജ് CS റേഷ്യോ ചോദിക്കാറുണ്ട്. വെയ്റ്റഡ് ആവറേജ് CS റേഷ്യോ എന്ന് പറയുമ്പോൾ അവരുടെ സെയിൽസ് മിക്സും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അത് എടുക്കാനായിട്ട്. ആ ഡിഫറെന്റ് പ്രൊഡക്ട്സിന്റെ റേഷ്യോ എങ്ങനെയാണ് അതും കൂടെ നോക്കിയിട്ട് വേണം വെയ്റ്റഡ് ആവറേജ് CS റേഷ്യോ എടുക്കാൻ. ഇത്രയൊക്കെയാണ് CVPയിൽ പറയാനുള്ളത്. പിന്നെ CVPയിലൊക്കെ ഈ പറഞ്ഞ പോലെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ടൈപ്പ് മീൻസ് ഈ പ്രൊഡക്റ്റ് കുറച്ചുകൂടെ അവർ കോംപ്ലിക്കേറ്റഡ് ആക്കും.
Like ഒരു സിംഗിൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ABC എന്ന് പറയുന്നതിന് പകരം ഒരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് അത് കൊണ്ടുപോകും. എന്നാലും ഞാൻ ഈ പറയുന്ന ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. പിന്നെ വരുന്നത് ലിമിറ്റിംഗ് ഫാക്ടറിന്റെ സിറ്റുവേഷൻ ആണ്. യെസ്, ഒരു ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് ഗ്രാഫിന്റെ ഇന്റർപ്രിട്ടേഷൻ ചോദിക്കുമെന്നാണ്. യെസ്, ഗ്രാഫിന്റെ ഇന്റർപ്രിട്ടേഷൻ ചോദിക്കാം. CVPയിൽ ഗ്രാഫുകൾ അത് സെക്ഷൻ സിയിൽ അല്ലെങ്കിലും സെക്ഷൻ എയിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചാൻസ് മീൻസ് ചോദിക്കുമെന്ന് ചോദിച്ചാൽ യെസ്, ചോദിക്കാം അങ്ങനെ കേട്ടോ. അപ്പം പക്ഷെ സെക്ഷൻ സിയിൽ ഞങ്ങനെ ഒരുപാട് ഗ്രാഫുകൾ അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. എന്നാലും പ്രിപ്പയർ ചെയ്യണം നമ്മൾ. ഞാൻ സെക്ഷൻ സി ബേസിൽ പോകുന്നതുകൊണ്ടാണെന്ന് പറയാതിരുന്നത്. ഗ്രാഫുകൾ നോക്കണം, ഗ്രാഫിന്റെ ഇന്റർപ്രിട്ടേഷൻ ചാൻസ് ഉണ്ട്. ചിലപ്പം സെക്ഷൻ എയിലൊക്കെ ചോദിക്കാറുണ്ട്, സെക്ഷൻ സിയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് സ്കിപ്പ് ചെയ്യരുത് ഒരിക്കലും. കാരണം ഗ്രാഫ് വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാം. കാരണം ഗ്രാഫ് വരയ്ക്കാനൊന്നുമില്ല, ജസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ മാത്രമാണ്. ഒരു ഗ്രാഫിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്നത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള സംഭവമാണ്. ഡൗട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ്. CVP എന്നല്ല, ഏത് ഗ്രാഫ് നിങ്ങൾ പഠിക്കാത്തൊരു ഗ്രാഫ് എക്സാമിന് തന്നാലും ജസ്റ്റ് ബേസിക് ആയിട്ട് അത് ഇന്റർപ്രിറ്റ് ചെയ്യാൻ എന്ത് നോക്കുക, അതിന്റെ എക്സിൽ എന്താ വൈയിൽ എന്താ നോക്കുക. നിങ്ങൾ CVPയിലെ ഗ്രാഫ് ബൈഹാർട്ട് പഠിച്ചു പോയേ വേണ്ട. ബേസിക് ആയി പോയേ വേണ്ട എന്നല്ല, പോയില്ലെങ്കിലും ബേസിക് ആയിട്ട് ഒരു ഗ്രാഫ് ഇന്റർപ്രിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം എക്സും വൈയും എന്താണ്. ജനറലി ഇപ്പം CVPയിലും പ്രൈസിങ്ങിലൊക്കെ ആണെങ്കിൽ എക്സിൽ നമ്മൾ യൂണിറ്റ്സും വൈയിൽ നമ്മൾ ഡോളർ വാല്യൂ ആണ് കൊടുക്കുക. CVPയിലും അതെ, പ്രൈസിങ്ങിലും അതെ. നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ ഒക്കെ വരയ്ക്കുന്ന സമയത്ത്, ഡിമാൻഡ് ഫംഗ്ഷന്റെ ഗ്രാഫ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത്, എന്നിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യുന്ന ലൈൻ എങ്ങനെ പോയാലും, ഇപ്പം ഇത് ഞാൻ ഇങ്ങനൊരു ലൈൻ വരച്ചാൽ അത് യൂണിറ്റ്സിനനുസരിച്ച് പ്രൈസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിന്റെ ലൈനാണ്. അപ്പം അതിന്റെ ഡയറക്ഷൻ എന്താ, അതിന്റെ ഷേപ്പ് എന്താ എന്നതിന്റെ ബേസിസിൽ അത് കൃത്യമായി പറയാൻ നമുക്ക് പറ്റണം. അപ്പം ഇതൊക്കെ ചെറിയ ക്ലാസ് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ലൈൻ എങ്ങനെ പോകുന്നു, ലൈക്ക് ഇപ്പം ഇതാ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ എന്താ മീനിങ്, അതിലെ ഒരു 2 പോയിന്റ് എടുക്കുക, റാൻഡംലി 2 പോയിന്റ് എടുത്ത് നോക്കുക നിങ്ങൾ. ഈ 2 പോയിന്റ് ആര് മാറുന്നുണ്ട്, എക്സ്, ദാറ്റ് ഇസ് യൂണിറ്റ്സ് മാറുന്നുണ്ട്, ബട്ട് ആര് സെയിം ആണ്, ഡോളർ വാല്യൂ സെയിം ആണ്. ഞാൻ മറ്റൊരു ലൈൻ വരച്ചു, ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, എന്താ മീനിങ്, എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്, മറ്റൊരു പോയിന്റ് ഇതാണ്. ദാറ്റ് ഇസ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ യൂണിറ്റ്സ് എക്സും വൈയും 0 ആണ്. ബട്ട് ഇവിടെ എക്സ് കൂടിയപ്പം ഇവിടെ വൈയും കൂടി, അപ്പൊ അതെന്താ, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. അങ്ങനെ ഒരു ഗ്രാഫ് CVP എന്നല്ല, എന്ത് ഗ്രാഫ് എക്സാമിന് തന്നാലും അത് ഇന്റർപ്രിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. അത് നമ്മൾ പഠിച്ച ഗ്രാഫുകൾ തന്നെ ആവണം എന്നില്ല, വേറെ എന്തെങ്കിലും ഒരു ഗ്രാഫ് തരാം. അപ്പം ബേസിക്സ് ആണ് ഇത്രേ ഉള്ളൂ. എക്സിൽ എന്താ വൈയിൽ എന്താന്ന് ആദ്യം നോക്കുക, അതിന്റെ പാറ്റേൺ നോക്കുക. ഓക്കെ, ദെൻ നമ്മൾ ടോപ്പിക്കിലേക്ക് വരുന്നു, ലിമിറ്റിംഗ് ഫാക്ടർ. ലിമിറ്റിംഗ് ഫാക്ടറിലോട്ട് വരുമ്പം സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടറും മൾട്ടി ലിമിറ്റിംഗ് ഫാക്ടറും വരാറുണ്ട്. രണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഫസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് ഐഡന്റിഫൈങ് ദി ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. ലിമിറ്റിംഗ് ഫാക്ടർ ആരാണ്, ഏതൊക്കെ റിസോഴ്സ് ആണ് ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് ഐഡന്റിഫൈ ചെയ്യാൻ തന്നിരിക്കുന്ന ഓരോ റിസോഴ്സും എത്രയാണ് റിക്വയർഡ്, എത്രയാണ് അവൈലബിൾ, ഇത് നോക്കണം. അതായത് ക്വസ്റ്റ്യനിൽ സെക്ഷൻ സിയിലാണ് ഞാൻ പറയുന്നത്. സെക്ഷൻ സിയിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സെക്ഷൻ സി ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. സെക്ഷൻ എയോ സെക്ഷൻ ബിയിലോ അല്ല, സെക്ഷൻ സി ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ പറയുന്ന എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഒരു ക്വസ്റ്റ്യനിൽ കമ്പനിക്കുള്ള ഡിഫറെന്റ് പ്രൊഡക്ട്സോ കാര്യങ്ങളോ തന്നിട്ടുണ്ടാവും. അതിന് വേണ്ട റിസോഴ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റിസോഴ്സ് ആ പറയുന്ന ഡിമാൻഡ് നമുക്ക് എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര റിസോഴ്സ് വേണം, എത്ര അവൈലബിൾ, ഇത് നോക്കുക. ഇത് കുറവാണെങ്കിൽ, അവൈലബിൾ കുറവാണെങ്കിൽ, കയ്യിലുള്ളത് കുറവാണ്, സഫീഷ്യന്റ് അല്ലെങ്കിലാണ് നമ്മൾ അതിന്റെ ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് പറയുക. അപ്പം അത് സിംഗിൾ ആണോ മൾട്ടി ആണോ നോക്കിയിട്ട് വേണം അത് സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കാൻ. അപ്പോൾ സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടർ ആകുമ്പോൾ നമ്മൾ അവിടെ നോക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ എന്നൊരു വാല്യൂ ആണ് നമ്മൾ എടുക്കുക. അതായത് ആവറേജ് എത്രയാണ്, നിങ്ങൾ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ഒരു പ്രൊഡക്റ്റിന് കൊടുത്താൽ ആവറേജ് റിട്ടേൺ എത്ര കിട്ടും, അതാണ് നമ്മൾ സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടറിൽ പ്രൊഡക്റ്റിനെ പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. മൾട്ടി ലിമിറ്റിംഗ് ഫാക്ടറിലോട്ട് വരുമ്പോൾ നമ്മൾ അവിടെ എന്ത് എടുക്കുന്നുണ്ട്, ലീനിയർ പ്രോഗ്രാമിംഗ് എടുക്കുന്നുണ്ട്, ഗ്രാഫിക്കൽ മെത്തേഡ് എടുക്കുന്നുണ്ട്. അതിൽ ഗ്രാഫ് വരയ്ക്കുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യവും എക്സാമിന് ചോദിക്കാം. ഗ്രാഫിന് മുൻപുള്ള കാര്യങ്ങളും ഗ്രാഫ് വരച്ചതിന് ശേഷമുള്ള കാര്യങ്ങളും രണ്ടും നല്ലതുപോലെ നോക്കണം.
ആ ഗ്രാഫുകൾ കൃത്യമായി നിങ്ങൾ ഗ്രാഫ് വരയ്ക്കണ്ടാവുന്നുണ്ടെങ്കിലും അത് ഇന്റർപ്രിറ്റ് ചെയ്യാൻ നല്ലപോലെ അറിയണം. സോ അത് നല്ലപോലെ നോക്കാം, നല്ലപോലെ നോക്കിയിട്ട് വേണം പോകാൻ. ജസ്റ്റ് പലപ്പോഴും ഞാൻ കണ്ടേക്കുന്നത് ഗ്രാഫ് വരയ്ക്കുന്നത് വരെ ക്വസ്റ്റനിൽ പലപ്പോഴും തരാറുണ്ട്. അപ്പൊ അതിനുശേഷമുള്ള സ്റ്റെപ്സ് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. അപ്പൊ അതിന് മുൻപ് എങ്ങനെ ഗ്രാഫ് വരെ എത്തി, ആ ഗ്രാഫിന്റെ ഷേപ്പ്, ആ ലൈനിന്റെ ഷേപ്പ് എന്താ അങ്ങനെ എന്നതിൽ ഇതിന്റെ ലോജിക് അടക്കം കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത് എക്സാമിന് സെക്ഷൻ സിയിൽ. അപ്പം ലിമിറ്റിംഗ് ഫാക്ടർ ഐഡന്റിഫൈ ചെയ്താൽ അതിന്റെ സ്റ്റെപ്സ് എടുക്കുന്നു, പിന്നെ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാനിലോട്ട് വരുന്നു. ഇപ്പോഴും ഇതിന്റെ ക്വസ്റ്റ്യൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സിംഗിൾ പ്രൊഡക്റ്റ് ആണെങ്കിലും മൾട്ടി പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് ഒന്ന് ലിമിറ്റിംഗ് ഫാക്ടേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ ആരൊക്കെയാണ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് ചോദിക്കാറുണ്ട്. രണ്ട്, ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ ചോദിക്കാറുണ്ട്. ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ ചോദിക്കുമ്പം നിങ്ങളുടെ സെക്ഷൻ സിയിൽ കേട്ടോ ആൻസറിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ വർക്കിംഗ്സ് ഒക്കെ ഇങ്ങനെ കാണിച്ച് കാണിച്ച്, ഇപ്പം സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടർ ആണെങ്കിൽ, ഇവിടെ പറയാണ് സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടർ ആണെങ്കിൽ നമ്മൾ റാങ്കിങ് വരെ ചെയ്തു, പിന്നെ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ എടുത്തിട്ട്, ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പം ഏതൊക്കെ പ്രൊഡക്റ്റ് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള പ്ലാനാണ്. ആ ഫൈനൽ ആൻസർ എക്സാമിനർക്ക് ക്ലിയർ ആയിട്ട് കൺവേ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ഇപ്പം പ്രൊഡക്റ്റ് A B എന്ന് പറഞ്ഞ് നമ്മൾ പേരിട്ട് വിളിച്ചു, അല്ലെങ്കിൽ അതിന്റെ ഒരു ടേബിൾ നമ്മൾ കാണിച്ചു, അതൊരു ഫൈനൽ ആൻസർ ആയിട്ട്, അതായത് റിക്വയർമെന്റിന് മാച്ച് ആവുന്ന ആൻസർ ആയിട്ട് നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. ഇപ്പം കമ്പനി അഡ്വൈസ് ചെയ്യാൻ പറയണം, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ പറയാണ്, കമ്പനി എയിം ഇന്ന പ്രൊഡക്റ്റ് എത്ര യൂണിറ്റ്സ്, ഇത് എത്ര യൂണിറ്റ്സ്. അപ്പൊ നിങ്ങളതൊരു ഫൈനൽ സെന്റൻസ് ആയിട്ട് എപ്പോഴും എന്ത് ചെയ്യണം, സെപ്പറേറ്റ്ലി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കുറെ കാൽക്കുലേഷൻ കഴിഞ്ഞ് ഫൈനൽ റെക്കമെൻഡേഷൻ എന്താ അത് നിങ്ങൾ സെപ്പറേറ്റ്ലി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് മൾട്ടി ലിമിറ്റിംഗ് ഫാക്ടറിലും ചെയ്യണം. മൾട്ടി ലിമിറ്റിംഗ് ഫാക്ടറിൽ അത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്. മൾട്ടി ലിമിറ്റിംഗ് ഫാക്ടറിൽ നമുക്ക് ചിലപ്പം എക്സും വൈയും ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നമ്മൾ സോൾവ് ചെയ്തിട്ട് എക്സിന്റെ ആൻസറും വൈന്റെ ആൻസറും കിട്ടി. എക്സും വൈയും എന്താ, ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രണ്ട് വേരിയബിൾസ് മാത്രമാണ്. നമ്മുടെ പ്രൊഡക്റ്റിന് വേറെ പേരുണ്ടാവും. അപ്പം അത് വെച്ച് എന്ത് ചെയ്യണം, ജസ്റ്റ് ഫൈനൽ ആൻസർ സെപ്പറേറ്റ്ലി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ലൈക്ക് നമ്മുടെ പ്രൊഡക്റ്റ് 1 പേരെന്താണോ, ഇപ്പം ഷർട്ടും പാൻറ്റും ആണ് പ്രൊഡക്റ്റ് എങ്കിൽ 100 യൂണിറ്റ്സ് ഓഫ് ഷർട്ട്സ്, അല്ലെങ്കിൽ ഇത്ര യൂണിറ്റ്സ് ഓഫ് പാൻറ്, അങ്ങനെ ഫൈനൽ ആൻസർ ആ എക്സും വൈയും എന്നുള്ളത് മാറ്റി നമ്മൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. തീർന്നില്ല, ഇതിന്റെ കാൽക്കുലേഷൻ കഴിഞ്ഞാൽ പിന്നെ ബൈൻഡിങ് കൺസ്ട്രെയിൻസും ഉണ്ട്, സ്ലാക്കും ഉണ്ട്. അതായത് ഈ ഒപ്റ്റിമൽ പ്ലാനിൽ എത്തി നിൽക്കുമ്പം ആ ഒപ്റ്റിമൽ പ്ലാൻ ഫോളോ ചെയ്താൽ, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്താൽ, ഒരു റിസോഴ്സ് ഫുള്ളി യൂട്ടിലൈസ്ഡ് ആണെങ്കിൽ അതിനെ ബൈൻഡിങ് കൺസ്ട്രെയിന്റ് എന്നും, അതല്ലെങ്കിൽ അതിനെ സ്ലാക്ക് എന്നും പറയും. സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടറിൽ ഏതാണോ നിങ്ങളുടെ ലിമിറ്റിംഗ് ഫാക്ടർ അത് എപ്പോഴും ബൈൻഡിങ് ആയിരിക്കും. ഏതാണോ നിങ്ങളുടെ ലിമിറ്റിംഗ് ഫാക്ടർ റിസോഴ്സ് അത് ശ്രദ്ധിച്ചേക്കണേ, ഏതാണോ നിങ്ങളുടെ ലിമിറ്റിംഗ് ഫാക്ടർ റിസോഴ്സ് അത് ഫുൾ ആയിട്ട് ബൈൻഡിങ് ആയിരിക്കും. മൾട്ടി ലിമിറ്റിംഗ് ഫാക്ടറിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം. സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടറിൽ ഏതാണോ നിങ്ങളുടെ സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടർ അത് ഉറപ്പായിട്ടും ബൈൻഡിങ് ആയിരിക്കും. മൾട്ടി ലിമിറ്റിംഗ് ഫാക്ടറിൽ ഫൈനൽ ആൻസർ വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം ഏതൊക്കെ ബൈൻഡിങ് ആണ്, ഏതൊക്കെ സ്ലാക്ക് ഉണ്ട്. ബാലൻസ് വരുമ്പോഴാണ് സ്ലാക്ക് എന്ന് പറയാം. പിന്നെ അതിന്റെ ഷാഡോ പ്രൈസ് കാൽക്കുലേഷൻ. ഷാഡോ പ്രൈസ് എന്നുള്ളത് രണ്ട് മീനിങ്ങിലാണ്, നമ്മൾ രണ്ട് രീതിയിലാണ് പറയുക. ഒന്ന്, ഫുള്ളി യൂട്ടിലൈസ്ഡ് റിസോഴ്സ് ആയ ബൈൻഡിങ് കൺസ്ട്രെയിന്റ് എക്സ്ട്രാ 1 കൂടെ കിട്ടിയാൽ, ഒരു യൂണിറ്റും കൂടെ കിട്ടിയാൽ കോൺട്രിബ്യൂഷൻ എത്ര കൂടും. അപ്പം ഓൾറെഡി കിട്ടുന്ന ഒരു കോൺട്രിബ്യൂഷൻ അതിൽ വരുന്ന ഇൻക്രീസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ആ ഇൻക്രീസ് ഇൻ കോൺട്രിബ്യൂഷൻ ആണ് ഷാഡോ പ്രൈസ്. ഇൻക്രീസ് ഇൻ കോൺട്രിബ്യൂഷൻ. അതുപോലെ ആ റിസോഴ്സിന് മാക്സിമം പ്രീമിയം എത്ര കൊടുക്കാം എന്നുള്ളതും ഷാഡോ പ്രൈസിന്റെ മീനിങ് ആണ്. അപ്പം ഒരു റിസോഴ്സിന്റെ ഷാഡോ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ആ റിസോഴ്സ് ഒന്നും കൂടെ കിട്ടിയാൽ കോൺട്രിബ്യൂഷൻ എത്ര കൂടാം, ആവറേജ് കോൺട്രിബ്യൂഷൻ എത്ര കൂടാം, പ്ലസ് ആ റിസോഴ്സിന് മാക്സിമം പ്രീമിയം, പ്രീമിയം മീൻസ് നോർമൽ എമൗണ്ട് പ്ലസ് എക്സ്ട്രാ, എക്സ്ട്രാ എത്ര കൊടുക്കാം എന്നതാണ് ഷാഡോ പ്രൈസിന്റെ മറ്റൊരു മീനിങ്. അത് മൾട്ടി ലിമിറ്റിംഗ് ഫാക്ടറിലും സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടറിലും ഈ ഷാഡോ പ്രൈസിന്റെ കാൽക്കുലേഷൻ വരുന്നുണ്ട്. മൾട്ടി ലിമിറ്റിംഗ് ഫാക്ടറിൽ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക, ഇക്വേഷൻസ് വെച്ച് ഇക്വേഷനിൽ ബൈൻഡിങ് കൺസ്ട്രെയിന്റിന്റെ ടോട്ടലിൽ 1 ആഡ് ചെയ്ത് സോൾവ് ചെയ്യാണ് ചെയ്യുക. സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടറിൽ ഇങ്ങനെയാണ്, തീർന്നുപോയ റിസോഴ്സ് എക്സ്ട്രാ ഒന്നും കൂടെ കിട്ടിയാൽ അത് ഏത് പ്രൊഡക്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യും എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ കോൺട്രിബ്യൂഷൻ പെർ ലിമിറ്റിംഗ് ഫാക്ടർ ആയിരിക്കും ഷാഡോ പ്രൈസ് സിംഗിൾ ലിമിറ്റിംഗ് ഫാക്ടറിൽ. നിങ്ങൾ ബി പി പി കിറ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമിലർ ക്വസ്റ്റ്യൻസ് അവിടെ വന്ന് കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ബി പി പിയിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി എന്തെങ്കിലും അതിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലി നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ഒന്ന് സ്പീഡ് ആക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്ക് കുറച്ചുകൂടെ ടോപ്പിക്സിലേക്ക് എത്തണം, അതുകൊണ്ടാണ് കേട്ടോ. ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ?
യാ ഓക്കെ. പിന്നെ നമുക്ക് പ്രൈസിങ് ഉണ്ടായിരുന്നു, പ്രൈസിങ് ഡിസിഷൻ. പ്രൈസിങ് ഡിസിഷനിലെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് സെക്ഷൻ സിയിൽ വരാൻ ചാൻസ് ഒപ്റ്റിമൽ പ്രൈസ് കാൽക്കുലേഷൻ ആണ്. ഒപ്റ്റിമൽ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അതിൽ തന്നെ രണ്ട് അപ്രോച്ച് പഠിക്കുന്നുണ്ട്, ടാബുലാറും പഠിക്കുന്നുണ്ട്, ഓൾജിബ്രായിക്കും പഠിക്കുന്നുണ്ട്. രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഇത് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് വേറെ ടോപ്പിക്സും കൂടെ കണക്ട് ചെയ്തിട്ട്, ലൈക്ക് കോസ്റ്റ് കാൽക്കുലേഷനും ബാക്കി കോൺസെപ്റ്റും ഒക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും, ചിലപ്പോൾ അനലിറ്റിക്കൽ ടെക്നിക്സ് ഒക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ജനറലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും വരിക. ഇപ്പൊ ടാബുലാർ ആണെങ്കിൽ 100% നമുക്ക് കിട്ടിയില്ലെങ്കിലും ടാബുലാറിന്റെ ഒരു ബേസിക് ഐഡിയ നമുക്കറിയാം. ലൈക്ക് ഇത്ര യൂണിറ്റ്സ് വിൽക്കുമ്പം അതിന്റെ റവന്യൂ, അതിന്റെ ഫുൾ കോസ്റ്റുകൾ, ഫൈനൽ പ്രോഫിറ്റ് നോക്കിയിട്ട് ബെസ്റ്റ് പ്രോഫിറ്റ്, ഹയസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ഓൾജിബ്രായിക്ക് ആകുമ്പോഴും ഒരു ബേസിക് ഐഡിയ നമുക്കറിയാം. ഓൾജിബ്രായിക്ക് ആകുമ്പോൾ അവിടെ ഡിമാൻഡ് ഫംഗ്ഷൻ ഉണ്ട്, പി ഈക്വൽ ടു എ മൈനസ് ബി ക്യു എന്നൊരു ഇക്വേഷൻ ഉണ്ട്, എം ആർ ഉണ്ട്, എം സി ഉണ്ട്. ഇത് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പം എത്ര കോംപ്ലക്സ് ക്വസ്റ്റൻ ആണെങ്കിലും ഈ പ്രോസസ്സ് കോമൺ ആണ്. ഇത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് തിരിച്ചു മറിച്ച് അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലക്സ് ആക്കി ചോദിക്കാൻ പറ്റില്ല. അതിനൊരു ലിമിറ്റ് ഉണ്ട്. ക്വസ്റ്റനിലെ ഡാറ്റ ഇൻഫർമേഷൻ കുറച്ച് ആഡ് ചെയ്യാന്നല്ലാതെ അതിൽ നമുക്ക് ആ പ്രോസസ്സിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവുന്നില്ല. എസ്പെഷ്യലി രണ്ടിലും, ടാബ്ലാറിലും ഓൾജിബ്രായിക്കിലും, എങ്ങനെ ടാബ്ലാറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഫൈനലി ആൻസറിന്റെ ഫോർമാറ്റ് ഇതാണ്. ഓൾജിബ്രായിക്കിൽ ഫൈനലി ഇക്വേഷൻസിലേക്ക് എത്തി മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിൽ എന്തിൻ്റെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരണം എന്നില്ല. പിന്നെ വരാൻ ചാൻസ് ഉള്ളത് ബാക്കി ഏതെങ്കിലും ടോപ്പിക്സുമായി കണക്ട് ചെയ്യാന്നുള്ളതാണ്. ലൈക്ക് അനലിറ്റിക്കൽ ടെക്നിക്സിലോ അല്ലെങ്കിൽ കോസ്റ്റിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ മേ ബി എന്ത് ചെയ്യാം, ചോദിക്കാം. പക്ഷെ ഈ പ്രോസസ്സിൽ നിങ്ങൾക്ക് ആ പ്രോസസ്സ് അറിയാമെന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ സ്റ്റക്ക് ആയാലും ഞാൻ പറയുന്നത് ബാക്കി ചെയ്യാൻ ശ്രമിക്കുക. ശരിക്കും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. എന്താ, നമുക്കറിയാം എന്തായാലും ഇങ്ങനെയാണ് പ്രോസസ്സ് പോവുക. അതിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ ഇപ്പം മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അപ്പം ആ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ഒരു എമൗണ്ട് അസ്യൂം ചെയ്ത് ഇട്ടിട്ട് ബാക്കി ചെയ്യാൻ നോക്കാം. ഇനി കറക്റ്റ് എമൗണ്ട് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതവിടെ എൻട്രി ചെയ്യാം, ഫുൾ ആൻസർ മാറി വരുമല്ലോ. അപ്പം ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതൊരു ടോപ്പിക് എക്സാമ്പിൾ ആയിട്ട് പറയാണ്. അതായത് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ആൻസറിന്റെ ഫോർമാറ്റ് സെയിം ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. ഇപ്പം റേഷ്യോ അനാലിസിസ് ഞാൻ പറഞ്ഞു, അങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഒന്നോ രണ്ടോ പോയിന്റ് കിട്ടിയില്ല, നമുക്ക് അറിയാവുന്ന പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം, ബാക്കി സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യണം എക്സാമിന്. ഏതാ, നമുക്ക് ഒരു സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റക്കായി കുറച്ച് ആലോചിച്ചു കിട്ടുന്നില്ലെങ്കിൽ ബാക്കി മുന്നോട്ട് പോവാം. കാരണം എക്സാമിന് ഫുൾ ആൻസർ നോക്കി 100% പെർഫെക്റ്റ് ആയാൽ ഫുൾ മാർക്ക്, അങ്ങനെയല്ല. ഓരോ ഇൻഡിവിജ്വൽ നമ്പേഴ്സിനാണ് മാർക്ക്. പിന്നെ ഓൺ ഫിഗർ റൂൾ ഉണ്ട്. നിങ്ങൾ എടുത്തൊരു നമ്പർ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കാൽക്കുലേറ്റ്. നിങ്ങളുടെ നമ്പർ തെറ്റി കുഴപ്പമില്ല, നിങ്ങൾ കിട്ടിയ നമ്പർ വെച്ച് ബാക്കി കാൽക്കുലേറ്റ് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിന് മാർക്കുണ്ട്. അപ്പം സ്റ്റക്കായി നിന്നാലും ഞാൻ പറയുന്നത് അത് വിട്ടിട്ട് ബാക്കിയുള്ളത് അതിൽ എന്തെങ്കിലും ഒരു വാല്യൂ ഇട്ടിട്ട് ബാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ മെത്തേഡ്സിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും നോക്കി പോകണം. അല്ലെങ്കിൽ എവിടെയാണ് ഓൾജിബ്രായ്ക്ക് യൂസ് ചെയ്യുക, എവിടെയാണ് ടാബ്ലാർ യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കണം. ഓൾജിബ്രായ്ക്ക് യൂസ് ചെയ്യുമ്പോൾ കുറെ എസംഷൻസ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ടാബ്ലാറിലാകുമ്പോൾ അത്ര എസംഷൻസോ കാര്യങ്ങളോ ഇല്ല. പിന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണ്. പ്രൈസിങ് സ്ട്രാറ്റജീസ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനും അപ്ലൈ ചെയ്യാനും അറിയണം. എക്സ്പ്ലെയിൻ ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ അറിയണം, പിന്നെ സജസ്റ്റ് ചെയ്യാൻ അറിയണം. ലൈക്ക് ഒരു സിറ്റുവേഷൻ തന്നാൽ അവിടെ സ്യൂട്ടബിൾ ആവുന്ന സ്ട്രാറ്റജി ഏതാണ്. അപ്പൊ കുറെ പ്രൈസിങ് സ്ട്രാറ്റജീസ് ഉണ്ട്. എസ്പെഷ്യലി ഒരു പുതിയ പ്രൊഡക്റ്റിൽ നമുക്ക് സ്കിമ്മിങ്ങും പെനിട്രേഷനും യൂസ് ചെയ്യാം. അപ്പൊ എവിടെ സ്കിമ്മിങ് സ്യൂട്ടബിൾ ആവും, എവിടെ പെനിട്രേഷൻ സ്യൂട്ടബിൾ ആവും, അങ്ങനത്തെ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാൻ അറിയണം. ഇത്രയാണ് മെയിൻലി പ്രൈസിങ് ഡിസിഷനിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ റിസ്ക് ആൻഡ് അൺസർട്ടിനിറ്റി ഉണ്ട്. റിസ്ക് ആൻഡ് അൺസർട്ടിനിറ്റി ഇതില് സെക്ഷൻ സിയിൽ എന്തൊക്കെ ചോദിക്കാന്ന് ചോദിച്ചാൽ, മേ ബി പേ ഓഫ് ടേബിളിന്റെ പ്രിപ്പറേഷൻ, പ്രോഫിറ്റ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ട് ഡിസിഷൻ സജസ്റ്റ് ചെയ്യാനായിട്ട് പറയാം. അപ്പം പേ ഓഫ് ടേബിൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്കൊരു സെക്ഷൻ സി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ക്ലിയർ ആയിട്ട് അവിടുത്തെ ഡിസിഷൻസും ഔട്ട്കംസും മനസ്സിലാവണം. എന്തൊക്കെ ഡിസിഷൻ ഓപ്ഷൻസ് ഉണ്ട്, എന്തൊക്കെ ഔട്ട്കംസ് ഉണ്ടെന്ന് മനസ്സിലാവണം. ഇത് ചിലപ്പം കുറച്ച് ചലഞ്ചിങ് ആണ്. ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ ഡെസിഷൻ ഓപ്ഷൻ, എന്തൊക്കെയാണ് അവിടുത്തെ ഔട്ട്കം എന്ന് ചിലപ്പം ഒറ്റയടിക്ക് മനസ്സിലാവണമെന്നില്ല. അതൊരു ചലഞ്ചാണ്. അപ്പൊ അത്
ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ വായിക്കുമ്പം റിക്വയർഡ് എന്താണോ അതുമായി കണക്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഡിസിഷൻ ഓപ്ഷൻസ് ഉണ്ടാവുക. നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ, ലൈക്ക് എന്തിനെ കുറിച്ചാണ് ഡിസിഷൻ എടുക്കേണ്ടത് നോക്കുക. പ്രോബബിലിറ്റി എന്തിനാണോ തന്നിരിക്കുന്നത് അതായിരിക്കും ഔട്ട്കം. ഇപ്പൊ എന്തെങ്കിലും ഒരു ഐറ്റം അതിന് പ്രോബബിലിറ്റീസ് തന്നു, അപ്പോൾ പ്രോബിലിറ്റി എന്താ, അതിന്റെ അർത്ഥം എന്താ, നമ്മുടെ കൺട്രോളിലല്ല, അത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പം അതായിരിക്കും ഔട്ട്കം ആയിട്ട് വരിക. അപ്പൊ അത് കറക്റ്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് വരാൻ ചാൻസ് ഉള്ള വാല്യൂസ് അടിച്ച് പേ ഓഫ് ടേബിൾ എടുക്കുന്നു. പിന്നെ അതിന്റെ ഡിസിഷൻ മേക്കിംഗ് ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടാവും, ലൈക്ക് മാക്സി മാക്സ് ആണോ മാക്സി മിൻ ആണോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് വെച്ചെടുക്കുക. പിന്നെ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് EV ആണ്, എക്സ്പെക്റ്റഡ് വാല്യൂ ആണ്. അപ്പം അത് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം. അതിൽ ഒരു ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. EV കാൽക്കുലേഷൻ, അതിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും കൂടെ പഠിച്ചു വെക്കണം. EV ഒരു ലോങ് റൺ ആവറേജ് ആണ്, പക്ഷെ അതിന് കുറെ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം അതൊരിക്കലും എന്താ എക്സാക്ട്ലി വരുന്ന ഒരു വാല്യൂ അല്ല. അപ്പം അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ EV എന്നുള്ളത് ആഹ്, എവിടെ വേണമെങ്കിലും നമുക്ക് EV കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഡിഫറെന്റ് വാല്യൂസ് ആൻഡ് അതിന്റെ പ്രോബബിലിറ്റീസ് തന്നിരിക്കുന്ന ഏത് സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, EV കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിന്റെ ക്വസ്റ്റ്യൻസ് വന്നാൽ ചിലപ്പോൾ മൊത്തത്തിൽ ഈ റിസ്ക് ആൻഡ് അൺസർട്ടിയുടെ ക്വസ്റ്റ്യൻസ് ചിലപ്പം കുറച്ച് കോംപ്ലക്സ് ആയിട്ട് വരാൻ, നമുക്ക് ഒറ്റയടിക്ക് ഡിസിഷൻ കാര്യങ്ങൾ, കാരണം ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ഇവർ തരും. കുറെ ഔട്ട്കംസ്, കുറെ ഇവന്റുകൾ, അങ്ങനെ ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മേ ബി തരാം. ഇതിന്റെ കൂടത്തിൽ തന്നെ വാല്യൂ ഓഫ് ഇൻഫർമേഷൻ, വാല്യൂ ഓഫ് പെർഫെക്റ്റോ വാല്യൂ ഓഫ് ഇംപെർഫെക്റ്റ് ഇൻഫർമേഷനോ ചോദിക്കാം. അതിന്റെ കോൺസെപ്റ്റ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും കാണുന്ന ബേസിക് കോൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പം പെർഫെക്റ്റ് ഇൻഫർമേഷൻ ആണെങ്കിൽ നമുക്കുള്ള ഡിസിഷൻ ഓപ്ഷൻസ് കിട്ടിയാൽ അതിൽ ബെസ്റ്റ് ഡിസിഷൻ എടുത്താൽ കിട്ടുന്ന അതിന്റെ ബെസ്റ്റ് EV എന്താണെന്ന് നോക്കുക. ആ EV കണ്ടുപിടിക്കുക. EV വിത്തൗട്ട് ഇൻഫർമേഷൻ, പിന്നെ EV വിത്ത് ഇൻഫർമേഷൻ. ഇത് തന്നെയാണ് പെർഫെക്റ്റിലും ഇംപെർഫെക്റ്റിലും വരുന്ന കോൺസെപ്റ്റ്. ബട്ട് ഇംപെർഫെക്റ്റിലെ കാൽക്കുലേഷൻ കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. രണ്ടും നോക്കി വേണം പോവാൻ. ഭയങ്കരമായിട്ടൊരു 10-12 മാർക്കിനൊന്നും ചിലപ്പോൾ വരണം എന്നില്ല, പക്ഷെ ഒരു 6 മാർക്സിനൊക്കെ വന്നാൽ അത് വെറുതെ കളയരുത്. അപ്പൊ അതുകൊണ്ട് വാല്യൂ ഓഫ് ഇൻഫർമേഷൻ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ക്വസ്റ്റൻ ആണെങ്കിൽ അതിന്റെ കൂടെ സബ് ക്വസ്റ്റൻ ആയിട്ട് അവർക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. ആ ടോപ്പിക്കിലും കണക്ട് ചെയ്ത് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് നോക്കി വേണം പോവാൻ. അതിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ അവർക്ക് സെൻസിറ്റിവിറ്റി ചോദിക്കാൻ പറ്റും. സെൻസിറ്റിവിറ്റി അനാലിസിസിന്റെ കാൽക്കുലേഷൻസോ അതിന്റെ തിയറി ഡിസ്കഷനോ. അപ്പൊ സെൻസിറ്റിവിറ്റി അനാലിസിസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം, സെൻസിറ്റിവിറ്റി അനലൈസ് ചെയ്യാൻ അറിയണം, പ്ലസ് അത് ഇന്റർപ്രിറ്റ് ചെയ്യാൻ അറിയണം. ലൈക്ക് ഇപ്പൊ നിങ്ങൾ ഒരു സെൻസിറ്റിവിറ്റി അനാലിസിസ് കാൽക്കുലേറ്റ് ചെയ്തു, അപ്പൊ അതിൽ ആരാണ് കീ വേരിയബിൾ, അല്ലെങ്കിൽ ആ ഒരു സെൻസിറ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ മീനിങ് എന്താവും, അത് കൃത്യമായിട്ട് അറിയണം. പിന്നെ നമുക്ക് ഡിസിഷൻ ട്രീ ഉണ്ട്, സെപ്പറേറ്റ്ലി ഡിസിഷൻ ട്രീ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഡിസിഷൻ ട്രീ അങ്ങനെ സെക്ഷൻ സിയിൽ ഒരുപാട് കണ്ടിട്ടില്ല, കാരണം നമുക്ക് ഡിസിഷൻ ട്രീ അവർ തരണം, പിന്നെ അതിന്റെ അനാലിസിസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അവിടെ ഭയങ്കരമായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ചാൻസ് കുറവാണ്. സ്റ്റിൽ ഡിസിഷൻ ട്രീ വരാം. പിന്നെ സിമുലേഷൻ മോഡലിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. സിമുലേഷന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മേ ബി വരാം. അപ്പൊ സിമുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയണം. പലപ്പോഴും സിമുലേഷൻ ഒറ്റ വാക്കിൽ മാത്രം പഠിച്ചിട്ടാണ് സ്റ്റുഡൻസ് പോകുന്നത്, അത് പോരാ. നമ്മൾ ഷോർട്ട് നോട്ട്സിലൊക്കെ നോക്കിയാൽ ഒരു പാരഗ്രാഫ് ഉണ്ട്. അപ്പൊ ആ ഒരു പാരഗ്രാഫും പ്ലസ് ശരിക്കും നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് പ്ലസ് ലിമിറ്റേഷൻസ് ഉണ്ട്, അത് നോക്കി പോവാം. വേണമെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. ഇത്രയാണ് റിസ്ക് ആൻഡ് അൺസർട്ടിനിറ്റിയിൽ വരുന്നത്. ഇതിൽ ജസ്റ്റ് ടോപ്പിക് പറയുകയാണെങ്കിൽ സിമുലേഷൻ എന്താ, നമ്മൾ സെൻസിറ്റിവിറ്റി അനാലിസിസിന്റെ കുറച്ചുകൂടെ വലിയ വേർഷനാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. സോറി, സെൻസിറ്റിവിറ്റിയുടെ വലിയ വേർഷനാണ് നമ്മൾ സിമുലേഷൻ എന്ന് പറയുന്നത്. അറ്റ് എ ടൈം മൾട്ടിപ്പിൾ വേരിയബിൾസ് ചേഞ്ച് ആകുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പാക്ട് അറിയാനാണ് നമ്മൾ സിമുലേഷൻ യൂസ് ചെയ്യുക. അറ്റ് എ ടൈം ഒരു സിംഗിൾ വേരിയബിൾ മാറിയാൽ എങ്ങനെ റിസൾട്ട് എഫക്റ്റ് ആവും എന്നറിയാനാണ് നമ്മൾ സെൻസിറ്റിവിറ്റി അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ദെൻ പിന്നെ നമുക്ക് ബഡ്ജറ്റിംഗ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന സെക്ഷൻ ആയിരുന്നു. ബഡ്ജറ്റിങ്ങിനകത്ത് ബഡ്ജറ്ററി സിസ്റ്റംസ് ഉണ്ട്. ബഡ്ജറ്ററി സിസ്റ്റംസ്, അതിൽ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ചോദിക്കാം. ഏതൊക്കെ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ചോദിക്കാം? നമ്മൾ ഇൻക്രിമെന്റൽ പഠിക്കുന്നുണ്ട്, പിന്നെ ABB പഠിക്കുന്നുണ്ട്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പഠിക്കുന്നുണ്ട്, റോളിംഗ് ബഡ്ജറ്റ് പഠിക്കുന്നുണ്ട്. ഇതൊക്കെ കാൽക്കുലേഷൻസ് ചോദിക്കാം.
കാൽക്കുലേഷൻസ്. ഇപ്പം ZBB അങ്ങനെ കാൽക്കുലേഷൻ ആയിട്ട് മെയിൻലി പഠിക്കാനില്ലെങ്കിലും വേണമെങ്കിൽ അവർക്ക് ZBBയും ചോദിക്കാം. ഇപ്പൊ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ നോക്കി പോണം. ബഡ്ജറ്റ്സിന്റെ കാൽക്കുലേഷൻ സൈഡ് ഇപ്പം ഓരോ ബഡ്ജറ്റ് ഇത്രേ ഉള്ളൂ. ഇൻക്രിമെന്റൽ ബഡ്ജറ്റ് ആകുമ്പം പ്രീവിയസ് ഇയറിന്റെ ഡാറ്റ ഉണ്ടാവും, മുമ്പത്തെ ഏതെങ്കിലും ഡാറ്റ ഉണ്ടാവും. ആ ഡാറ്റ വെച്ചിട്ട് നെക്സ്റ്റ് ഇയറിലേക്ക് ആ ചേഞ്ച് സജസ്റ്റ് ചെയ്യുന്നു. ABB ആകുമ്പം ABC കാൽക്കുലേഷൻസ് ആണ്. നമ്മൾ പാസ് പേപ്പേഴ്സ് നോക്കുമ്പോൾ ABB റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് ഓൾറെഡി തരുന്നു, അതിലെ ആക്ച്വൽ യൂണിറ്റ്സ് മാറുന്നു. അപ്പൊ യൂണിറ്റ്സ് മാറുമ്പോൾ ഇതിലെ ചില എമൗണ്ട്സ് മാറ്റേണ്ടി വരും. ചിലത് ഫിക്സ്ഡ് ആയിരിക്കും, ചിലത് വേരിയബിൾ ആയിരിക്കും, ചിലത് സെമി വേരിയബിൾ നേച്ചറിലായിരിക്കും, അതിനനുസരിച്ച് മാറ്റേണ്ടി വരും. റോളിംഗ് ബഡ്ജറ്റ് എന്താ, കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്യുന്ന ബഡ്ജറ്റാണ്. അപ്പോൾ ഒരു 1 ഇയറിന്റെ ബഡ്ജറ്റിനെ നമ്മൾ ഡിഫറെന്റ് ക്വാർട്ടേഴ്സ് ആയിട്ടോ മന്ത്സ് ആയിട്ടോ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ പീരീഡ് തീരുമ്പോഴും ആ ഡാറ്റ നോക്കി അതിനനുസരിച്ച് ബഡ്ജറ്റിനെ റീകാൽക്കുലേറ്റ് ചെയ്യുക. ZBB എന്താ, ZBBയിൽ കാൽക്കുലേഷൻ ആയിട്ട് സെപ്പറേറ്റ്ലി ഇല്ലെങ്കിലും അതിന്റെ പ്രോസസ്സ് മനസ്സിലാക്കി വെക്കുക. ZBBയിൽ നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ഒന്നും ബേസ് ആയിട്ട് എടുക്കാതെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള കാര്യങ്ങൾ സീറോ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കുകയാണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇയറിലേക്ക് എന്തൊക്കെ ചെയ്യണം, അത് ഏതൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് ഏതാണ്, അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് റാങ്ക് ചെയ്ത് പാക്കേജസ് സെറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ZBB എന്ന് പറയുന്നത്. ഇതിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ ജസ്റ്റ് എക്സ്പ്ലനേഷൻ മാത്രമല്ല, അതിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷനും നോക്കണം. ഓരോ ബഡ്ജറ്റിംഗ് ടെക്നിക്കിന്റെയും ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും നോക്കണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഇൻക്ലൂഡിങ് അതിന്റെ ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് വെച്ച് ചോദിക്കാറുണ്ട്. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ മീൻസ് ഇത് എവിടെയാണ് സ്യൂട്ടബിൾ ആവുക. ലൈക്ക് ഇപ്പോൾ കമ്പനിയിലൊരു കറന്റ്ലി ഉള്ള ഒരു ബഡ്ജറ്റിംഗ് മെത്തേഡും കാര്യങ്ങളൊക്കെ തന്നു. അപ്പൊ ആ കമ്പനിയിൽ ഈ പറയുന്ന ഏത് ബഡ്ജറ്റിംഗ് മെത്തേഡ് ആയിരിക്കും സ്യൂട്ടബിൾ ആവുക എന്നുള്ളത് സജസ്റ്റ് ചെയ്യാൻ അറിയണം. അപ്പൊ ഈ ഓരോ ബഡ്ജറ്റിംഗ് മെത്തേഡിലും നമ്മൾ സ്യൂട്ടബിലിറ്റി പറയുന്നുണ്ട്. ഇപ്പൊ ഇൻക്രിമെന്റൽ ബഡ്ജറ്റിംഗ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, സ്റ്റേബിൾ എൻവയോൺമെന്റിലാണ് ഇൻക്രിമെന്റൽ ബഡ്ജറ്റിംഗ് യൂസ് ചെയ്യേണ്ടത്. ZBB എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ഡൈനാമിക് എൻവയോൺമെന്റിലാണ് യൂസ് ചെയ്യേണ്ടത്. റോളിംഗ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, കണ്ടിന്യൂസ് ചേഞ്ചസ് വരുന്ന ഫ്രീക്വന്റ് ചേഞ്ചസ് വരുന്ന മാർക്കറ്റിലാണ് യൂസ് ചെയ്യേണ്ടത്. ABB എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, ഓവർഹെഡ് കോസ്റ്റുകൾ വരും അല്ലെങ്കിൽ ഡിഫറെന്റ് കോസ്റ്റ് ഡ്രൈവേഴ്സ് വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ABB യൂസ് ചെയ്യേണ്ടത്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റിന് മെയിൻ റിലവൻസ് വരുന്നത് എപ്പോഴാണ്, പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വേരിയൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂണിറ്റ്സ് മാറുമ്പോഴാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിന് റിലവൻസ് വരുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് പറയാൻ അറിയണം. പിന്നെ ബിയോണ്ട് ബഡ്ജറ്റിംഗ് ഉണ്ട്, ഇതിന്റെ കോൺസെപ്റ്റ് ചോദിക്കാറുണ്ട്. ബിയോണ്ട് ബഡ്ജറ്റിംഗിന്റെ ക്വസ്റ്റ്യൻസ് മേ ബി വരാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാം. ഇതിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പം ഇത് നോക്കണം. ട്രഡീഷണൽ ബഡ്ജറ്റിംഗ് ഒന്നും വേണ്ട, പകരം അഡാപ്റ്റീവ് മാനേജ്മെന്റ് പ്രോസസ്സുകൾ യൂസ് ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ബിയോണ്ട് ബഡ്ജറ്റിംഗിൽ വരുന്നത്. പിന്നെ പാർട്ടിസിപ്പേഷന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ടോപ്പ് ഡൗൺ എന്നും ബോട്ടം അപ്പ് എന്നും പറഞ്ഞ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ജൂനിയർ മാനേജ്മെന്റ് ഇൻവോൾവ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റിനെ അല്ലെങ്കിൽ ആ പ്രോസസ്സിനാണ് ബോട്ടം അപ്പ് എന്ന് പറയുന്നത്. ഇനി അതല്ല ടോപ്പ് മാനേജ്മെന്റ് ആണ് എല്ലാം സെറ്റ് ചെയ്യുന്നത്, അതാണ് ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് മേ ബി വരാം. പിന്നെ ഇതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അനലിറ്റിക്കൽ ടെക്നിക്സ് ആണ്. അനലിറ്റിക്കൽ ടെക്നിക്സ്, അപ്പൊ അതിൽ മെയിൻലി വരുന്നത് ഒന്ന് ലേണിംഗ് എഫക്റ്റ് ഉണ്ട്. ലേണിംഗ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന്റെ ലേബർ അവേഴ്സിന്റെ കാൽക്കുലേഷൻ ആണ് വരുന്നത്. അതിൽ തന്നെ ടാബുലാർ മെത്തേഡും ഓൾജിബ്രായിക് മെത്തേഡും ഉണ്ട്. സെക്ഷൻ സിയിൽ വരുമ്പം ഓൾജിബ്രായിക് ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. എന്നാൽ സ്പെസിഫിക്കലി ഏത് യൂണിറ്റിന്റെയും ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാം. ലേണിംഗ് എഫക്റ്റ് മാത്രമായിട്ടുള്ള സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഭയങ്കര കുറവാണ്. വേറെ ഏതെങ്കിലും ടോപ്പിക്സ് കൂടെ ക്ലബ് ചെയ്തിട്ടായിരിക്കും ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, ലേണിംഗ് എഫക്റ്റിന്റെ വരിക. പിന്നെ ഹൈ ലോ മെത്തേഡ് വരാം. ഹൈ ലോ മെത്തേഡ് നമുക്കറിയാം, തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് ഹൈയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലീനിയർ ഇക്വേഷൻ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടുത്തെ ഫിക്സഡ് വേരിയബിൾ കോസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റിഗ്രഷൻ മെത്തേഡ് ഉണ്ടായിരുന്നു. പിന്നെ ടൈം സീരീസ് ഉണ്ടായിരുന്നു. അപ്പം ഇതൊന്നും എന്താ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നിക്സ് അല്ല. ഇതൊക്കെ ഓൾറെഡി MAയിൽ പഠിക്കുന്നതാണ്. അതേപോലെ തന്നെ അതിലെ അവസാനത്തെ 3 ടെക്നിക്സും ലേണിംഗ് എഫക്റ്റ് മാത്രമാണ് PMൽ പുതുതായിട്ട് വരുന്നത്, ബാക്കിയെല്ലാം ഓൾറെഡി MAയിൽ പഠിക്കുന്നതാണ്.
അപ്പം ആ ലെവൽ തന്നെയാണ് നമുക്ക് പി എമ്മിലും വരുന്നത്. ബട്ട് ഇത് അപ്ലൈ ചെയ്യാൻ അറിയണം. എസ്പെഷ്യലി നിങ്ങൾ പാസ് പേപ്പേഴ്സ് നോക്കുമ്പം പല ക്വസ്റ്റ്യൻസിലും ഇത് വന്നിട്ടുണ്ട്. റിഗ്രഷൻ മാത്രം ഒരു സിംഗിൾ ടോപ്പിക് ആയിട്ട് റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ടോപ്പിക്സ് നോക്കണം. എന്താ രണ്ട് രീതിയിലാണ് റിസ്ക്. ഒന്ന് ഫുൾ സെക്ഷൻസിൽ മേ ബി വരാം, അല്ലെങ്കിൽ സെക്ഷൻസിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. രണ്ടും ചെയ്യാൻ അറിയണം. അപ്പൊ ഇതില് ടൈം സീരീസിലോട്ട് വന്നാൽ, ടൈം സീരീസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രീവിയസ് കുറച്ച് വർഷത്തെയോ മാസത്തെയോ ഡാറ്റ എടുത്ത് അതിൽ നിന്ന് പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്ത് ഫ്യൂച്ചറിലേക്ക് ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ടൈം സീരീസ് എന്ന് പറയുന്നത്. റിഗ്രഷൻ ആകുമ്പോൾ നമ്മൾ ഒരു ലീനിയർ ഇക്വേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് y=a+bx എന്നൊരു ഇക്വേഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്യണം. അങ്ങനെ വാല്യൂസ് ഫോർകാസ്റ്റ് ചെയ്യണം. ഇനി ഇതിന്റെ എല്ലാത്തിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, കോമൺ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫോർകാസ്റ്റിംഗ് ആണ്. ഇതിലെല്ലാത്തിലും ഇതിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും നോക്കണം. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, ഇതിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും. ഇത് ഈസി മാർക്സ് ആണ്. അനലിറ്റിക്കൽ ടെക്നിക്സിൽ ഓരോ ടെക്നിക്കിന്റെയും ബെനിഫിറ്റ്സും ലിമിറ്റേഷനും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നാൽ ഈസി മാർക്കാണ്. നമുക്ക് ഒന്നും നോക്കണ്ട, ചുമ്മാ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നോക്കണം, ചിലപ്പം ആ ക്വസ്റ്റ്യനുമായിട്ട് കമ്പനിയുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതിയായിരിക്കും. ബട്ട് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റേ ഉള്ളൂ. അത് നോക്കണം. അതിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും ഷോർട്ട് നോട്ട്സിൽ ഡയറക്ട്ലി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വരുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നത് പിന്നെ വേരിയൻസിന്റെ സെക്ഷനാണ്. വേരിയൻസിൽ ബേസിക്കലി എന്തൊക്കെ വരാമെന്ന് ചോദിച്ചാൽ കാൽക്കുലേഷൻ ചോദിക്കാം. വേരിയൻസ് കാൽക്കുലേഷൻ ചോദിക്കാം. ഞാൻ പറയുന്നത് ബേസിക് വേരിയൻസ് തൊട്ട് അഡ്വാൻസ് വേരിയൻസിൽ വരെ വേരിയൻസ് കാൽക്കുലേഷൻസ് ചോദിക്കാം. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻസ് ചോദിക്കാം. ഇന്റർപ്രിറ്റ് ചെയ്യാനായിട്ട് പറയാം. വേരിയൻസിൽ ഇന്റർപ്രിറ്റ് ചെയ്യണം, ഇന്റർപ്രിട്ടേഷൻസ് ചോദിക്കാം. പിന്നെ അതിന്റെ അസസ്മെന്റ് ചോദിക്കാം. ലൈക്ക് ഇപ്പം നമ്മളോടൊരു വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നു. ഇപ്പോൾ മെറ്റീരിയൽ മിക്സ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം. പിന്നെ കാൽക്കുലേറ്റ് ചെയ്ത വേരിയൻസ് 200 അഡ്വേഴ്സ് ആണെങ്കിൽ അതെന്താ മീനിങ്, അത് അസസ് ചെയ്യണം. ലൈക്ക് അസസ് ചെയ്യാന്ന് വെച്ചാൽ അത് നല്ലതാണോ മോശമാണോ, അതിന്റെ റീസൺസ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പം ഇതെല്ലാം ചെയ്യാൻ അറിയണം വേരിയൻസിനത്. ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമല്ല വേരിയൻസ്. വേരിയൻസ് സെക്ഷൻ സിയിൽ വന്നാൽ അതിന്റെ കൂടെ തിയറി ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പൊ കാൽക്കുലേഷൻ മാത്രം ഫോക്കസ് ചെയ്തിരിക്കരുത്, അതിന്റെ തിയറി ക്വസ്റ്റ്യൻസും കൂടെ നോക്കുക. ഇനി വേരിയൻസിനകത്ത് ബേസിക് വേരിയൻസുകൾ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം പോകാൻ. ബേസിക് വേരിയൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ട്? മെറ്റീരിയൽ, ലേബർ, വേരിയബിൾ ഓവർഹെഡ്, ഫിക്സ്ഡ് ഓവർഹെഡ്, സെയിൽസ് പ്രൈസ്, സെയിൽസ് വോളിയം, പിന്നെ ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ഇത്രയും കാര്യങ്ങൾ ബേസിക് വേരിയൻസിനകത്തുണ്ട്, അത് നോക്കണം. ഫിക്സ്ഡ് ഓവർഹെഡ് വേരിയൻസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നോക്കി ജസ്റ്റ് ഒന്ന് അതിന്റെ ഇക്വേഷൻസ് എങ്കിലും നോക്കി പോകുന്നതാണ് ബെറ്റർ. അതായത് ജസ്റ്റ് ഫിക്സ്ഡ് ഓവർഹെഡ് വേരിയൻസ് എക്സാമിന് ക്വസ്റ്റ്യനിൽ തരുവാണെങ്കിൽ ലൈക്ക് അപ്പം അതെന്താണെന്ന് അറിയാതെ പോകണ്ട. അപ്പോൾ ബേസിക്കലി വേരിയൻസ് എന്ന് പറയുമ്പം ഒരു എക്സ്പെക്ടഡ് ആക്ച്വലി കമ്പയർ ചെയ്തിരുന്ന ഡിഫറൻസ് ആണെന്ന് നമുക്കറിയാം. അതിൽ അഡ്വേഴ്സ് വന്നാൽ അതിനർത്ഥം നമ്മുടെ ആക്ച്വൽ റിസൾട്ട് മോശമാണെന്നും, ഫേവറബിൾ വന്നാൽ ആക്ച്വൽ റിസൾട്ട് നല്ലതാണ്. അതായത് കോസ്റ്റുകൾ കൂടുമ്പം അഡ്വേഴ്സ്, കോസ്റ്റ് കുറയുമ്പോൾ ഫേവറബിൾ. റവന്യൂ പ്രോഫിറ്റ് ഒക്കെ ആണെങ്കിൽ കൂടുമ്പം ഫേവറബിളും, കുറഞ്ഞാൽ അഡ്വേഴ്സും, അങ്ങനെയാണ് നമ്മൾ പറയാം. അപ്പം ആ കോൺസെപ്റ്റ് വെച്ചെങ്കിലും മിനിമം നമുക്കൊരു വേരിയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയണം. ഇപ്പോൾ ഫിക്സ്ഡ് ഓവർഹെഡ് വേരിയൻസ് എന്താണെന്നൊന്നും ഇപ്പോൾ പഠിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഫിക്സ്ഡ് ഓവർഹെഡ് വേരിയൻസ് പഠിച്ചില്ല, പക്ഷെ ഏറ്റവും മിനിമം അത് അഡ്വേഴ്സ് വന്നാൽ എന്താ മീനിങ്, അപ്പം ഫിക്സ്ഡ് ഓവർഹെഡ് വേരിയൻസ് അഡ്വേഴ്സ് വന്നാൽ ഫിക്സ്ഡ് ഓവർഹെഡ് കൂടി എന്നെങ്കിലും മിനിമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പം ഏറ്റവും ബെറ്റർ അതിന്റെ ഇക്വേഷൻസ് എങ്കിലും, ഇപ്പം ലാസ്റ്റ് മൊമെന്റിൽ നമുക്കിനി വേറെ ഒന്നും പഠിക്കാൻ പറ്റില്ല, അപ്പം അതിന്റെ ഇക്വേഷൻസ് മാത്രം പഠിച്ചു പോകുന്നതാണ് നല്ലത്. ഞാൻ ഇക്വേഷൻസിലേക്ക് പോവാത്തത്, പല സ്റ്റുഡൻസും പല രീതിയിലാണ് വേരിയൻസ് പഠിക്കുന്നത്. നമുക്കത് പല രീതിയിൽ ഇക്വേഷൻസ് വെച്ച് പഠിക്കാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് ഇക്വേഷൻസിലേക്ക് പോകുന്നില്ല, നിങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണോ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. പിന്നെ ബേസിക് വേരിയൻസ് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് വേരിയൻസസ് ഉണ്ട്. അഡ്വാൻസ്ഡ് വേരിയൻസിൽ നമുക്ക് മിക്സും ഈൽഡും, അതുപോലെ മിക്സും ക്വാണ്ടിറ്റിയും, പിന്നെ പ്ലാനിങ് ആൻഡ് ഓപ്പറേഷണൽ വേരിയൻസ് വരുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെ കാൽക്കുലേഷൻസ്, ഇന്റർപ്രിട്ടേഷൻസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. വേരിയൻസിന്റെ ക്വസ്റ്റ്യൻസ് സെക്ഷൻ സിയിൽ വരുമ്പം പലപ്പോഴും കാണുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് പോലെയല്ല. അതായത് അത്ര ഈസിലി നമുക്ക് അതിൽ നിന്ന് നമ്പേഴ്സ് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പൊ നമ്മൾ എന്ത് വേരിയൻസ് ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതിന്റെ നമ്മുടെ മൈൻഡിൽ ഒരു ഇക്വേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, മെറ്റീരിയലിന്റെ
പ്രൈസ് പ്ലാനിങ് വേരിയൻസ് ആണെന്ന് വിചാരിക്കും. ഇതൊരു എക്സാമ്പിൾ ആണ്. ഈ കോൺസെപ്റ്റ് എല്ലാ വേരിയൻസിലും അപ്ലൈ ചെയ്യും. പ്രൈസിന്റെ പ്ലാനിങ് ആൻഡ് ഓപ്പറേഷണൽ വേരിയൻസ് ആണ്. അപ്പം നമുക്കറിയാം ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? മെറ്റീരിയൽ പ്രൈസ് പ്ലാനിങ് ആകുമ്പോൾ അവിടുത്തെ മെറ്റീരിയൽ ഏത് മെറ്റീരിയലിനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയണം. ഏത് മെറ്റീരിയൽ ആണ്. അപ്പം മെറ്റീരിയൽ ഏതാണെന്ന് അറിയണമെങ്കിൽ ഓൾറെഡി ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. ഒരു പ്രൊഡക്റ്റിനല്ലേ മെറ്റീരിയൽ ഉണ്ടാവുക. അവിടുത്തെ പ്രൊഡക്റ്റ് ഏതാ, ഈ പറയുന്ന ഒരു ഓർഡറിൽ അതിനെ സോൾവ് ചെയ്യാൻ നോക്കുക. ഏത് വേരിയൻസ് ചോദിച്ചാലും ഡയറക്റ്റ്ലി ചിലപ്പോൾ നമ്പേഴ്സ് കിട്ടില്ലെങ്കിൽ നമ്മൾ അവിടുത്തെ പ്രൊഡക്റ്റ് കുറേ കാര്യങ്ങൾ പറയുമല്ലോ. അപ്പം അവിടുത്തെ പ്രൊഡക്റ്റ് ഏതാ, അതിൽ ഏത് മെറ്റീരിയലിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അതിന്റെ ബഡ്ജറ്റഡ് ഡാറ്റ നോക്കിയിട്ട് അവിടുത്തെ എക്സ്പെക്റ്റഡ് പ്രൈസ്, നമ്മൾ ഷോർട്ടായിട്ട് ക്ലാസ്സിലൊക്കെ നമ്മൾ SP എന്ന് പറയുന്ന ഐറ്റം ഡയറക്ട്ലി ഉണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റുമോ. അപ്പം SP എത്താൻ പറ്റുമോ നോക്കുക. അതുപോലെ ആക്ച്വൽ ഡീറ്റെയിൽസ് ഉണ്ടാവും, അതിൽ നിന്ന് ആക്ച്വൽ പ്രൈസുകൾ ഉണ്ടോ, AP കാര്യങ്ങളുണ്ടോ നോക്കുക. അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റുന്ന വേറെ എന്തെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ നോക്കുക. അങ്ങനെ ഓരോ നമ്പേഴ്സ് നോക്കുക. കിട്ടുന്നത് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ട് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പം ഒരു സെക്ഷൻ സി ക്വസ്റ്റനിൽ പ്രൈസിന്റെ പ്ലാനിങ്ങും ഓപ്പറേഷനും കുറേ വേരിയൻസ് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഓരോന്നിന്റെയും ഓരോന്ന് ക്വസ്റ്റനിൽ നിന്ന് എടുക്കാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഒരെണ്ണം ആലോചിച്ചിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് അവിടെ വെച്ചിട്ട് അടുത്ത വേരിയൻസിലേക്ക് പോകും. അങ്ങനെ വേരിയൻസുകൾ 1 by 1 കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ കാൽക്കുലേഷൻ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് തോന്നുകയാണെങ്കിൽ, വേരിയൻസ് കാൽക്കുലേഷൻ ഭയങ്കര കോംപ്ലക്സ് ആയി തോന്നുകയാണെങ്കിൽ അതിന്റെ തിയറി പോയിന്റ്സ് ആദ്യം ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കുക. ചിലപ്പോൾ ഡയറക്റ്റ് തിയറി ആയിരിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റനിൽ തന്നെ തന്ന നമ്പേഴ്സ് വെച്ചിട്ടുള്ള തിയറി ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാവും. അപ്പം അത് ചെയ്യാൻ പറ്റുമോ നോക്കാം. വേരിയൻസ് പലപ്പോഴും സ്റ്റുഡൻസിനെ ഡിസപ്പോയിന്റ് ചെയ്യാറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, കാൽക്കുലേഷൻ ആണ്. അപ്പം നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഏരിയയിൽ അവർ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ചിലപ്പം ചോദിക്കാം. വേറെ ഒന്നുമല്ല, നമ്പേഴ്സ് ഉണ്ടാവും, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന നമ്പേഴ്സ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാവില്ല. വേറെ ഏതെങ്കിലും ഇത് വളഞ്ഞ വഴിക്ക് അത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം ഇപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ KG അവര് തരാതെ വേറെ ഏതെങ്കിലും രീതിയിൽ 2 3 കാൽക്കുലേഷൻസ് കഴിഞ്ഞിട്ടേ നമുക്ക് SP എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ചിലപ്പോൾ തരാം. അപ്പം അത് നമുക്ക് എന്താ പറയുക, ഒരു മെത്തേഡ് ഒന്നും വേറെ പറയാനായിട്ടില്ല. അപ്പം അതിൽ ചെയ്യാൻ പറ്റുന്നത് ഒന്ന്, അതിലെ ഈസി ആയിട്ടുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. തിയറി ഉണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ വേരിയൻസ് വരുമ്പം അല്ലെങ്കിൽ കാൽക്കുലേഷൻ വരുമ്പം ഡെസ്പ് ആവാതിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പം ഈ പറഞ്ഞ പോലെ എന്തായിരിക്കാം, നമ്മൾ ഈസി ആണെന്ന് വിചാരിക്കുന്ന ഒരു ഏരിയയിൽ ചിലപ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കും. കാരണം ഇത് എത്ര കാൽക്കുലേഷൻ, അപ്പൊ കാൽക്കുലേഷനിലോട്ട് വരുമ്പോൾ അങ്ങനെ എന്ത് നമ്പർ വേണമെങ്കിലും അവർക്ക് തരാലോ. അപ്പം അങ്ങനെ റിസ്ക് അതിനകത്തുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ മെയിൻ സെക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് പുറമെ ഉണ്ടായിരുന്നത് നമുക്ക് കോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഇൻഫർമേഷന്റെ സെക്ഷനും ആയിരുന്നു. അതിൽ 1 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. കോസ്റ്റിംഗിലോട്ട് വരുമ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, കാൽക്കുലേഷൻ ഉള്ള ഏരിയാസ് കാൽക്കുലേഷൻ പ്ലസ് തിയറി എന്ന രീതിയിൽ ചോദിക്കാം. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ കോസ്റ്റിംഗിലോട്ട് വരുമ്പം ABC ടാർഗറ്റ് ലൈഫ് സൈക്കിൾ ത്രൂപുട്ട് അക്കൗണ്ടിങ് സെക്ഷൻ ബിയിൽ കാൽക്കുലേഷൻ പ്ലസ് തിയറി ആയിട്ട് ചോദിക്കാം. പിന്നെ എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ്, അത് സെക്ഷൻ ബിയിൽ ഒരു വലിയ ടോപ്പിക് ആയിട്ട് വരണമെന്നില്ല. സെക്ഷൻ എയിലോ സെക്ഷൻ സിയിലോ എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എക്സാമിന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം റീസെന്റ് ആയിട്ട് പല എക്സാമിനും സെക്ഷൻ സിയിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആകെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്യാന്ന്. പ്രിപ്പയർ ചെയ്യാൻ മീൻസ് ഞാൻ പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യനോ ഭയങ്കര ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കില്ല. ബേസിക് ആയിട്ട് ആ ചാപ്റ്ററിലെ കാര്യങ്ങൾ. അപ്പം ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ABC കോസ്റ്റ് ഡ്രൈവേഴ്സ്, ഓവർഹെഡ് കോസ്റ്റുകൾ, കോസ്റ്റ് ഡ്രൈവേഴ്സ് ഐഡന്റിഫിക്കേഷൻ, അതിന്റെ ബെനിഫിറ്റ്സ് ലിമിറ്റേഷൻസ് പഠിച്ചു വയ്ക്കുക. പിന്നെ ടാർഗറ്റ് കോസ്റ്റിംഗ് എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ടെക്നിക്കാണ്. അതിന്റെ പ്രോസസ്സ് പഠിച്ചു വയ്ക്കുന്നു, അതിന്റെ ബെനിഫിറ്റ്സും അതിന്റെ ലിമിറ്റേഷൻസ്, എസ്പെഷ്യലി സർവീസ് ഇൻഡസ്ട്രിയിൽ അതിന്റെ ഡിഫിക്കൽട്ടി കാര്യങ്ങൾ. ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് അഗെയിൻ കാൽക്കുലേഷൻ കോൺസെപ്റ്റ് വൈസ് ഭയങ്കര സിമ്പിൾ ആണ്. ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിനകത്ത് കുറെ കോൺസെപ്റ്റുകൾ വന്നു പോകുന്നുണ്ട്. അതിൽ ബോട്ടിൽ നെക്ക് റിസോഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. പിന്നെ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പ്ലാൻ എടുക്കാൻ, TA റേഷ്യോന്റെ കാൽക്കുലേഷൻസ്, ഇതുമായി റിലേറ്റഡ് അതിൽ കുറെ ടോപ്പിക്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് സെക്ഷൻ ബിയിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ്ങിലോട്ട് വരുമ്പം സസ്റ്റൈനബിലിറ്റി എന്താ, പിന്നെ എൻവിയോൺമെന്റൽ ഇഷ്യൂസ്, എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ് മെത്തേഡ്സ്, 4 ടെക്നിക്സ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ എൻവിയോൺമെന്റൽ കോസ്റ്റുകളുടെ ഡിഫറെന്റ് ടെർമിനോളജീസ്, ഡിഫറെന്റ് ടേംസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. അതിൽ എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ് ഞാൻ എടുത്തു പറയുന്നു, സ്കിപ്പ് ചെയ്യരുത്, ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. അതുപോലെ തന്നെയാണ് സെക്ഷൻ എയും ഇൻഫർമേഷന്റെ ഏരിയ. ഇൻഫർമേഷന്റെ ഏരിയയിൽ നിന്നും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. സെക്ഷൻ എയിലോ സെക്ഷൻ സിയിലോ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം.
ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനാണ് ചാൻസ്, ഈ സെക്ഷൻസ്. അപ്പൊ ഇതിലൊന്നും വേറെ ആപ്ലിക്കേഷൻ ലെവലിലൊന്നുമില്ല. നിങ്ങൾ പഠിച്ചോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ സിയിലാണെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ഏതില്? ഇൻഫർമേഷനും എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ആൻസർ ചെയ്യാൻ പറ്റും. പഠിച്ചില്ലെങ്കിൽ പിന്നെ കഥയില്ലല്ലോ. ബാക്കിയുള്ളത് പിന്നെ സെക്ഷൻ, വേറൊന്നും അങ്ങനെ സെക്ഷൻ സിയിലോട്ട് അധികം വരാറില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ജസ്റ്റ് എന്താണ്, പാസ് പേപ്പർ അനാലിസിസിന്റെ ബേസിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രോബബിലിറ്റീസ് അല്ലെങ്കിൽ ഒരു ചാൻസസ് മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരു ഐഡിയൽ സിറ്റുവേഷനിൽ എന്തായിരിക്കണം? ഒരു ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ റിസോഴ്സും കവർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഐഡിയൽ സിറ്റുവേഷൻ. എന്താ, നമുക്ക് എന്തൊക്കെ റിസോഴ്സ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ എന്തൊക്കെ റിസോഴ്സ് ഉണ്ടായിരുന്നോ അതെല്ലാം കവർ ചെയ്യുക. എന്താ, നമ്മുടെ സ്റ്റഡി ഹബ് വായിക്കുക, 2 റിവിഷൻ കിറ്റുകൾ കംപ്ലീറ്റ് ചെയ്യുക, പാസ് പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇതായിരുന്നു നമ്മുടെ ഐഡിയൽ പ്ലാൻ. അതിനി നടക്കാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ പിന്നെ അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഇന്ന ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് ആണ്, അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻസ് എങ്കിലും മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യണം. ചുമ്മാ പ്രാക്ടീസ് ചെയ്യല്ല, പ്രാക്ടീസ് ചെയ്യുമ്പം അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പാറ്റേൺസ്, കോമൺ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് എക്സാമിന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഓർത്ത് വെക്കുകയോ ചെയ്യുക. അപ്പം ഒരു ക്വിക്ക് റിവിഷൻ നമ്മൾ ടോപ്പിക്സിനെ നടത്തി. നമുക്ക് നാളെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആയിരിക്കും, മെയിൻലി സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ പ്രീവിയസ് സെഷന്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. പ്രീവിയസ് സെഷനിൽ നമ്മൾ ഓൾറെഡി ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി അതിനകത്ത് സോൾവ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം അത് ഓൾറെഡി അവിടെ സോൾവ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പം ആ സെയിം ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല നമ്മൾ നാളെ ചെയ്യുന്നത്, വേറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന്റെ റെക്കോർഡിങ്സ് നമ്മുടെ ലഞ്ചിന്റെ പേജിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പം യൂട്യൂബ് പേജിൽ ഉണ്ടാവും, നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ നാളത്തേക്ക് ചെയ്യുന്നുണ്ടാവും. നാളെ ഇതേ ടൈം തന്നെയാണ്. അപ്പം കുറച്ച് സ്പീഡിൽ ആണ് നമ്മൾ പോയത്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ അത്രയും ദിവസം പഠിച്ച ടോപ്പിക്സ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ പെട്ടെന്ന് ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഓരോ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നാൽ എന്തൊക്കെ ഈസി മാർക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ കാര്യങ്ങൾ മെയിൻ ആയിട്ട് നോക്കുക. തിയറി സൈഡ് സ്കിപ്പ് ചെയ്യരുത്, അപ്പം നല്ലപോലെ നോക്കുക. ഞാൻ ഈ പറഞ്ഞ തിയറിറ്റിക്കൽ കാര്യങ്ങളുണ്ടല്ലോ, ഇത് ഡയറക്റ്റ് ആയിട്ട് വരുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. പിന്നെ എന്തെങ്കിലും വേറെ ഇതല്ലാതെ ടോപ്പിക് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, സ്പെസിഫിക് ഏതെങ്കിലും ടോപ്പിക്കൽ കോൺസെപ്റ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യുക, വാട്സപ്പിൽ ഡൗട്ട് ചോദിക്കുക. ഞാനത് വാട്സപ്പിൽ തന്നെ എന്ത് ചെയ്യാം, ക്ലിയർ ആക്കി തരാം. നമുക്ക് ടൈം കൺസ്ട്രെയിന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പം എല്ലാ ടോപ്പിക്കിലേക്കും ഇൻഡെപ്ത് പോകാൻ പറ്റാതെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം നമ്മൾ ഇൻഡെപ്ത് പറഞ്ഞിട്ട് ബാക്കിയുള്ള പെട്ടെന്ന് പോയത് കേട്ടോ. അപ്പം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എടുത്ത കാര്യങ്ങൾ. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നാളെ ഡിസ്കസ് ചെയ്യാം. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. ക്ലിയർ അല്ലേ ഇതുവരെ പറഞ്ഞത്? ഓക്കെ അല്ലേ?